നമ്മളിന്നും പല ഫേവറേറ്റായ ആൾക്കാരുടെ അമ്മമാരെ അവർ നാണക്കേട് കാരണം കൊണ്ട് കൊണ്ടുവന്നാക്കൂലല്ലോ. എവിടെ കൊണ്ടുവന്നാക്കിയേക്കണെന്ന് വയോജന വൃദ്ധ പരിപാലനം എന്ന് പറയുമ്പോൾ അവർക്ക് നാണക്കേട്. പക്ഷെ അവർ ഓപ്പോസിറ്റ് നിൽക്കണ അമ്മ അനുഭവിക്കണ വേദന അവർക്കറിയില്ലല്ലോ. സത്യം. എനിക്ക് ഭയങ്കര നിർബന്ധമാണ് എൻ്റെ അമ്മമാർ നല്ല സുന്ദരികളായിട്ടിരിക്കണം എപ്പോഴും. HIV നോക്കും, ഡെഫിനറ്റ്ലി നോക്കേണ്ട കാര്യമാണ് HIV ആണ്. ഇപ്പോൾ ഈ ഡിമെൻഷ്യ ഉള്ള പേഷ്യൻസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്തായിരിക്കും? ഒരു ഫ്ലാറ്റ് എടുത്ത് ഒരു ഹോം നേഴ്സിനെ വെച്ച് കൊടുത്ത് എല്ലാം മായെന്നാണ്. ഹോം നേഴ്സ് ഫെസിലിറ്റീസിനെ കുറ്റം പറയാമല്ലോ കേട്ടോ, പക്ഷെ അവർ ഈ ഒരു മെഡിക്കൽ കെയർ അവർക്ക് അറിഞ്ഞുകൂടാ. പ്രതീക്ഷകളുള്ള ചില മക്കളുമാരുണ്ടല്ലോ, അച്ഛനമ്മ മരിച്ചു പോകുമല്ലോ ഒരാശ്വാസം എന്ന് വിചാരിക്കണവരുണ്ട് കേട്ടോ. അച്ഛനെ നമ്മൾ ഷർട്ടും കുപ്പായൊക്കെ ഇടുമ്പോൾ എടുക്കാനായിട്ട് ടാക്സി കയറ്റി വിടുമ്പോഴൊക്കെ ചീത്ത കേട്ടിട്ടുണ്ട് എനിക്ക്. ശരിക്കും ഓർമ്മകൾ പോലും നിങ്ങളെ വിട്ടുപോയേക്കാം, എന്നാൽ ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. ഇത് പറയാൻ എളുപ്പമല്ല, എങ്കിൽ അങ്ങനെ പറയുന്ന ഒരു ടീമുണ്ട്. വാത്മീകം ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എടപ്പള്ളി മാനേജിംഗ് ഡയറക്ടർ മിനിയാണ് ഇത് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. നമസ്കാരം. നമസ്കാരം. എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത ആ സെൻറ്റൻസ് ആണ്, നമ്മൾ ഏതൊരു മനുഷ്യനും ഏറ്റവും പ്രഷ്യസ് ആയിട്ട് കാണുന്ന അവരുടെ മെമ്മറീസ് ആണ്. പക്ഷെ അത് നമ്മൾ വിട്ടു പോയി കഴിഞ്ഞാലും പേടിക്കണ്ട, ഞങ്ങളുണ്ടെന്ന് പറയുന്നത് പറയുമ്പോൾ തന്നെ എന്താ പറയുക, അങ്ങനെ കോരിത്തരിപ്പാണ്. സോ പറയൂ, വാത്മീകം എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്? ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഓർമ്മകൾ പോലും വിട്ട് അങ്ങനെ ഒരു സെൻറ്റൻസ് എന്നെ കൊണ്ടുവന്ന എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ വിരിഞ്ഞതാട്ടോ ഒരു സെൻറ്റൻസ്. കാരണം അത് എങ്ങനെയാണ് നമ്മളെ പരസ്യം കൊടുക്കണ്ടേന്ന് അകമഴിഞ്ഞ് ചിന്തിച്ചപ്പോൾ കിട്ടിയൊരു വേർഡാണ്. അതൊരു ട്രാവലിങ്ങിൽ പുള്ളി അത് മനസ്സിലാക്കുകയും ചെയ്തു. പെട്ടെന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് അയക്കാട് ഓൺ ദ വേ തന്നെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ സഡൻ ഇത്രയും നല്ലൊരു വേർഡ്, പിന്നെ ആ വേർഡാണ് നമ്മുടെ എല്ലാ സ്ഥലത്തും ക്ലിക്കായത്. വളരെ ഒരുപാട് അർത്ഥമുള്ള വേർഡ്. കാരണം ഒരു ഓർമ്മയുള്ള കാലത്ത് നമ്മൾ എന്തു ചെയ്തു എന്നതിന് ആ ഓർമ്മയില്ലാത്ത കാലഘട്ടം നമ്മൾ ഒരുപാട് അടുപ്പിക്കും. നമ്മൾ ഓർമ്മയുള്ള കാലത്ത് എന്താണോ കൂടുതൽ ചെയ്തത് അതിനോട് അറ്റാച്ച് ചെയ്തിരിക്കും ഓർമ്മയില്ലാത്ത കാലഘട്ടത്തിൽ നമ്മുടെ ലൈഫ്. തീർച്ചയായിട്ടും ഒരുപാട് അച്ഛനമ്മമാർ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് ഓർമ്മകളാണ് എന്നെ ഇപ്പോൾ ആത്മീകം എന്നുള്ളൊരു ഹെൽത്ത് കെയർ എന്ന ആ ഒരു എന്താ പറയുക പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു ടീം വർക്കിലേക്ക് എന്നെ കൊണ്ട് എത്തിച്ചത്. ശരിക്കും ഇതെൻ്റെ ഓർമ്മകളാണ്. ശരിക്കും അതായത് ഓർമ്മകൾ പോവാന്ന് പറയുമ്പോൾ ഏറ്റവും പേടിപ്പെടുത്തുന്നത് നമ്മൾ ലോൺലി ആവുന്ന ഒരു പോയിന്റ് ആണല്ലോ. ആ സമയത്ത് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആണ് വാത്മീകം എന്ന് പറയുന്ന ഒരു ഹെൽത്ത് കെയർ. അപ്പോൾ ഈ ഒരു തോട്ട് എവിടെ നിന്നായിരുന്നു വന്നത്, ഇങ്ങനത്തെ ഒരു ഹെൽത്ത് കെയർ ഒരു ഇത് ആക്ച്വലി എൻ്റെ ബൈ പ്രൊഫഷൻ നഴ്സിംഗ് ആണ്. അപ്പോൾ എന്നെ പരിചയപ്പെടുത്താമല്ലോ അതിന് തന്നെ. അപ്പോൾ ഞാനിങ്ങനെ ശരിക്കും മഞ്ഞപ്ര എന്നുള്ള ഗ്രാമത്തിലാണ്, അങ്കമാലി, അതായത് ശ്രീശങ്കരൻ്റെ നാട് കാലടി. അവിടെ നിന്ന് മഞ്ഞപ്ര എന്ന് പറയുമ്പോൾ തനി മലയോര പ്രദേശം, വയലും അത് ഇതൊക്കെ. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ തന്നെ എന്നെ കൊണ്ടുപോവാണ് മഞ്ഞപ്രയ്ക്ക്, മനസ്സിങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ സാധാരണ ഒരു അച്ഛൻ്റെ അമ്മയുടെയും സാധാരണക്കാരിൽ മോളുടെ, അപ്പോൾ അവർക്ക് മാറി ചിന്തിക്കാൻ സാധിച്ചതിൽ നിന്നാണ് എനിക്കിന്ന് വാത്മീകം എന്ന കൺസെപ്റ്റ് ഉണ്ടായത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കിടെ എനിക്ക് ഏറ്റവും കടപ്പാടുള്ളത് എൻ്റെ അച്ഛനമ്മയോടാണ്. കാരണം ആ കൃഷിക്കാർ അല്ലെങ്കിൽ ആ പാവപ്പെട്ട അച്ഛനമ്മമാർ മാറി ചിന്തിച്ചിടത്ത് നിന്നാണ് എനിക്കൊരു നഴ്സിംഗ് ഫീൽഡിലേക്ക് വരാൻ കഴിഞ്ഞതും. എൻ്റെ മകൾ വെയിൽ കൊള്ളണ്ട അങ്ങനെ കൺസെപ്റ്റിലേക്ക് വന്നു അച്ഛനും അമ്മ അതാണ് പറഞ്ഞത്, മോളൊരിക്കലും വെയിൽ കൊള്ളരുത്, വെയിൽ കൊള്ളാത്തൊരു ജോലി. ചിലപ്പോൾ അവർ സ്വപ്നം കണ്ടത് സർക്കാർ ജോലി, നഴ്സിംഗ് അതൊക്കെയാണ്. പക്ഷെ എന്നെ കൊണ്ടെത്തിച്ച് വൈദ്യം. ചിലപ്പോൾ നമ്മൾ ജാതകമാകാം, നമ്മളെല്ലാം മാറ്റി കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നഴ്സിംഗ് അഡ്മിഷൻ എടുത്തു. എൻ്റെ കുട്ടിപ്രായത്തിൽ തന്നെ നഴ്സിംഗിലേക്ക് കടന്നു. ഇപ്പോൾ ഒരു 28 ഇതിനകത്തേക്ക് കടന്നു. ഇപ്പോഴും ഞാൻ വളരെ അഭിമാനത്തോടെ കാണുന്ന ഒരു ഫീൽഡാണ്. കാരണം ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് അവസാനമില്ലല്ലോ. ഇപ്പോൾ ഓരോ എന്താ പറയുക ആർട്ട്, ഏത് സിനിമ ഇൻഡസ്ട്രി ആയാലും കലാകാരന്മാരായാലും അവസാനമില്ലാത്ത അഭിനയം പോലെയാണല്ലോ അത് നഴ്സിംഗ് ഫീൽഡിൽ. ചിലർ ഇടയ്ക്ക് വെച്ച് നിർത്തും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ സ്റ്റില്ലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. കാരണം ഇപ്പോൾ അച്ഛനമ്മമാർ, പിന്നെ ഞാൻ അമൃതയിലേക്ക് മാറി, വിവാഹം, കുട്ടികൾ 3 പേര്, അവരുടെ എല്ലാം ഇതിൻ്റെ ഒപ്പം തന്നെ ചെയിൻ പോലെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനത് ഉപേക്ഷിക്കണില്ല. കുറച്ച് സ്ഥലത്ത് നിൽക്കും, അങ്ങനെ ഓരോ സ്ഥലത്തും സപ്പോർട്ടിങ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അമൃതയിലേക്ക് വന്നത്. അമൃത ജീവിതം അങ്ങോട്ട് മാറ്റിമറിച്ചു. ഇങ്ങനെ വന്ന് എല്ലാ സെക്ഷനിലും നമ്മളിങ്ങനെ ജോലി ചെയ്തപ്പോൾ നമ്മൾ ഒരു 10-12 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു
ബാഡ് സിറ്റുവേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫിനാൻഷ്യലി ഒന്ന് രക്ഷപ്പെടണം. ഫിനാൻഷ്യലി മെൻ്റലി നമ്മൾ എന്തായാലും കയറി പോകുന്നേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് നോക്കാം എന്നൊരു അർത്ഥത്തിൽ നമ്മൾ പല ബിസിനസ്സും ചെയ്തു. അതൊക്കെ ചീറ്റി പോയിട്ടോ. പിന്നെ നമ്മൾ എടുത്തതാണ് നഴ്സിങ്ങിൻ്റെ ഹോം കെയർ എടുത്തു. ഹോം കെയറിൽ ഒരുപാട് സ്റ്റാഫുകളെ വെച്ച് നമുക്ക് ജോലി ചെയ്യാൻ പറ്റി. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ഒരിക്കലും എനിക്ക് എന്തുകൊണ്ട് ഒരു രോഗികളെ താമസിച്ച ഒരു സ്ഥാപനം തുടങ്ങിക്കൂടാ എന്ന് എനിക്കൊരു കോള് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ശരിയാണല്ലോ, എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ, ഇപ്പം നിൽക്കണ കുട്ടികളൊക്കെ ഇങ്ങോട്ട് എടുത്താൽ മതിയില്ലേ. അങ്ങനെയാണ്. പക്ഷെ പിന്നീട് ഞാൻ എന്ത് പേരിടും അങ്ങനെ ചിന്തിച്ചപ്പോൾ ആരോടെങ്കിലും ചോദിക്കാൻ പറ്റില്ല. കാരണം എല്ലാ ഡിസിഷനുകളും ഞാൻ തന്നെ എടുക്കണത്, എനിക്ക് മറ്റൊരാളുടെ അഭിപ്രായങ്ങളോ താല്പര്യവും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതൊരു എല്ലാവരും ഓർമ്മിക്കണ പേരുകളായിരിക്കണം എന്ന് വെച്ച് ആരും എപ്പോഴെപ്പോഴും പറയണ വേർഡുകളായിരിക്കരുത്. അങ്ങനെയാണ് വാത്മീകം വന്നത്. വാത്മീകം എന്ന് പറഞ്ഞാൽ ചിതൽപ്പുറ്റാണ്, ഫിൽട്ടർ മണ്ണാണ്. അപ്പം അതിന് കുറച്ചും കൂടി എന്താ പറയുക എനർജി ലെവൽ കൂടുതലല്ലേ. ഇപ്പം ആയുർവേദത്തിലൊക്കെ പറയണത് വാത്മീകം എന്നുള്ള മണ്ണ് ചാലിച്ചിട്ടുള്ള നമ്മൾ കുറി വരെ വരയ്ക്കാം. കാരണം ഒരുപാട് ശേഖരിച്ച് അത് ഫിൽട്ടർ ചെയ്ത് വളരെ കെയർഫുള്ളായിട്ട് ചെതലുകൾ ശേഖരിച്ച് അതേ ഒരു കൺസെപ്റ്റ് ഞാനിപ്പോൾ എന്നെ ചെതലിനോട് ഉപമിക്കുന്നു. കാരണം ഒരുപാട് അറിവുകൾ സമ്പാദിച്ച് അത് ശേഖരിച്ച് വെച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, എക്സ്പീരിയൻസ് ആവുക. അത് ശരിക്കും ഞാൻ അങ്ങനെയാണ്. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അച്ഛനമ്മമാരുടെ മെമ്മറി ഇപ്പം എൻ്റെ കൂടെയുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അവരെ മുന്നോട്ട് നയിക്കുക, അവർക്ക് ആവശ്യമായ അവർ ദിനചര്യകൾ മറന്നു പോവാണല്ലോ. അതെ. അപ്പോൾ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ആ ദിനചര്യകൾ ഞങ്ങൾ കൂടെ നിന്ന് ചെയ്യുക. കുളിപ്പിക്കുക, പല്ല് തേപ്പിക്കുക, ടോയ്ലറ്റ് കാര്യങ്ങൾ പഠിപ്പിക്കുക, മുടി ചീവുക, പൊട്ട് തൊടുക, ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്തു കൊടുക്കണം. നമ്മുടെ സ്റ്റാഫുകളുണ്ട്, ടീം വർക്കുകളാണ്. പക്ഷെ അവരുടെ കൂടെ നിൽക്കാന്ന് വെച്ചാൽ പല ക്യാരക്ടർ റോളുകളാണല്ലോ എല്ലാവരും. തീർച്ചയായിട്ടും. സങ്കടമാണ്. ചില കഥാപാത്രങ്ങൾ നമ്മുടെ കൂടെ വരുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ വല്ലാണ്ടായിപ്പോവും. ചിലർ കസ്റ്റമർ കൂടെ നിൽക്കും, ചിലർ മരിച്ചു പൊക്കോട്ടെ എന്തിനാണ് എന്ന കൺസെപ്റ്റുള്ളവരുണ്ട്. ഒരു ദിവസം 4ഉം 5ഉം ജീവിതങ്ങളാണ് നമ്മുടെ ലൈഫിൽ കൂടെ കടന്നു പോണത്. ചില ദിവസങ്ങളിൽ ഇപ്പോൾ ഈ അടുത്ത് സ്റ്റില്ലായിട്ട് അടുത്ത ദിവസങ്ങളിൽ ഒരു അമ്മ 5 വർഷത്തിന് ശേഷം നമ്മുടെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോയിപ്പോൾ ശരിക്കും അതെന്നെ ഒരുപാട് വേദനിപ്പിക്കുകയാണ്. എന്നുവെച്ചാൽ അതൊരു ചങ്ക് പറഞ്ഞു പോണൊരു വേദനയ്ക്കില്ലേ. നമ്മുടെ ആരുമല്ല അവർ, എൻ്റെ അമ്മയല്ല, എൻ്റെ ആരുമല്ല. പക്ഷേ ഈ 5 വർഷം കൊണ്ട് അവരെൻ്റെ എല്ലാമായിരുന്നു. ചിലപ്പോൾ 2-3 ദിവസം കൊണ്ട് എൻ്റെ എല്ലാമാണ്. അപ്പം നമ്മളവരെ ചങ്ക് പറിച്ചും സ്നേഹിച്ചും കൊണ്ട് നടക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും വരുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. ആ ഒരു ഇതിൽ നിൽക്കപ്പോൾ എനിക്ക് ചെറുപ്പത്തിൽ അച്ഛനമ്മയൊക്കെ നഷ്ടപ്പെട്ടതാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് അതിൻ്റെ വിഷമവും. കാരണം എനിക്ക് ഒരുപാട് അമ്മമാരെ തന്നിട്ടുണ്ട്, അച്ഛനുണ്ട്. ആ മോളെ എന്ന് വിളിക്കുന്നത് ഒരു കണ്ടത്തിൽ നിന്നല്ലല്ലോ, പല കണ്ടത്തിൽ നിന്നല്ല. അപ്പോൾ ഒരുപാട് പേർക്ക് മരണസമയത്ത് വെള്ളം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് ചിലപ്പോൾ ഒരു കർമ്മനിയോഗമാകാം, പൂർവ്വജന്മ സുഹൃതമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ആ ഒരു ഫീൽഡ് എടുത്തപ്പോൾ നമ്മളത് ബിസിനസ് എന്നുള്ള രീതിയിലേക്ക് ചേഞ്ചായി. ജീവിക്കാനൊരു മാർഗവും എല്ലാ തരത്തിലും നമ്മളിപ്പോൾ വാത്മീകം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന കുറേ പേര് ആദ്യമായിട്ടായിരിക്കും വാത്മീകം ഹെൽത്ത് കെയർ സർവീസസ് കേൾക്കുന്നുണ്ടാവുക. അപ്പോൾ എന്തൊക്കെ സർവീസസ് ആണ് വാത്മീകത്തിലുള്ളതെന്ന് പറയാം. പിന്നെ തീർച്ചയായിട്ടും വാത്മീകത്തിൽ ഇപ്പം നമ്മൾ ശരിക്കും 33 ബെഡാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. നമ്മൾ മേളിൽ 23 ബെഡിൽ ഡെമൻഷ്യ സെൻറ്റർ ഉണ്ട്. അപ്പോൾ ഡെമൻഷ്യ സെൻറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ രീതിയിലുള്ള ഇതൊന്നുമല്ല. നമ്മൾ AC റൂംസുകൾ സെൻട്രലൈസ്ഡ് AC വെച്ചിട്ടുണ്ട്. അതിനകത്ത് വാർഡുണ്ട്. ഈ ഡെമൻഷ്യ പേഷ്യൻസിനെ വളരെ കെയർഫുള്ളോട് കൂടി ശരിക്കും പറഞ്ഞാൽ ഡെമൻഷ്യ പേഷ്യൻസ് അല്ല, ഒരു പേഴ്സണാണ്. അവർ രോഗികളല്ലല്ലോ. അവർ മെമ്മറികളെല്ലാം തീർന്ന ഒരാളാണ്. അപ്പോൾ അവർക്ക് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്തു കൊടുത്താൽ മതി. അപ്പോൾ അവർക്ക് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ കുളിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ ഇറങ്ങിപ്പോകാനുള്ള ടെൻഡൻസിയുള്ള ഡെമൻഷ്യനെ പല വിധത്തിലാണ്. ചിലർ ഭക്ഷണം കഴിക്കില്ല, ചിലർ കഴിക്കും. പിന്നെ ചിലർ ഇപ്പം നമ്മളെന്താണ് ബൈ പ്രൊഫഷൻ എന്താണെന്ന് പറഞ്ഞാൽ ആ ബൈ പ്രൊഫഷൻ കുറച്ചും കൂടി ഉയർന്ന്
നിൽക്കും. ഇപ്പോൾ ഒരു ബാങ്കിലെ മാനേജറാണ് ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അവർ നമ്മളെ അക്കൗണ്ട് ചേർക്കാനുള്ള ടെൻഡൻസിയിൽ അവർ ബുക്കും പേപ്പറായിട്ട് നടക്കും അതിലൂടെ. ഇപ്പോൾ ടീച്ചറാണെങ്കിൽ നമ്മളെ വടി പിടിപ്പിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കാനുള്ള ടെൻഡൻസി ആയിട്ട് നടക്കും. മറ്റുള്ള ജോലികൾ പോസ്റ്റ് മാസ്റ്റർ ആണെങ്കിൽ നമ്മളോട് തപാലിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. അവർക്ക് സംസാരിക്കാനുള്ള സബ്ജക്റ്റ് എന്ന് വെച്ചാൽ അവരുടെ വിഷയത്തിന്. ഇപ്പോൾ എനിക്ക് അടുത്തിടെ വന്ന ഒരു പൂജാരിയാണ്. അപ്പോൾ മന്ത്രോപനിഷത്തുകളും കാര്യങ്ങളുമാണ് ആശാന് പറയാനുള്ളത് എന്നോട്. അപ്പം നമ്മളത് കേട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഒറ്റ ടൈം പല പല വ്യക്തികളെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. പല പല അറിവുകൾ നമുക്ക് വന്നു ചേരും. ഇപ്പം ടീച്ചർ അമ്മ കെമിസ്ട്രി എടുക്കണ അമ്മയാണ്. അപ്പം അമ്മ ഓരോ രാസമാറ്റവും അതും ഇതൊക്കെ നമ്മളോട് സംസാരിക്കും. അതൊന്നും മറക്കില്ല. കാരണം അവരെ നല്ല ലൈഫിലാണല്ലോ അവിടെ ടീച്ചറായത്. പിന്നെ മക്കളെ മറന്നിട്ട് മകൻ അടുത്ത് വന്ന് നിന്നപ്പോൾ അവർ പറയും, അല്ല ഇതെൻ്റെ മകനല്ല, അയൽവക്കത്ത് ആരോ ആണ്. അത് ഏറ്റവും വേദനാജനകമായി. പക്ഷെ നമ്മളറിയും. പക്ഷെ എൻ്റെ പേരുകളൊക്കെ വേറെ ആയിരിക്കും. ഞാൻ മിനി എന്ന കഥാപാത്രമല്ല, ഞാൻ വേറെ പേരുകളിലൊക്കെ ആയിരിക്കും അവരുടെ മുമ്പിൽ അറിയപ്പെടുന്നത്. ചിലപ്പോൾ ചിലരെന്നെ അമ്മ എന്ന് വിളിക്കും. ഇപ്പോൾ ഒട്ടുമിക്ക അമ്മമാരും എന്നെ അമ്മ എന്ന് വിളിക്കുക. അമ്മ എന്ന് വിളിക്കുക. അമ്മ വന്നോ എന്ന് പറയാം. അപ്പം എനിക്കത് കേൾക്കുമ്പോൾ എൻ്റെ കുട്ടികളാണ്, മാതൃവാത്സല്യമാണ് നമ്മൾക്ക്. അവർക്ക് റിട്ടേൺ ചൈൽഡ്ഹുഡാണ്. 70 വയസ്സ് കഴിഞ്ഞ് 90 വയസ്സായ അമ്മമാർ എന്നെ അമ്മ എന്ന് വിളിക്കുമ്പോൾ എന്നിലൊരു അമ്മ നിറഞ്ഞ് കവിയാണ്. അപ്പോൾ എന്താണ്, ഞാൻ എൻ്റെ മക്കളെ ചേർത്ത് പിടിക്കണ പോലെയാണ്. കാരണം ഞാനിപ്പോൾ ബെഡ് ചെന്നിരുന്ന് കഴിയുമ്പോൾ അമ്മ എപ്പോഴാണ് വന്നേ, അമ്മ ഇപ്പോൾ പോവൂ, അങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ മകളാണത്. ഈ 90 വയസ്സുകാരി എൻ്റെ മകളാണ്. കാരണം ഇപ്പോൾ ഒരു പോപ്പിൻസ് കൊണ്ടുവരിക, ചിപ്സുകൾ കൊണ്ടുവരിക, ഷെയർ ചെയ്ത് കഴിക്കുക, അതൊക്കെ വളരെ ഇതൊന്നും അവർക്ക് വീട്ടിൽ കിട്ടിയിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ അത് വീട്ടിൽ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വീട്ടിലിപ്പോൾ ഒരു മുറിക്കകത്താണ് ഇവർക്കടെ ഇരിക്കണത്. മോനെ ഒരു ചിപ്സ് എടുക്കുമ്പോൾ ചിലപ്പോൾ അവർ കുളിച്ചിട്ടുണ്ടാവില്ല, കൊടുക്കാൻ തയ്യാറാവില്ല. നഖം വെട്ടിയിട്ടുണ്ടല്ലോ മക്കളോ മരുമക്കളോ പേരക്കിടങ്ങളോ കൊടുക്കാൻ തയ്യാറാവില്ല. നമ്മളങ്ങനെയല്ലല്ലോ. അതെ. ഇപ്പം അമ്മ നമ്മുടെ മേത്ത് ഇവിടെ അവരുടെ വായിൽ നിന്ന് വന്ന് വീണാലും എനിക്ക് പ്രശ്നമല്ല. എൻ്റെ മകളോ എൻ്റെ മകനോ ഛർദ്ദിച്ച് ഞാൻ എടുത്ത് കളയില്ലല്ലോ. അത് തന്നെയാണ് ഞാൻ എൻ്റെ കുട്ടികളോട്. ഒരു ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന എൻ്റെ കുട്ടികളോട് ഞാൻ പറയും, ഇവിടുത്തെ അമ്മമാരും ചിലപ്പോൾ മോഷണം എടുത്ത് മുഖത്തേക്ക് വലിച്ചെറിയും, തുപ്പും. ഇതെല്ലാം അവർ മനഃപൂർവ്വം ചെയ്യുന്നില്ലല്ലോ. നമ്മൾ നാളെ ഒരിക്കൽ നമുക്ക് വേണം നമ്മളും. അവർ കഴിഞ്ഞു പോകുമ്പോൾ അടുത്ത വഴിയിലുള്ള പ്രാർത്ഥനയാണ് നമ്മൾ. അടുത്ത വേയിൽ വന്ന ആൾക്കാരാണ്. കാരണം നമ്മളെ നാളെ മെമ്മറി ഇങ്ങനെ പോയി നമ്മൾ അടുത്ത പേഴ്സണാണ്. അവരെ വഴി നിന്നും അടുത്തത്. അങ്ങനെയാണ് മനുഷ്യൻ്റെ കാര്യങ്ങൾ, അങ്ങനെയല്ലേ. അപ്പോൾ അതുകൊണ്ട് ചേർത്ത് പിടിക്കലാണ്. ഞാൻ ഏറ്റവും കൂടുതൽ അഹങ്കാരമാണ് എനിക്ക് ഇവരോടൊക്കെ. എന്നുവെച്ചാൽ എൻ്റെ അമ്മമാരാണ് ഇതെല്ലാം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചങ്ക് ഇങ്ങനെയൊക്കെ. പിന്നെ അവർ വിടവാങ്ങൽ വരുമ്പോണ്ടല്ലോ സഹിക്കാൻ പറ്റില്ല. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ഒരു നൊമ്പരമാണ് അവരെല്ലാം നമുക്ക്. കാരണം ഇപ്പം മക്കളെ ആരെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. കാരണം ചിലപ്പോൾ ഒരു വീട്ടിൽ ഒരാളുണ്ടാവുള്ളൂ, അവർക്ക് ജോലിക്ക് പോകണ്ടേ. അമ്മ വാതിൽ തുറങ്ങി ഇറങ്ങിപ്പോകും, ഗ്യാസ് ഓൺ ചെയ്തിടും. ഇതൊക്കെ ഡേഞ്ചർ സോണുള്ള ഡെമൻഷ്യകളുണ്ട്. പക്ഷെ നമുക്ക് ഒരിക്കലും മക്കൾ എന്നുള്ള പേഴ്സണെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവരെ നിലനിൽപ്പിന്, അവർക്ക് ഭാര്യ കുട്ടികൾ ഇതൊക്കെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഇപ്പം നമുക്ക് ഇന്നിപ്പോൾ വന്ന കസ്റ്റമർ ഇന്നിപ്പോൾ രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മിനി അമ്മ ഭയങ്കര വഴക്കാട്ടോ, അശ്ലീലകരമായ വാക്കുകളൊക്കെ സംസാരിക്കണം, എന്താ ചെയ്യേണ്ടത്? നമ്മൾ കൊണ്ടുവന്നോളൂ. കാരണം വീട്ടിൽ നമുക്ക് ആ 4 ചുവരുകളിലേക്ക് ഉള്ളിൽ ഒതുങ്ങണ ഒരു വാർദ്ധക്യമല്ല അവർ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ എല്ലാവരും കണ്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൺ അങ്ങനെ പറയാത്ത പക്ഷം അവർ തിരിച്ച് പറയില്ല. ഈ 4 ചുവരുകളിലേക്കുള്ള അവരറിയണ കഥാപാത്രങ്ങളേ ഉള്ളൂ. പുറത്തേക്ക് ഞങ്ങളുടെ അടുത്ത് വന്നു കഴിയുമ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഓപ്പോസിറ്റ് ഞങ്ങളെ അശ്ലീലമായ വാക്കുകൾ സംസാരിച്ച് കഴിയുമ്പോൾ അയ്യേന്ന് കാണിച്ചു കഴിഞ്ഞാൽ മോശമായിട്ട് ശരിയായില്ല കേട്ടോ എന്ന് പറയുമ്പോൾ അതങ്ങോട്ട് കഴിഞ്ഞു. അപ്പം നാളെ ചിലപ്പോൾ 2 ദിവസം കൂടി പറയും, 3-ാമത്തെ ദിവസം പറയില്ല. അങ്ങനെ ചേഞ്ച് വരും ലൈഫിൽ. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് ഭക്ഷണം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ കഴിക്കുകയാണെങ്കിൽ തോന്നും ഒന്ന് കഴിച്ചേക്കാം, അങ്ങനെ തോന്നും. അതാണ് ഞാൻ ആഗ്രഹിക്കണേ. അവർ നല്ലവണ്ണം ജീവിക്കട്ടെ, നല്ല ഡ്രസ്സ് ഇടട്ടെ, നല്ല ഒരുങ്ങിയിരിക്കട്ടെ, നല്ല പൊട്ടൊക്കെ കുത്തി സുന്ദരികളായിട്ട് മുടിയൊക്കെ കെട്ടി നല്ല ഭംഗിയായിട്ടിരിക്കട്ടെ. അതൊക്കെ എൻ്റെ ആഗ്രഹങ്ങളാണ്. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും സിന്ദൂരപ്പൊട്ടൊക്കെ കുത്തി, ജീവിതത്തിൽ പൊട്ടുകുത്താത്ത അമ്മമാരും ഒരു പൊട്ടുകുത്തും. സിന്ദൂരപ്പൊട്ടൊക്കെ കൂട്ടി. ഇപ്പം നമ്മുടെ ഒരു ചിലർക്ക് കുറിയൊന്നും വരയ്ക്കുന്നത് ഇഷ്ടമായിരിക്കും, ചിലർ കുറി വരയ്ക്കും. ചന്ദനമൊക്കെ വരച്ച് നല്ല ഭംഗിയായിട്ട് നമ്മൾ കാണുമ്പോൾ രാവിലെ ഒരു 7 മണി 8 മണിയാകുമ്പോൾ നമ്മൾ റൗണ്ട്സിന് ചെല്ലുമ്പോൾ എല്ലാവരും ഭംഗിയായിട്ടിരിക്കുക കാണുമ്പോൾ ഇതിൽ കൂടുതൽ സന്തോഷം ഭൂമിയിൽ വേറെ ഒന്നുമില്ല.
ഞാൻ കുട്ടികളിൽ നിന്ന് ആഗ്രഹിക്കാത്ത സന്തോഷം എനിക്ക് അവിടെ കിട്ടും. കാരണം ഇത് അവരൊക്കെ വ്യക്തികളല്ലേ. ഇത് അവർക്കിടെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ട സമയം ഒരു 5-6 വയസ്സ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ അവർ ചേർത്ത് പിടിക്കും. ഇപ്പം നമുക്ക് ചേർത്ത് പിടിക്കുന്നത് ഇവരെ വീണ്ടും 60 വയസ്സെന്ന് പറയുമ്പോൾ കുട്ടികളിലേക്ക് വരാണ്. ആ കുട്ടികളാണ് ഇപ്പോൾ ഞാൻ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ആത്മീയത്തിൻ്റെ ജൈത്രയാത്ര. അങ്ങനെയാണ്. ഇപ്പോൾ സർവീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ബെഡ് സോർ പേഷ്യൻ്റ് വരും ഫസ്റ്റ്. അപ്പോൾ ബെഡ് സോർ പേഷ്യൻ്റ് വന്നപ്പോൾ നമ്മൾ കുറേ നാൾ വീട്ടിലൊക്കെ കിടന്ന് കഴിയുമ്പോൾ മൊത്തം സോറാവും. വന്നു കഴിഞ്ഞ് അവിടെ എയർബെഡ് യൂസ് ചെയ്തിട്ടുണ്ടാവില്ല, പ്രോപ്പർ ചാനലിൽ കൂടെ കെയർ കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഒക്കെ വന്നു കഴിയുമ്പോൾ സ്മെല്ല് വരും. ചിലപ്പോൾ ചിലവർക്ക് പുഴുവൊക്കെ വരും. അപ്പോൾ നമ്മളതെടുക്കും, നമ്മളത് ഓപ്പൺ എയറിൽ അവരെ കിടത്തി ആ സോറൊക്കെ ഒന്ന് പൊറപ്പിച്ച് അവർക്ക് വളരെ സന്തോഷകരമായ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകും. രണ്ടാമത്തെ കാറ്റഗറി എന്ന് വെച്ചാൽ ക്രൈനോട്ടമി, ട്രക്യോസ്റ്റമി. ഇപ്പോൾ ഒരു സ്ട്രോക്ക് എന്ന കൺസെപ്റ്റിലേക്ക് ഇപ്പോൾ തൊണ്ടയൊക്കെ പൊട്ടിച്ച് ഒരു ഇതിലേക്ക് വരും. അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ അത് പക്കാ ടിപ്പിക്കൽ മെഡിക്കൽ കെയർ നമ്മളവിടെ കൊടുക്കും. ഡെമൻഷ്യ കെയർ മാത്രമല്ല. ഇപ്പോൾ ഇവർക്ക് തന്നെ എന്തെങ്കിലും വന്നു കഴിഞ്ഞപ്പോൾ നേരെ നമുക്കൊരു പ്രൈവറ്റായിട്ടൊരു 3 ബെഡിൻ്റെ ICU, സ്മോൾ ICU എന്ന് വെച്ചാൽ മോണിറ്ററോട് കൂടിയ ഒരു ICU ഉണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ മാറ്റും. ഇപ്പോൾ വിദേശത്തുള്ള മക്കളുടെയൊക്കെ ആണെങ്കിൽ അവർ നമുക്ക് ലൈവിൽ വന്നിട്ട് നമ്മൾ അവരുടെ മാറ്റങ്ങളൊക്കെ സ്ക്രീനിൽ നമ്മൾ കാണിച്ചു കൊടുക്കും. അവരുടെ എൻഡിങ് ലൈഫിൽ നമ്മുടെ സ്റ്റാഫുകൾ അവർക്ക് വട്ടം ഉണ്ടാവും. ആത്മീയത്തിൻ്റെ ഏറ്റവും വലിയ എനിക്കൊരു തീർത്താൽ തീരാത്ത കടപ്പാടുകൾ എന്നൊക്കെ പറഞ്ഞ കുട്ടികളോട് ഞാൻ എപ്പോഴും പറയും, ഒരാൾ പോലും വെള്ളം കിട്ടാതെ ഇവിടെ മരണപ്പെടരുത്. വെള്ളം കുടിച്ച് നമ്മുടെ കൈ പിടിച്ച് ഞങ്ങളുണ്ട് കൂടെ എന്നറിഞ്ഞിട്ട് മാത്രം ഓരോ അമ്മമാരും അപ്പൂമ്മമാരും ഇവിടെ മരിക്കാവൂ. കാരണം നമ്മൾ എപ്പോഴോ മരിച്ചു കിടന്ന് എപ്പോഴോ ചെന്ന് നോക്കി അതൊരിക്കലും. അതുകൊണ്ട് ഞാൻ മുകളിലൊക്കെ CCTV വെച്ചേക്കുക. നമ്മളെ പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുമ്പോൾ നമ്മൾ തിരിച്ചും അവരെ സ്വീകരിക്കണ്ടേ. അപ്പോൾ ഭക്ഷണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും നമ്മൾ അപ്പോൾ ഒരു ചില ചോറൊന്നും കഴിക്കില്ല. അപ്പോൾ ലിക്വിഡായിട്ട് എന്തെങ്കിലുമൊക്കെ അടിച്ചു കൊടുക്കും, എന്തെങ്കിലുമൊക്കെ കൊടുത്തോളണം. കുട്ടികൾ നമ്മളെങ്ങനെയാണോ പിന്നെ ചോറ് വേണ്ട അമ്മ എന്ന് പറഞ്ഞ് ചോറ് വേണ്ട, അപ്പോൾ റാഗി എന്തെങ്കിലും കുറുക്കി കൊടുക്കുക, കുറുക്കി കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. അപ്പോൾ ഇന്നിപ്പോൾ ഈ നട്ടം വെയിലത്ത് പറയുന്നു ഫാൻ ഇടണ്ടെന്നൊക്കെ പറയും. എനിക്ക് ഫാൻ വേണ്ട എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു കുറച്ച് നേരം അടിച്ച ഞങ്ങൾ പിന്നെ അത് മറന്നു പോവും. കുറച്ച് നേരം ഓഫ് ചെയ്ത് വയ്ക്കുമ്പോൾ കണ്ടു കഴിയുമ്പോൾ നിർത്തിയില്ലോ, കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും അങ്ങനെ തുടങ്ങും. അപ്പോൾ ഓരോ ക്യാരക്ടർ റോളുകളെ നമ്മൾ ഓരോ ദിവസം കണ്ട് സിനിമയാണ് ശരിക്കും. അപ്പോൾ എമർജൻസി കേസസ് അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുക? എമർജൻസി വന്നാൽ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ കസ്റ്റമർ വിവരം അറിയിക്കും. ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയോ അല്ലെങ്കിൽ അവർക്കറിയാമല്ലോ എൻഡിങ് ലൈഫായിട്ടുണ്ട്. ഇപ്പോൾ 1-2-3 മാസമൊക്കെ വന്ന രോഗിയായ ആൾക്കാരുണ്ടെങ്കിൽ, ഇപ്പോൾ ക്യാൻസർ, ട്രക്യോസ്റ്റമി, അതേപോലെ ബെഡ് സോറ്, അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളായിട്ട് അഡ്മിഷൻ എടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഡോക്ടറിൻ്റെ ഒരു നിർദ്ദേശാനുസരിച്ച് മരുന്നുകളെല്ലാം നമ്മൾ കെയറാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ അവരൊരു എൻഡിങ് ലൈഫിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വ്യത്യാസങ്ങൾ വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കസ്റ്റമറെ അറിയിക്കും. ഇപ്പോൾ അവർ സ്റ്റില്ലായിട്ട് അടുത്തുണ്ടെങ്കിൽ വന്ന് കണ്ടോളൂ, ഗംഗാതീർത്ഥോ അല്ലെങ്കിൽ പള്ളിയിൽ അച്ഛനെ വിളിച്ച് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്തോളൂ എന്ന് നമ്മളൊരു ഇത് കൊടുക്കും. അവരതനുസരിച്ച് മുന്നോട്ട് നിന്ന് പിന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഡോക്ടറെ വിളിച്ച് നിർദ്ദേശം കൊടുത്ത് ഇപ്പം നമുക്ക് ട്രിപ്പ് ഇട്ട് കൊടുക്കുക, അത്രയൊക്കെ ഉള്ളൂ നമ്മൾ ചെയ്യുള്ളൂ. ഇപ്പോൾ കൂടുതലൊന്നും ചെയ്യാനില്ലല്ലോ. ഓരോന്നിന് ഏജ് ഓവറും ഡിസീസും അങ്ങനെയാണ്. ഇപ്പോൾ ചില മാതാപിതാക്കളുടെ മക്കൾ പറയും ഇനി അത് ഹോസ്പിറ്റലിലേക്ക് മാറ്റാം എന്ന് പറയും. അപ്പോൾ ഞാൻ ആ സാറിനോട് റിക്വസ്റ്റ് അവരോട് പറയുള്ളൂ, സാറ് ദയവായി ഒരു ICU ഒരു വെന്റിലേറ്ററും കൊടുക്കരുതേ. നമ്മുടെ അച്ഛനമ്മമാർക്കാണ് ഏറ്റവും വലിയ ഗിഫ്റ്റാണത്. ICU വെന്റിലേറ്ററും കൊടുക്കരുത്. അവർ സമാധാനപരമായിട്ട് മരിക്കട്ടെ. ആൾക്കാരുടെ ഇടയിൽ നിന്നല്ല, മക്കളുടെ കൈ പിടിച്ച് മക്കളുടെ കയ്യിൽ നിന്ന് വെള്ളം കുടിച്ച് അവർ സമാധാനമായിട്ട് മരിക്കട്ടെ. ഒരുപാട് മിഷണറിയുടെ ഉള്ളിൽ കിടന്ന് വലിയ ട്യൂബ് മൂക്കിക്കടയും വായക്കടയും കുത്തിയിറക്കി അവർ കിടന്ന് മരിക്കണേക്കായും എത്രയോ നല്ലതാണ് മകനോ മകളോ പേരക്കിടാവോ ചുറ്റിയിരുന്ന് അവർക്കിടെ കൈ പിടിച്ച് തലയിൽ ആ കൈ വെച്ച് ഞങ്ങളുണ്ട് കേട്ടോ അച്ഛ അല്ലെങ്കിൽ അമ്മേ എന്ന് പറഞ്ഞ് അവർ സംതൃപ്തിയോടെ ഭൂമിയിൽ നിന്ന് വിട്ടുപോകണം. ഇനി അവർ തിരിച്ചു വരില്ലല്ലോ. അതെ നമ്മളെപ്പോഴും നമ്മുടെ മാതാപിതാക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റുകളാണ്. അപ്പോൾ അവർ ഈ മാതാപിതാക്കളോട് യുദ്ധം പെടണം, അല്ലെങ്കിൽ അവർ ഉപേക്ഷിക്കപ്പെടണം. അനാഥാലയങ്ങളിലും ഓരോ സ്ഥലങ്ങളിൽ ഉപേക്ഷിക്കപ്പെടുന്ന മക്കൾ ചിന്തിക്കണില്ലല്ലോ, നാളെ എനിക്കാണ് ഈ ഒരു അവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പഴയ കാലത്തെ അച്ഛനം പറയും മുത്തന് കുത്തിയ പാളം മുത്തിക്കുന്നൊക്കെ പറയുമല്ലോ, അതേപോലെ തന്നെ. അപ്പോൾ അവർ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല മെസ്സേജാണ്, നമുക്ക് അവരെ നോക്കാൻ പറ്റില്ലെങ്കിൽ അങ്ങനെയുള്ള സർവീസുകൾ ഞങ്ങളെപ്പോലുള്ള സർവീസുകളെ ഏൽപ്പിക്കുക.
കാരണം അവർ വീട്ടിൽ കിടന്ന് ദുരിതപ്പെട്ട് ഭക്ഷണം കഴിക്കാണ്ട് കുളിക്കാണ്ട് അവരുടെ ദിനചര്യകൾ മറന്ന് ജീവനൊക്കെ എത്രയോ നല്ലതാണ് അവർക്ക്. അവർ നമുക്ക് വേണ്ടി എന്തോരം കാശ് മുടക്കിയേക്കണം അല്ലേ. അത് നമ്മൾ വീണ് കഴിഞ്ഞാൽ മുട്ട് പൊട്ടിക്കഴിഞ്ഞ് ഓടി വന്ന് വാരിയെടുക്കുക, അത് തന്നെ അവർക്ക് വാർദ്ധക്യത്തിൽ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത് അതാണ്. അവർ വീഴും, മുട്ട് പൊട്ടും, കൈ പൊട്ടും, എടുത്ത് വീക്കും, നമ്മളെ ഒക്കെ ഉപദ്രവിക്കും. ഇതെല്ലാം നമ്മൾ കുട്ടിക്കാലത്ത് നമ്മുടെ അച്ഛനമ്മോട് ചെയ്തതാണ്. തിരിച്ച് മലമൂത്ര വിസർജനം ഇരുന്നിരിപ്പി വീഴുക്കും. ഇപ്പോൾ സോഫയിലേക്കാണെങ്കിൽ അവരുടെ മലമൂത്ര വിസർജനം ചെയ്തിട്ട് എണീറ്റ് പോകും, അറിയണില്ലല്ലോ. ഇപ്പോൾ ഒരു കസേരയിലൊക്കെ ഇരുന്നിട്ട് അവർ ടോയ്ലറ്റ് അറിയില്ല, അവർക്ക് ടോയ്ലറ്റ് മാനേഴ്സ് അറിയില്ല. കാരണം ഇതെല്ലാം മെമ്മറിയിൽ നിന്ന് വിട്ടുപോയി. നമ്മൾ എന്ത് ചെയ്യാനാണ്? അയ്യ അമ്മ എനിക്ക് അറയ്ക്കണമെന്ന് പറയരുത്. കാരണം അപ്പം നമ്മളൊരു നിമിഷം നമ്മുടെ കുട്ടിക്കാലത്തെ കുറിച്ച് ആലോചിക്കുക. നമ്മൾ നിന്ന നിപ്പിൽ നമ്മുടെ മൂത്രം നമ്മുടെ ഹാളിലും ഒക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമ്മ എന്ത് ചെയ്യും? ഒരു തുണി ഇട്ട് തുടച്ച് നമ്മളൊന്ന് മേലെഴുകിയെടുക്കും. ഇത് തന്നെ നമ്മൾ തിരിച്ച് വാർദ്ധക്യത്തിൽ അവർക്ക് ചെയ്തു കൊടുക്കുക. അല്ല അനാഥാലയങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഉപേക്ഷിക്കപ്പെടേണ്ടതല്ല ശരിക്കും വാർദ്ധക്യം. ഇപ്പോഴും എന്നെ പേടിപ്പെടുത്തുന്ന രംഗമാണ് എൻ്റെ വാർദ്ധക്യം. എനിക്ക് ഭയങ്കര, ഞാൻ ഇത്രയും മാതാപിതാക്കളെ നോക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഉറക്കം കെടുത്തുന്ന എൻ്റെ വാർദ്ധക്യമാണ്. ഇനി എന്ത്? കാരണം എനിക്കിത് ആലോചിക്കേണ്ട കാര്യമില്ല. എനിക്കൊരു ട്രസ്റ്റ് ഉണ്ട്, പക്ഷെ അതല്ല, ഞാൻ ഒരു മറവി ശത്രുക്കൾക്ക് പോലും കൊടുക്കല്ലേ എന്നൊക്കെ ഞാൻ ചില ഭഗവാനോട് എന്നും പ്രാർത്ഥിക്കും. കാരണം ഡെമൻഷ്യ അത് ആ അസുഖമാണത്. കാരണം നമുക്ക് മറ്റുള്ള അസുഖമാണ് നമ്മൾ ഭൂമിയിൽ നിന്ന് മരിച്ചു പോകും പെട്ടെന്ന്, ഇത് മരിച്ചു പോവില്ലല്ലോ. അനുഭവിക്കാവുന്നതല്ല, അനുഭവിച്ച് മറവിയുടെ അങ്ങ് തീവ്രതമായ ഇതിലെത്തിയിട്ടാണ് നമ്മൾ മനസ്സിലാവുക. നമ്മുടെ കുട്ടികളെ മനസ്സിലാവണില്ല, നമ്മുടെ ബൈ പ്രൊഫഷൻ അറിയില്ല, നമ്മൾ ആരായിരുന്നു എന്നറിയില്ല. അപ്പം നമ്മൾ ശരിക്കും ആ മെമ്മറി ഒരു ബ്ലാങ്കായിട്ട് കിടക്കുകയാണ് നമ്മളെ. നമ്മളെന്നുള്ള വ്യക്തിത്വം ഇല്ല, നമ്മൾ വെറുതെ ജീവിച്ച് വെറുതെ മരിക്കുകയാണ്. അപ്പോൾ ഞാനെപ്പോഴും രാത്രിയൊക്കെ പെട്ടെന്ന് എനിക്ക് ഇപ്പോൾ ഒരു 47 വയസ്സായി എനിക്കിപ്പോൾ. ഈ 47 വയസ്സ് കഴിഞ്ഞ് ഇനിയാണ് ഞാൻ ഏറ്റവും ഭീകരമായ അവസ്ഥയിലൂടെ നേരിടേണ്ട അവസ്ഥകൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ മക്കളും ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ മാതാപിതാക്കളെ നല്ലവണ്ണം നോക്കാൻ പറ്റില്ലേ? ഒരു സ്ഥലത്ത് ഉപേക്ഷിക്കണ്ട, അവർ ഉപേക്ഷിക്കപ്പെടേണ്ടവരല്ല. ശരിക്കും അവർ ഓരോ വൃദ്ധസദനങ്ങളിൽ നിന്ന് ഉപേക്ഷിക്കപ്പെടുന്ന പറയുമ്പോൾ, ഇപ്പോൾ ഞാൻ റീൽസുകളിലൊക്കെ കാണാറുണ്ട് അച്ഛനമ്മേനെ ഉപേക്ഷിച്ച് പോരാ. അത് ഉപേക്ഷിക്കപ്പെടേണ്ടതല്ല ശരിക്കും. വൃദ്ധസദനങ്ങളെ ഒരിക്കലും ഞാൻ എല്ലാ കാഴ്ചക്കാരോടും കസ്റ്റമറോടും എല്ലാ വൃദ്ധസദനങ്ങളെ ഭയങ്കര എന്താ പറയുക സെൻസിറ്റീവായിട്ട് അവർ ചിത്രീകരിച്ചു. എന്തിനാണ്? അതിൻ്റെ ആവശ്യമില്ല. കാരണം അതെല്ലാം അവിടെ മാന്യമായിട്ട് നോക്കുന്നുണ്ട് അവരെ. നമുക്ക് കൊടുക്കാൻ പറ്റാത്ത സ്നേഹവും വാത്സല്യവും കരുതലും എല്ലാം ഓരോ സർവീസ് സെൻ്ററുകൾ കൊടുക്കുന്നുണ്ട്. ബാഡായിട്ടുള്ള സിറ്റുവേഷനുള്ള അനാഥാലയങ്ങളുണ്ട് ഇട്ടുക. അവിടെയെല്ലാം നമ്മുടെ അച്ഛനമ്മമാർ ഉപേക്ഷിക്കപ്പെടണം. നമ്മുടെ അച്ഛനമ്മമാർ രാജകുമാരിയെ പോലെ നോക്കണേ നല്ല സർവീസ് കൊടുക്കുന്ന സ്ഥലങ്ങൾ നമ്മുടെ അച്ഛനമ്മമാർ കൊണ്ടുപോകുമ്പോൾ തെറ്റല്ല അത്. എന്തുകൊണ്ട് നമുക്കത് സാധിക്കണില്ല? ഇപ്പം നമ്മുടെ ബാക്ക് ബോണായിട്ട് വന്ന വ്യക്തിക്ക് അവർ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവർ നിരയിക്കണമെങ്കിൽ നല്ലൊരു സർവീസ് കൊടുക്കണതല്ലേ. അപ്പോൾ ചിലപ്പോൾ മരുമകൾക്ക് അമ്മയുടെ മലമൂത്ര വിസർജനങ്ങൾ വരാൻ അറപ്പായിരിക്കും. ആ സമയം സ്വന്തം അമ്മയാണെങ്കിലും അവർ വ്യക്തി ബന്ധമല്ലേ അവിടെ ശരിക്കും. അപ്പോൾ നമ്മൾ ശരിക്കും അമ്മായിമ്മ എന്ന കൺസെപ്റ്റ് ആ സ്ത്രീ തന്നെ ഉണ്ടാക്കണ കാര്യങ്ങളാണ്. ആ സ്ത്രീ തന്നെയല്ലേ അത്. ഒരിക്കലും ഒരു മരുമോൻ പോരുന്ന് കേട്ടല്ലോ. ഒരു സ്ത്രീയാണത്. അവൾ പ്രസവിക്കണു, അവൾ എന്താ പറയുക ഒരച്ഛനമ്മമാരുടെ കീഴിൽ നിന്ന് ബാല്യം കൗമാരം യൗവനം ഒക്കെ പോന്നു. അവൾ കല്യാണം കഴിക്കുന്നു, അവൾക്ക് കുട്ടികളുണ്ടാവണു, അവൾ അമ്മയാവണു, അമ്മായിമ്മയാവണു. ഇത് തന്നെയാണ് അവളുടെ ഭർത്താവിൻ്റെ അമ്മയും ചെയ്തത് അല്ലേ. ആ സ്ത്രീ വേറൊരു അച്ഛൻ്റെ അമ്മയുടെ മകളായിരുന്നു. അവർ ബാല്യം കൗമാരം യൗവനം വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് അവർ വേറൊരുത്തിന് ഭർത്താവിന് ഈ പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ അമ്മയാകുന്നു. അവർക്കത് ചിന്തിച്ചാൽ പോരെ. അപ്പോൾ ഒരു അമ്മായിമ്മ പോരുന്നോട് ഇത് വന്നില്ല. ഒരു സ്ത്രീ തന്നെയാണ് ഒരു സ്ത്രീക്ക് എതിരാളി എപ്പോഴും. ഞാൻ പല വീടുകളിലും കണ്ടേക്കണ കാര്യങ്ങളാണ് അമ്മായിയമ്മ എന്നുള്ള വേർഡുകൾ അല്ലേ. അപ്പോൾ അവർ നമ്മുടെ ക്യാബിനിലേക്ക് വരുമ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട്? എനിക്ക് 3 പേരുണ്ട്. ഇപ്പോൾ അമ്മയ്ക്കൊരു മകനൊരു മുട്ട പുഴുങ്ങിയത് കൊടുത്തത് അമ്മായിമ്മയ്ക്ക് കൊടുത്തെന്താ കുഴപ്പം? ഒരു 5-50 പൈസയ്ക്ക് വേണ്ടിയിട്ട് യുദ്ധം വെട്ടുന്ന സ്ത്രീകളുണ്ട് ഇല്ലേ. നമ്മുടെ മകൻ നല്ലൊരു മീൻ പൊരിച്ചത് തിന്നുമ്പോൾ അമ്മയ്ക്ക് തിന്നാൻ എന്താ കുഴപ്പം? ഈ മീൻ പൊരിച്ചത് കൊടുത്തിട്ടല്ലേ അവളുടെ ഭർത്താവ് എന്നാളെ വളർത്തിയത്. അതെ, തീർച്ചയായിട്ടും ഞാൻ ഇവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. കാരണം അവിടെ വഴക്കുകൾ ഉണ്ടാവില്ല, അവിടെ സ്നേഹ കരുതലുണ്ടാവും. പക്ഷെ നല്ലവണ്ണം നോക്കണം മരുമക്കളും നമുക്കുണ്ട്
കാരണം നമ്മളിവിടെ എന്താ പറയുക സെറിലാക്കുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീമെന്ന് വിളിച്ച് പറയേണ്ട സമയത്ത് പോർട്ട് വഴി എത്തിയിരിക്കും. നല്ല മരുമക്കളുണ്ട്. ഇത് വിളിച്ച് പറയട്ടെ, ഒരു മാസം എത്താത്ത മരുമക്കളും ഉണ്ട് നമുക്ക്. എന്തിനാണ് അതിൻ്റെ ആവശ്യം? ഇപ്പം അമ്മ വാസലയും പറ്റിയിട്ട് എന്താ കാര്യം എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ. മാം അങ്ങനെയല്ല, അതങ്ങനെയല്ല മാം. ഇപ്പോൾ മാമിൻ്റെ കാര്യങ്ങൾ ബ്യൂട്ടി പാർലറിൽ, ഷോപ്പിംഗ്, ഇതിനൊക്കെ എത്രയോ കാര്യങ്ങൾ. ഇപ്പോൾ അടുത്തിടെയായിട്ട് ഒരു അമേരിക്കക്കാരും മകൻ 5 വർഷമായിട്ട് എൻ്റെ അമ്മേൻ്റെ അടുത്തായിരുന്നു. എൻ്റെ അടുത്തായിരുന്നപ്പോൾ ഇവർ വിളിച്ച് കഴിഞ്ഞാൽ എന്ത് ഫോൺ എടുക്കില്ല. പിന്നെ ഇവർ ഭയങ്കര നെഗറ്റീവ് കമൻറ്റ്. അപ്പോൾ ഞാൻ ചോദിച്ചു, സാർ ഒരു ദിവസം സാർ ഷോപ്പ് ചെയ്യണതിൻ്റെ ഒരു ചെറിയൊരു അംശം ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒരു ഈന്തപ്പഴമോ ചിപ്സോ ചീടയോ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തൂടെ? അത് നമ്മുടെ സന്തോഷമല്ലേ അത്? നിങ്ങളവിടെ ജോലി ചെയ്തോളൂ. അപ്പോൾ അത് എൻ്റെ മകനാണ്, അല്ല എൻ്റെ മകൻ കൊണ്ട് തന്ന എനിക്ക് അഭിമാനമാണത്. മറ്റുള്ളവർ തന്ന് കഴിക്കണേലും നമ്മുടെ അമ്മ അല്ലെങ്കിൽ നമ്മുടെ മകൻ കൊണ്ട് തന്ന സാധനത്തിന് പ്രയോറിറ്റി വിടും. അതാണ് ഒരു സ്ഥലത്തും ശരിക്കും വാർദ്ധക്യം ഉപേക്ഷിക്കപ്പെടാൻ പാടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്നെ വളരെയധികം ഹൃദയ സ്പർശിച്ച ഒരു സിനിമയാണ് സുരേഷ് ഗോപിയുടെ ഉള്ളം. അവിടെ കന്യാകുമാരിയിൽ ഞാൻ കരഞ്ഞു പോയി. കാരണം അദ്ദേഹത്തിന് ഭയങ്കര സൈക്കാട്രി പ്രോബ്ലം ആയിട്ട് ഭാര്യ പോലും അതിൻ്റെ ലാസ്റ്റ് മകനായിട്ടല്ല അവർ ആത്മഹത്യ ചെയ്യണം. അപ്പോൾ അതൊക്കെ ഭയങ്കര, ഇന്നും സിനിമകളുണ്ട് നമുക്ക് ഹേർട്ടായിട്ട്. പക്ഷേ സമൂഹത്തിലെ ആൾക്കാർ പിന്നെയും തെറ്റുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഞാൻ പറയണത്രേ, വീട്ടിൽ അവരെ ഒരുപാട് നമ്മുടെ കസിൻസൊക്കെ വരുമ്പോൾ അകത്തി നിർത്തുക. അവർ രാജകുമാരിനെ പോലെ സോഫയിലിരുന്ന അമ്മയായിരിക്കും, അതായത് 1, 2, 3, 4 വർഷം മുമ്പ്. അല്ലെങ്കിൽ അവർ ഒരുപാട് പേരെ ഭരിച്ച സ്ത്രീയായിരിക്കും അല്ലേ? അപ്പോൾ ഇപ്പോൾ അവരെ അങ്ങോട്ട് താത്തി കെട്ടി സംസാരിക്കുക അവർക്ക്. അപ്പം നാളെ ആ ചെയർ അല്ലെങ്കിൽ ആ പാത്രം നാളെ ഇവർക്ക് വേണ്ടി ഒഴിച്ചിട്ടൊക്കെ എന്താണേ? അതാണ് ശരിക്കും. അപ്പോൾ ഒരു നമ്മുടെ അമ്മമാരൊക്കെ എനിക്ക് ഭയങ്കര നിർബന്ധമാണ് എൻ്റെ അമ്മമാർ നല്ല സുന്ദരികളായിട്ടിരിക്കണം എപ്പോഴും. മരിച്ച് കിടന്നാൽ പോലെ ഒരു അണിയിച്ചൊരുക്കി കിടത്തി വിടണം, നിർബന്ധമാണത്. ഞാൻ ശ്മശാനത്തിലൊക്കെ ദഹിപ്പിക്കാൻ പോകും വരെ. ഇവരെ നമ്മൾ ചില മക്കൾക്ക് കൊണ്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ശ്മശാനത്തിലേക്ക് നമ്മൾ വിളിച്ച് പറഞ്ഞിട്ട് ചങ്ങമ്പുഴയിലും അവിടെയൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് മാഡം വരുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പിന്നെ അതിനെന്താ ഞാൻ വരാമല്ലോ. ഞാൻ പോയി ചിത കൊളുത്തിയിട്ടുണ്ട്. ചിത കൊളുത്തും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നിട്ട് ഒരു 2-3 മാസം കൂടുമ്പോൾ ഇവർക്കെല്ലാം പോയി ആലുവ മണപ്പുറത്ത് ബലിതർപ്പണം ചെയ്യും. ആരും ഇല്ലല്ലോ, ഇവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടല്ലോ. ഇത്രയും അമ്മമാർ ഇപ്പം ചിത കൊളുത്തിയിട്ട് ഞാൻ ഒരു ആ ബോഡി ഒരു അമർന്ന് കഴിയുമ്പോൾ കനലുകൾ വരുമ്പോൾ ഞാൻ ആ ശ്മശാനത്തിന് ഇറങ്ങി പോകുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാവരും പോയിട്ട് പോയി ഞാൻ നിന്നിട്ടുണ്ട്. ആരും ഇല്ലാണ്ട് ഞാൻ ആംബുലൻസ് ഡ്രൈവറും എൻ്റെ ഡ്രൈവറും കൂടി പോയി ദഹിപ്പിച്ചിട്ടുണ്ട്. ചേച്ചി വരണ്ട, ഞാൻ പറ്റില്ല, ഞാൻ വരണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ഉപേക്ഷിക്കപ്പെടണില്ല, ശ്മശാനം വരാൻ നമ്മൾ പിന്നാലെ ഉണ്ട്. അതെ. അപ്പം അമ്മ മരിച്ചു പോയാലും ആ ആത്മാവിന് ചുറ്റിപ്പറ്റി ഞാൻ എന്നുള്ളൊരു ഇതിലുണ്ട്. അമ്മേനെ അണിയിച്ചൊരുക്കുമ്പോൾ ഞാൻ കൂടെയുണ്ട്. അമ്മേനെ അവിടെ കൊണ്ട് സ്റ്റാഫിനോട് പറയും. കാരണം അവർക്ക് ഒരു ഫാമിലി ഉള്ളതല്ല, നമ്മൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളില്ലാത്ത കാരണം കൊണ്ട് വരണ്ട, ഞാൻ പോയിക്കോളാം എന്ന് പറയും. മാഡം പോകണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ കൂടെ ഉണ്ട് പയ്യൻ പറയും ഞാൻ പോയിക്കോളാം ചേച്ചി എന്ന് പറയുമ്പോൾ വേണ്ടടാ ഞാൻ വരാം. കാരണം അങ്ങനെ അതുകൊണ്ട് ഈ ശ്മശാനങ്ങളിൽ എല്ലാവർക്കും എന്നെ അറിയാം. അപ്പോൾ ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ പേർക്കും ഈ വീട്ടിൽ ചിലപ്പോൾ മുതിർന്ന ആളുകളുണ്ടാവും. പക്ഷേ എങ്ങനത്തെ ആളുകളാണ് ശരിക്കും ആത്മീയത്തിനെ കോണ്ടാക്ട് ചെയ്യേണ്ടത്? ശരിക്കും ഓൾഡ് ഏജ്. ഇപ്പോൾ ഓൾഡ് ഏജിനെ ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ആത്മീയത്തിനെ ഓർക്കുക, ധൈര്യമായിട്ട് വിളിക്കുക. നമ്മൾ 101% ഞാൻ ഉറപ്പ് വരും. കാരണം നമുക്ക് ഒരിക്കലും നമ്മുടെ അമ്മമാരവിടെ ഒരു കെയർലെസ് ആയിട്ട് ഇത് ചെയ്യില്ല. നമ്മൾ അതിൻ്റെ എന്താണോ രോഗാവസ്ഥ അതനുസരിച്ച് നമ്മൾ കെയർ കൊടുക്കാം. നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഒരിക്കലും കൊടുക്കില്ല കേട്ടോ, നമ്മൾ കെയറാണ്. ഇപ്പോൾ ഒരു ഡോക്ടറുടെ അണ്ടറിൽ വന്നിട്ട് ആ മെഡിസിനൊക്കെ നമ്മൾ എടുത്തു കൊടുക്കുക. ഒരു മെഡിക്കൽ ടച്ചോട് കൂടി അവരെ നോക്കാം. ഇപ്പോൾ ഒരു ഇത് വരാണെങ്കിൽ തന്നെ ഒരു നഖം വെട്ടാണെങ്കിൽ നമ്മളൊരു ഹോം നേഴ്സ് പ്രൊഫഷണൽ ടച്ചല്ല ചെയ്യുക, മെഡിക്കൽ ടച്ചാണ് ചെയ്യുക. കൈ നനച്ച് വെച്ച് നഖം വെട്ടും. ഇപ്പോൾ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ ബെറ്റാഡിൻ ലോഷൻ വെച്ച് തുടയ്ക്കുക, അത് ഡ്രസ്സ് ചെയ്യുക. ഇപ്പോൾ ഒരു സോഡിയം കുറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറെ വിളിക്കുക, ഡോക്ടർ വരാ, നമ്മൾ നിർദ്ദേശിക്കുന്ന സോഡിയം കൊടുക്കുക. അതൊക്കെയാണ്. പിന്നെ നമ്മൾ ഹെയർ കട്ട് ചെയ്യുക, മൗത്ത് വാഷ് ചെയ്യുക, ഡെയിലി 2 നേരം പല്ല് തേപ്പിക്കുക. പല്ല് തേക്കാൻ പറ്റാത്തവർ നമ്മൾ എന്ത് ചെയ്യും?
വാഷ് കൊടുക്കണം. കൊടുക്കുക. അതെ. മൗത്ത് വാഷ് വെച്ച് നമുക്ക് ക്ലീൻ ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ പല്ല് തേപ്പിക്കുക. അവർക്ക് അവരുടേതായ ഇപ്പോൾ ഒരു നമ്മൾ നടക്കണ ഒരു വ്യക്തിത്വം 24 അവർ സ്വന്തം ബോഡിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. അവർക്ക് ഒരിക്കലും നിൽക്കണില്ല. അവരെ കുളി, പല്ല് തേപ്പ്, ഭക്ഷണം കഴിക്കൽ, വാരി കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ വാരി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളുടെ മുഖത്തേക്കൊക്കെ തുപ്പും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ കുട്ടികൾ പറയും എന്താ അമ്മേ ഇത്, എന്താ വെച്ചാൽ അതെന്ന് ചോദിക്കും. അപ്പം എനിക്ക് ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എൻ്റെ സ്റ്റാഫുകൾ തന്നെ കേട്ടോ. നല്ല അടിപൊളിയാണ്, എല്ലാവരും നല്ല സെറ്റായിട്ട് ചെയ്യും, ദേഷ്യപ്പെടുകയൊന്നുമില്ല. അത്രയും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവരതിനകത്ത് അങ്ങോട്ട് ഇൻക്ലൂഡിങ് ആയിട്ടാണ് ഡീപ്പായിട്ട് അവരിലേക്ക് ചെന്നിട്ട് ഇപ്പോൾ ഒരു ബൈഹാത്താണ് അച്ഛനമ്മമാരെ ഹിസ്റ്ററികളും കാര്യങ്ങളും എല്ലാവർക്കും അറിയാം. ഇങ്ങനെയാണ് ഇന്നത്തെ കഴിക്കുള്ളൂ മാഡം എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അച്ഛൻ ഇങ്ങനെ ഇപ്പോൾ 33 പേഷ്യൻറ്റിൻ്റെ എല്ലാ ഹിസ്റ്ററികളും ഏതൊക്കെ മെഡിസിൻ അവർ കഴിക്കേണ്ടത് എനിക്കും അറിയാം. ഞാൻ ഒരിക്കലും എൻ്റെ ക്യാബിനിൽ ഇരിക്കണില്ല. അതെ, മനസ്സിലായി. ഞാൻ അവർ വന്ന് അവരുടെ സമ്മറി എടുത്ത് നോക്കി ആ സമ്മറിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതെല്ലാം. ഇപ്പോൾ നമ്മളൊരു അഡ്മിഷൻ വരാണെങ്കിൽ തന്നെ സമ്മറി നമ്മൾ ചോദിക്കുക അവരെന്തായിരുന്നു എന്ന് അറിയണ്ടേ. അപ്പോൾ അവർക്ക് എന്തൊക്കെ മെഡിസിനുകൾ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അവരെ ബിഹേവിങ് ചെയ്യുന്ന ചിലർ നമ്മൾ ഒളിച്ചു വയ്ക്കും ഡിസീസുകൾ. ഒരു കമ്മ്യൂണിക്കോ ഡിസീസ് ഒളിച്ചു വയ്ക്കും ചില ബൈസ്റ്റാൻഡേഴ്സ്. കാരണം ഇപ്പോൾ TB ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒളിച്ചു വയ്ക്കും. അങ്ങനെയൊക്കെ വന്നിട്ട് അപ്പോൾ നമുക്ക് ഈ അച്ഛനമ്മമാരെ നോക്കണോ. ഇപ്പോൾ നമ്മുടെ സ്റ്റാഫുകൾക്ക് ഒരു കുടുംബം ഉണ്ടല്ലോ, അത് നമ്മൾ നോക്കണ്ടേ. അപ്പോൾ കസ്റ്റമർ നമ്മളെ കമ്പിളിപ്പിക്കും ചിലപ്പോഴൊക്കെ. കമ്മ്യൂണിക്കോ ഡിസീസൊക്കെ വന്നിട്ട് അവരത് ഒളിച്ചു വയ്ക്കും. എന്നിട്ട് നൈസായിട്ട് കൊണ്ടുവന്നപ്പോൾ നമ്മൾ സമ്മറി ചോദിക്കും. സമ്മറി ചിലർ പറയും അയ്യോ മിസ്സിങ് ആണല്ലോ അതാണ് ഇത് പറ്റില്ല, നമുക്കപ്പോൾ ഏത് ഹോസ്പിറ്റലാന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തോളാം അത് പറയും. കാരണം ഇവർക്കിടെയൊക്കെ ചിന്താഗതികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡിസീസ് അവർക്ക് വരാൻ പാടില്ല, കൂടെയുള്ളവർക്ക് വന്നോട്ടെ. പക്ഷെ നമ്മൾ എടുക്കാൻ തയ്യാറാണ്. പക്ഷെ അതിനുള്ളൊരു സെക്യൂരിറ്റി ഇത് എടുക്കണ്ടേ നമ്മുടെ കുട്ടികൾക്കെന്ന് വെച്ചാൽ അവർക്ക് ഭർത്താവുണ്ട്, കുട്ടികളുണ്ട്, ഫാമിലി ഉണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പോൾ അവരത് ചിന്തിക്കണല്ലോ. അങ്ങനെ സെൽഫിഷായി ഒരുപാട് പേരുണ്ട് കേട്ടോ. ഒരുപാട് അസുഖങ്ങൾ H1N1 ഒക്കെ നമുക്ക് വെച്ചിട്ട് നമ്മളപ്പോൾ തന്നെ റിട്ടേൺ അതൊക്കെ ഒരു ഐസൊലേഷൻ കൊടുക്കേണ്ടതാണ്. അത് ഹോസ്പിറ്റലൈസേഷൻ തന്നെ വരുള്ളൂ. അത് നമ്മൾ ത്രൂ അച്ഛനമ്മമാർ ഒരു അസുഖമില്ലാണ്ട് കിടക്കണവർക്കൊക്കെ വരില്ലേ. അതുകൊണ്ട് ഞാൻ സമ്മറി മസ്റ്റായിട്ട് ചോദിച്ചിരിക്കും. കാരണം രോഗങ്ങൾ ആർക്കും വരാം, പക്ഷെ നമ്മൾ ഒന്നിൽ കൂടുതൽ പേർക്ക് നമ്മളായിട്ട് കൊടുക്കുന്നത് തെറ്റല്ലേ. സത്യം. അപ്പോൾ അത് സേഫ് കോർണറിലേക്ക് നീക്കിയിട്ട് തന്നെ കൊടുക്കുള്ളൂ. പിന്നെ HIV നോക്കും, ഡെഫിനറ്റ്ലി നോക്കേണ്ട കാര്യമാണ് HIV ആണ്. കാരണം ഈ അച്ഛനമ്മമാരൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്നില്ല. അവരൊക്കെ വല്ലയിടത്തൊക്കെ പോലെ നീഡിൽ പ്രിക്കും കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട്. എൻ്റെ അമൃത ജോലിയിലിടയ്ക്ക് എനിക്ക് ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നടന്നു വന്നവർക്കൊക്കെ നമ്മൾ ടെസ്റ്റ് അടിച്ചിട്ടായിരിക്കും അവർ പോസിറ്റീവ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതൊക്കെ നമുക്ക് അനുഭവങ്ങൾ നമ്മുടെ മെമ്മറിയിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ചെറിയ കുട്ടി വന്നാലും വലിയ കുട്ടി വന്നാലും ഒരു മധ്യവയസ്കൻ വന്നാലും നമ്മൾ ഫസ്റ്റ് സീറോളജി ടെസ്റ്റ് എടുത്തിരിക്കും. ഇപ്പോൾ അവർ ഹോസ്പിറ്റലിൽ എടുത്തില്ലെങ്കിൽ നമ്മളെടുക്കും സീറോളജി. എനിക്ക് ഭയങ്കര നിർബന്ധമാണ് നമ്മുടെ ആത്മീയത്തിൽ ജോലി ചെയ്യുന്ന കുട്ടികൾ സേഫായിട്ടിരിക്കണം. അവരും സേഫാകണം, അവർ നോക്കണവരും സേഫാകാൻ. കാരണം ഇവർക്ക് അസുഖമാണെങ്കിൽ അമ്മമാർക്കും വരില്ലേ. അപ്പോൾ എല്ലാവർക്കും രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കണം, അത് പകർത്താലല്ല വേണ്ടത്. നമ്മുടെ ഒരു ഐസൊലേറ്റഡ് ആയിട്ട് നമ്മൾ ആ റൂമുകളിൽ ചൂസ് ചെയ്തിട്ട് അതിനുള്ള മെഡിക്കൽ സൗകര്യങ്ങൾ ഇപ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു TB വന്ന ഒരാളെ നമ്മൾ സിമ്പതി തോന്നി അഡ്മിഷൻ എടുത്ത് എത്രയോ പേര് അവിടെയുണ്ട്. ആ സമയം ആളെ തന്നെ ഒരു ഐസൊലേഷൻ വെക്കുകയാണെങ്കിൽ അതവിടെ ഒതുങ്ങും അല്ലേ. അങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ ഒരുപാട് നമ്മൾ കമ്പളിപ്പിക്കപ്പെടാനുള്ള സാധ്യതകളുള്ള ഫീൽഡാണ് ഇവർ. പിന്നെ ചിലരൊക്കെ ഒരു 100-ൽ 2-3 വ്യക്തിത്വങ്ങളൊക്കെ വരെ ഇൻസൾട്ടിങ് ഇതായിട്ട് സംസാരിക്കുന്ന വ്യക്തിത്വങ്ങളുണ്ട് കേട്ടോ. കാരണം അവരുടെ അച്ഛനമ്മേനെ നോക്കിയാലും ഇത് നിങ്ങളുടെ തൊഴിലല്ലേ, അങ്ങനെ ഒരു ഇൻസൾട്ടിങ് നമുക്കും കിട്ടിയിട്ടുണ്ട്. ഇപ്പം എല്ലാം ഒരു നല്ല രീതിയിലല്ല ഇതൊന്നും കിട്ടിയിട്ടല്ല, എല്ലാവരും നല്ല രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പച്ച മലയാളത്തിൽ നന്ദിയില്ലായ്മയൊക്കെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ അത്രയും നേരം വരെ പൊന്നുപോലെ നോക്കിയൊക്കെ എടുത്ത്. അപ്പം ഞാൻ എപ്പോഴും പറയും നിങ്ങളോട് ഞങ്ങൾക്ക് കമ്മിറ്റ്മെൻ്റ് ഇല്ല കേട്ടോ, എനിക്കുള്ളത് ആ വൃദ്ധരോടാണ്, അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ നന്ദി പോലും അത്രയും ബെഡ് സോറൊക്കെ വന്ന് ഭയങ്കര ഇതായിട്ട് വരുന്ന പേഷ്യൻസിനെ കുട്ടികളൊക്കെ പുഴുവൊക്കെ വന്നവരെ കൊണ്ടുവരുമല്ലോ. അപ്പോൾ ഫ്ലാറ്റുകളിലൊക്കെ നമുക്ക് കൂടുതലും വന്ന് ഫ്ലാറ്റുകളിൽ ഒറ്റപ്പെട്ട് കിടക്കും. ഒരു വർഷം 2 വർഷമായിട്ട് കുളിക്കാത്തവരൊക്കെ വന്നിട്ടുണ്ട്. ദൈവമേ, എന്നെ യൂട്യൂബിൽ കാണിക്കാൻ പറ്റും. എന്താ പറയുക, നമ്മുടെ ഈ എന്താ പറയുക പരുന്തിൻ്റെ ഒക്കെ ഇത് ഇങ്ങനെ വളർന്ന പോലെ നഖങ്ങൾ വളർന്ന് 1.25 വർഷമൊക്കെ വെള്ളം കാണാത്ത അമ്മമാർ നമുക്ക് വന്നിട്ടുണ്ട്.
അപ്പൊ ഇവരുടെ കുട്ടികളൊക്കെ അബ്രോഡ് ആയിരിക്കും. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെമൻഷ്യയുടെ ഏറ്റവും നല്ല പീക്ക് കോണിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ഇവർ നോക്കിയയുടെ ഫോണൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ അവിടെ നിന്ന് വിളിക്കുമ്പോൾ ആ ഫോൺ എടുക്കും, സംസാരിക്കും, ഫോൺ വെക്കും. അമ്മ എന്താണ് ചെയ്യണേന്നോ അമ്മ ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കണേന്നോ ഒന്നും ഇവർ വെളിപ്പെടുത്തണില്ലല്ലോ. ഇവർ മലമൂത്ര വിസർജനം താഴെ ചെയ്യും കയറിക്കിടക്കും. അപ്പോൾ ആരോ കൊണ്ടു കൊടുക്കണ കഞ്ഞി വന്ന് കുടിക്കും, ആഴ്ചയിൽ ഒരു ഹോം നേഴ്സ് വന്ന് അടിച്ചു വാരി തെളിക്കും. പക്ഷേ ഈ ഇപ്പോൾ കലൂര്, കടവന്ത്ര അവിടെയൊക്കെ ഫ്ലാറ്റുകൾ ഒരുപാട് പേരുണ്ട്. കാരണം അപ്പോൾ അവർ ചിന്തിക്കണില്ല. ഇന്ന് ഇപ്പോൾ എറണാകുളം പോലെ സിറ്റിയിൽ ഒരുപാട് സർവീസുകളുണ്ട് ഡെയിലി. അവരെ വിളിച്ച് വന്ന് അവർ വീട്ടിൽ ചെന്ന് അവർ കുളിപ്പിച്ച് നല്ല സർവീസും കൊടുത്തിട്ട് പോരും. പക്ഷെ അത് മക്കൾ ചിന്തിക്കണില്ല. നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ഈ നൈറ്റ് ഈ ശരീരത്തോട് ഒട്ടിക്കിടന്ന ഒരു അമ്മ എനിക്ക് വന്നിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ. കാരണം അപ്പം എത്രയും നാളെ അവർ കുളിച്ചിട്ടില്ല. ഞാനിപ്പോഴും എൻ്റെ മെമ്മറി കിടക്കുന്ന മജന്ത നൈറ്റി ആയിരുന്നു. ആ നൈറ്റ് എനിക്ക് കാണാൻ പറ്റണില്ല. കാരണം യൂറിനും മോഷനും എന്താ പറയുക, ഒരു എല്ലാം കൂടി ചെളിയും കൂടി മിക്സ് ചെയ്തിട്ട് ഇപ്പോഴും നമ്മളെ സുന്ദരിയായിട്ടിരിക്കുക വീട്ടിൽ. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചന്ദനക്കുരി മുട്ടൊക്കെ കുത്തി നല്ല സുന്ദരിയായിട്ടിരിക്കും. എനിക്ക് അതിനെ കെട്ടിപ്പിടിക്കുമ്പോൾ കിട്ടുന്ന സുഖം വേറെ ഒരു സാധനം കെട്ടിപ്പിടിച്ചാലും കിട്ടില്ല. ആ വന്ന വഴിയിൽ നമുക്കൊരു എന്താ പറയുക, തെരുവിൽ നിന്നൊക്കെ എടുത്ത ഒരു ഇത് ഫ്ലാറ്റിൽ നിന്നാണ് എടുത്തതേ. അതാണ്. അപ്പം ഇപ്പം ഏറ്റവും കൂടുതൽ വൃദ്ധർ താമസിക്കുന്ന സ്ഥലം എറണാകുളം സിറ്റിയാണ്. ഞാൻ എപ്പോഴും പറയാം, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ അച്ഛനമ്മമാർ ഒരു 3 മാസം കൂടുമ്പോൾ പോയി ജസ്റ്റ് ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഒരു CCTV എങ്കിലും വെക്കുക. അപ്പോൾ അവർക്ക് ഡെമൻഷ്യ വന്നു അവരെന്താണ് ചെയ്യണേന്നും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ അവിടെ നിന്ന് കുറേ പൈസ ഉണ്ടാക്കി തിരിച്ചു വരുമ്പോൾ നമ്മുടെ യൗവനവും പോവും, വാർദ്ധക്യം അവിടെ പോയി, നമുക്ക് ജന്മം തന്നവർ തീറും പോയിട്ടുണ്ടാവും. അതെ, ആ ഒരു CCTV വെച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ ഇത്. അതെ. ഇപ്പം ഈ ബെഡ് സോറിൻ്റെ കാര്യം പറഞ്ഞപ്പം മിക്കെല്ലാ വീട്ടിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു മുതിർന്ന ആളുണ്ടാവും, ചിലപ്പോൾ ബെഡ് റിഡൺ ആയിരിക്കും. അപ്പോൾ ഈ ബെഡ് സോറ് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ബെഡ് സോറ് വരാതിരിക്കുകയാണെന്ന് പറയുമ്പോൾ ബെഡ് സോറ് ഒരു ദിവസത്തിനുള്ളിൽ വരും. ഓക്സിജൻ സർക്കുലേഷൻ സ്റ്റോപ്പ് ആവൂല അവിടെ. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ, ഇപ്പോൾ നമ്മൾ ഒരു സർജറി കഴിഞ്ഞ ആൾക്കാർക്ക് ബെഡ് സോറ് വരാറുണ്ട്. ഒരു ബാക്ക് സർജറി കഴിഞ്ഞ് ഒരേ കിടപ്പ് കിടക്കാമല്ലേ, എയർ ബെഡ് ഇട്ടാലും ചിലർക്ക് വരും. ഒരു റെഡ്നെസ് വരും, പിന്നെ അവിടെ കുത്തു വരും, പിന്നെ അത് പൊട്ടും. ഒരു 1 ഡേ വരാം. ഇപ്പോൾ 24 hours നമുക്കും വരാം. നമ്മൾ ഒരു സർജറി കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു കാലിൻ്റെ സർജറി കഴിഞ്ഞ് കിടന്നാൽ ബെഡ് സോറ് വരാം. അത് വരാതിരിക്കണം, ചെരിച്ച് കിടത്തണം. നമ്മൾ ചെരിച്ചെടുത്ത് മുറിവെണ്ണയോ അതിനുള്ള ലോഷനുകളൊക്കെ എടുത്ത് ബോഡി ഒന്ന് ഓക്സിജൻ സപ്പോർട്ട് കൊടുക്കണം. അതാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ICUലൊക്കെ കിടന്ന് നമുക്ക് ബെഡ് സോറ് വരും. അപ്പോൾ പിന്നെ വാർദ്ധക്യത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ. ഒരു യങ് ആയിട്ടൊരാൾ ഒരു സർജറി ചെയ്ത് ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആൾക്ക് ബെഡ് സോറ് വരും. അപ്പോൾ പിന്നെ മാതാപിതാക്കളുടെ ഓൾഡ് ഏജിൽ സ്കിന്നിന് ഇത്രയും പ്രശ്നമുള്ള ആൾക്ക് ബെഡ് സോറ് എപ്പോഴെന്നൊന്ന് ചോദിച്ചാൽ പോരെ. വന്നു കഴിഞ്ഞ് മാറാൻ പാടാണെന്നേ. ഇങ്ങനെ പൊട്ടി ഇരിക്കും. പൊട്ടി കഴിഞ്ഞ് ഭയങ്കര സ്മെല്ലായിരിക്കും. ദുർഗന്ധം എന്ന് അതിന് പറയണ പേര്. നമ്മുടെ മാംസം ചീഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയോ വന്ന അതേ മണമായിരിക്കും. നമ്മളവരെ കൊണ്ടുവന്ന് 3 നേരം നമ്മളവർ കെയർ കൊടുക്കും. അവർക്ക് 3 കെയർ കൊടുത്ത് തുടപ്പിച്ച് അത് ഓപ്പൺ ചെരിച്ച് കെടുത്തിട്ട് ഫാൻ വെച്ച് കൊടുക്കുകയാണ്. പൊടിയിട്ടിട്ട് ഫാൻ വെച്ച് കൊടുത്ത് ആ സ്മെല്ല് കളയും. നമ്മൾ കട്ട് ചെയ്ത് സ്മെല്ല് കളയുമ്പോൾ തന്നെ അവർക്ക് സന്തോഷമാവും. നമ്മളിന്നും പല ഫേവറേറ്റായ ആൾക്കാരുടെ അമ്മമാരെ അവർ നാണക്കേട് കാരണം കൊണ്ടുവന്നാക്കൂലല്ലോ. എവിടെ കൊണ്ടുവന്നാക്കിയേക്കണം ഞാൻ വയോജന വൃദ്ധ പരിപാലനം എന്ന് പറയുമ്പോൾ അവർക്ക് നാണക്കേട്. പക്ഷെ അവർ ഓപ്പോസിറ്റ് നിൽക്കണ അമ്മ അനുഭവിക്കണ വേദന അവർക്കറിയില്ലല്ലോ. സത്യം. ഇന്നത്തെ സമൂഹത്തിൻ്റെ ചിന്താഗതികളാണത്. നാണം. എൻ്റെ അമ്മേനെ അവിടെ കൊണ്ടുവന്നാക്കിയേക്കാന്ന് പറയുമ്പോൾ ഭയങ്കര ബന്ധുക്കൾ അറിഞ്ഞ നാണക്കേട്. പക്ഷെ ആ സ്ത്രീ അല്ലെങ്കിൽ ആ പുരുഷൻ അവിടെ കിടന്ന് അനുഭവിക്കുന്ന വേദന അവർക്ക് അറിയണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു എന്താ പറയുക, അപ്പോൾ അത് ഒരു ചിന്താഗതികളാണത്. ഇപ്പോൾ ഒരുപാട് കാലഘട്ടം ഒരുപാട് മാറി. നമ്മുടെ അച്ഛനമ്മമാരെ നല്ലവണ്ണം നോക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഇന്നത്തെ. പൈസ ഉണ്ടെങ്കിൽ സൗകര്യങ്ങളുണ്ട്. ആ പൈസ ചിലവാക്കാനുള്ളൊരു മനസ്സ് കാണിച്ചാൽ മതി. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഒരു ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു ബിരിയാണി വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് മേടിച്ചു തരാൻ കാണിച്ചൊരു മനസ്സുണ്ടല്ലോ. അന്ന് അത്രയും കൂടുതൽ പൈസ കയറുന്നു. ഇന്ന് സിമ്പിൾ പൈസയാണെങ്കിൽ അന്ന് അപൂർവമായി കിട്ടുന്ന സാധനമാണ് ബിരിയാണി. ഇന്നല്ലേ കല്യാണം ബിരിയാണി എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഒരു 10-40 വർഷം മുമ്പ് നമുക്ക് മേടിച്ചു തരാനുള്ള ആ മനസ്സാണ് ഇന്നൊരു ബിരിയാണിക്ക് വേണ്ടി ഇവിടെ നിൽക്കുന്നത്. അത് മക്കൾ ചിന്തിക്കണില്ലേ? അപ്പോൾ ഇവർക്കിടെയൊക്കെ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ അമ്മയ്ക്ക് വയസ്സായില്ല, അമ്മ എന്തിനതൊക്കെ തിന്നണേന്നാണ്.
അവർക്ക് നേരെ ജോലിന് ഭക്ഷണ ആഗ്രഹങ്ങളില്ലേ. ഇവർക്ക് ഇപ്പോൾ ഞാൻ എല്ലാ മക്കളോടും പറയണ ഒരു കാര്യമാണ്, നിങ്ങളുടെ കുട്ടികൾക്ക് രണ്ട് എന്താ ചോക്ലേറ്റ് വേണമെങ്കിൽ ഒരു ചോക്ലേറ്റ് അമ്മയ്ക്ക് വാങ്ങിച്ചോ. അതല്ലേ, ഇപ്പം 3 പിള്ളേർ നിരന്നിരിക്കുമ്പോൾ അമ്മ ഒരു കുട്ടിയാണ് കൊടുത്തോ. ആ സന്തോഷം, ആ മുഖത്ത് വിരിയണ സന്തോഷം ഭൂമിയിൽ ഒരു ആൾക്കും നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. അമ്മേനെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഡ്രസ്സ് മേടിച്ചു വന്നു കഴിഞ്ഞ് ഇത് അമ്മയ്ക്കാണ് എന്ന് പറയുമ്പോൾ കിട്ടണ ആ ഒരു സന്തോഷം, അത് നമ്മൾ നേടിയെടുക്കണം. എന്നാലേ നമുക്ക് തിരിച്ചിടും. അത് കാണുന്നത് ആരാണ്? നമ്മളെ മക്കളല്ലേ അപ്പുറത്തിരുന്ന് കാണുന്നത്, അല്ലേ? അതെ. എൻ്റെ അച്ഛനും എൻ്റെ അച്ഛമ്മയ്ക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ വാർദ്ധക്യങ്ങളും സ്വീകരിക്കപ്പെടേണ്ടവരാണ്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഉറക്കം കടത്തുന്ന ഒരു കാര്യമാണ് വാർദ്ധക്യം. അതെ. ഇപ്പോൾ എത്രയോ ഈ അമ്മമാരും അച്ഛന്മാരുടെ കൂടെയൊക്കെ ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു മരുന്ന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹവും പരിചരണവും ഒക്കെ കൊടുത്ത് അവർ ബെറ്റർ ആകുന്ന കേസസ് വളരെയധികം പിന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ എനിക്ക് ബാംഗ്ലൂർ കോടതിയിൽ പ്രാക്ടീസ് ചെയ്ത ലോയർ അമ്മ വന്നിട്ട് ഇപ്പോൾ 4 വർഷമായി. അമ്മേനെ ഒരു 1 വീക്ക് കൂടുതൽ പോകൂലേ മിനിന്ന് ഡോക്ടർ വിളിച്ച് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ റൈസ് ട്യൂബൊക്കെ ഇട്ട് വന്നു. അപ്പോൾ അമ്മ എപ്പോഴും ഉണ്ട് എൻ്റെ കൂടെ 96. അമ്മ ഇപ്പോൾ എൻ്റെ വളരെ സുന്ദരിയായിട്ടൊരു ഇതായിട്ട് നല്ല രസമായിട്ട് അമ്മ ഇരിക്കണം. അമ്മയ്ക്ക് ഒന്നും ഓർമ്മയില്ല. വർത്താനൊക്കെ പറയും, ഇന്നെന്താ കുട്ടി എന്നെ കാണാൻ വരാഞ്ഞേ. എന്നെ പിള്ളേരെയൊക്കെ ഓർമ്മയുണ്ട്, അമ്മയുടെ ബന്ധുക്കളെയൊന്നും ഓർമ്മയില്ല. അമ്മ വക്കീലായിരുന്നു എന്നുള്ള ഓർമ്മയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അമ്മേനെ വക്കീലൊക്കെ യുവർ ഓണർ എന്നൊക്കെ വിളിക്കും. അതൊക്കെ വിളിക്കും. ഇപ്പം കേസ് വാദിച്ചാലോ, ഇന്ന് എൻ്റെ കേസ് എന്നൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കുക ഇടയ്ക്കിടയ്ക്ക്. കുട്ടിക്ക് എന്നെ കളിയാക്കാനെന്ന് അങ്ങനെ ഉണ്ട് ഒരുപാട്. ഇപ്പം എനിക്ക് 5 വർഷമായവരുണ്ട്, ഇപ്പം മരിക്കുമെന്നും പറഞ്ഞു കൊണ്ടുവിട്ടവരൊക്കെ നമുക്കുണ്ട്. ഇപ്പം ഇതിലും വലിയ സാഡായിട്ടോ കാര്യം, ഇപ്പം മരിക്കുമെന്നും പറഞ്ഞു കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷകളുള്ള ചില മക്കളുമാരുണ്ടല്ലോ, അച്ഛനമ്മ മരിച്ചു പോകുമല്ലോ ഒരാശ്വാസം എന്ന് വിചാരിക്കണവരുണ്ട് കേട്ടോ. അച്ഛനെ നമ്മൾ ഷർട്ടും കുപ്പായൊക്കെ ഇടുമ്പോൾ എടുക്കാനായിട്ട് ടാക്സി കയറ്റി വിടുമ്പോഴൊക്കെ ചീത്ത കേട്ടിട്ടുണ്ട് എനിക്ക്. ശരിക്കും ഇപ്പം ഇത് അടുത്ത എന്താ മിനി ഇത് എന്നോട് ചോദിക്കും. ഞാൻ എന്താ മിനി ഇത് ഇങ്ങനെ കയറും. അപ്പം നമ്മളെന്താണ് പ്രോട്ടീൻ മേടിച്ചാട്ടെ, വാസലിൻ മേടിച്ചാട്ടെ, അച്ഛന് ഫ്രൂട്ട്സ് മേടിച്ചുകൊണ്ട് നട്ട്സ് മേടിച്ചിട്ട്. അത് എന്താണ് അവർ ടയേർഡാകാൻ കാരണം? എന്താ പ്രോപ്പർ ചാനകളുടെ ഫുഡ് കൊടുക്കണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർക്കിടെയൊക്കെ കൺസെപ്റ്റ് ഒരു ഫ്ലാറ്റ് എടുത്ത് ഒരു ഹോം നേഴ്സിനെ വെച്ച് കൊടുത്ത് എല്ലാം ആയെന്നാണ്. ഹോം നേഴ്സ് ഫെസിലിറ്റീസിനെ കുറ്റം പറയാമല്ലോ കേട്ടോ, പക്ഷെ അവർ ഈ ഒരു മെഡിക്കൽ കെയർ അവർക്ക് അറിഞ്ഞുകൂടാ. അവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അവരുടെ വീക്ക്നെസ് പോയിൻ്റ് എന്താണെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇവർ ഇന്നത്തെ കാലത്ത് എല്ലാവരും മൊബൈലാണല്ലോ. ഇപ്പോൾ അച്ഛനവിടെ മലമൂത്ര വിസർജനം ചെയ്ത് കിടന്നാലും ഹോം നേഴ്സ് മൊബൈലിലായിരിക്കും. കാരണം നമുക്കിടെ ഇതിൽ നമ്മൾ മൊബൈൽ ഉപയോഗിക്കില്ല. കാരണം നമ്മുടെ അച്ഛനും അമ്മയും മലമൂത്ര വിസർജനം ചെയ്ത സ്റ്റിൽ ആ ടൈമിങ്ങിൽ തന്നെ ഇത് മാറ്റിക്കൊള്ളണം. എനിക്ക് നിർബന്ധമാണത്. കാരണം അവരൊരിക്കലും എന്താ പറയുക ഇതിനകത്ത് മലമൂത്ര വിസർജനത്തിൽ കിടക്കേണ്ട ആൾക്കാരല്ല. അവരപ്പം തന്നെ മാറ്റി ക്ലീൻ ചെയ്ത്, അതുകൊണ്ടാണ് നമ്മുടെ സർവീസ്. അത് ഹോം നേഴ്സ് ചെയ്യണില്ലല്ലോ. ഇത് വന്നുകഴിയുമ്പോൾ ഇവർക്ക് ഡെമൻഷ്യയും ആങ്സൈറ്റിയൊക്കെ കൂടും. ഇതിനകത്ത് കിടക്കുമ്പോൾ ഇവർക്ക് കുറച്ചും കൂടി ഇറിറ്റേറ്റഡ് ആവും മൈൻഡ്. ഫ്രഷായിട്ട് കിടക്കുമ്പോൾ മൈൻഡും ഫ്രഷ് ആയിരിക്കും. ഒന്ന് കുളിച്ചാൽ നമ്മൾ ഫ്രഷ് ആവില്ലേ? അതെ അതെ അതെ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ട്രെയിനിങ് ഇല്ലാത്ത കുറേ, അത് ഹോം നേഴ്സ് എന്ന് പറയണോ, അതിന് എന്താ ടേം വിളിക്കേണ്ടതെന്ന് അറിയില്ല. ഇപ്പോൾ കുറേ പേർക്ക് അത്രയും പൈസ ഒന്നും കൊടുക്കാൻ പറ്റില്ല ഈ സർവീസസിന്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഹോം നേഴ്സിന് എടുക്കാം, പക്ഷെ അവർക്ക് ഈ ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് എത്രമാത്രം ഡേഞ്ചറസ് ആണ് ശരിക്കും. ഭയങ്കര ഡേഞ്ചറാണ്. ഡെമൻഷ്യ പേഷ്യന് ഒരിക്കലും ഹോം നേഴ്സിനെ തല്ലൊക്കെ ചെയ്യും ഇവർ, ഉപദ്രവിക്കും. എനിക്ക് വന്നവരമ്മയുടെ മേത്തൊക്കെ നുള്ളി പറിച്ച് വെച്ചേക്കുക. കാരണം എന്ന് വെച്ചാൽ അമ്മ വായ തോന്നിയതൊക്കെ വിളിച്ചു പറയുമ്പോൾ ഇവർക്ക് അസഖ്യം, ഇവർക്കടെ എല്ലാ അസഖ്യമായ വാക്കുകളൊക്കെ ഇവരെ വിളിക്കും. അപ്പോൾ ഇവർ നുള്ളി പറിച്ച് വെച്ചേക്കാം. ഞാൻ എന്താണ് ഈ അമ്മയുടെ ഈ സൈഡിൽ കംപ്ലീറ്റ് ഇങ്ങനെ, നമ്മളൊക്കെ പണ്ട് അധ്യാപകർ നമ്മളെ പേപ്പിച്ച് ആ പാടുപോലെ. അപ്പോൾ ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആ പെൺകുട്ടി എന്നെ കൊണ്ട് ഞാൻ എൻ്റെ മോളെ, ഇത് കർമ്മയല്ലേ ശരിക്കും. ഇതുങ്ങൾ പറയണത് എന്താണെന്ന് ഇവരറിയണില്ല. കുട്ടിക്കറിയാം, കുട്ടി ആരാണെന്നും എന്താണെന്നും തനിക്കറിയാം. പിന്നെ ഇവർ പറയണതിന് പ്രയോറിറ്റി കാണിക്കേണ്ട കാര്യമുണ്ടോ? നുള്ളിപ്പറച്ച് തൊടയൊക്കെ നല്ല അടി വെക്കണ ഇതുണ്ട്. അപ്പോൾ ഈ ഇടയിൽ വന്ന് നമുക്കൊരു കേസ് മകള് പറയാണ്. അതായത് അമ്മ ബാത്റൂമിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഹോം നേഴ്സ് നല്ല പെടപെടയ്ക്കും, ഇങ്ങനെ അടിക്കും. അപ്പോൾ ഹോം നേഴ്സ് അയ്യോ അമ്മ എന്നെ തല്ലല്ലേ, അയ്യോ അമ്മ എന്നെ തല്ലല്ലേ എന്ന് പറയുന്നു. പക്ഷെ ഹോം നേഴ്സ് തിരിച്ചു തല്ല എന്താണ്?
അത് ഇവർ മനസ്സിലാക്കിയ മകള് വാതിലിൻ്റെ ഇടയക്കടെ പങ്ങി നോക്കിയപ്പോൾ ഹോം നേഴ്സാ തല്ലണം അമ്മേനെ, അമ്മയല്ല തല്ലണേ. അയ്യോ അമ്മ തല്ലല്ലേ, അയ്യോ അമ്മ തല്ലല്ലേ എന്നുകൊണ്ട് ഹോം നേഴ്സിനെ ഇട്ട്, ഹോം നേഴ്സ് ഈ അമ്മയ്ക്ക് ഇട്ട് തല്ലാം. അപ്പം പിറ്റേ ദിവസം ഇവിടെ കൊണ്ടുവന്നു. ഇനി പറ്റില്ല മാഡം, പറ്റില്ല, അമ്മയുടെ ഇത് അമ്മേനെ തല്ലാണ്. ഞങ്ങൾ വിചാരിച്ച അമ്മയാണ് തല്ലണേന്ന്. അപ്പം അമ്മ ഇങ്ങനെ കിടന്ന് ഞെളിവിരി കൊള്ളില്ലേ കുളിക്കുമ്പോഴൊക്കെ. അത് പറ്റാത്ത കാരണം കൊണ്ട് കുട്ടികളെയൊക്കെ തല്ലവിടെ നല്ല അടി അടിക്കുക. അത് നമ്മൾ അവസരം കൊടുത്തിട്ടല്ലേ അതിന്. അപ്പോൾ ഈ ആ സമയം നമ്മളുടെ ഒരു സർവീസ് സെൻ്ററിൽ അങ്ങനെ നടന്നവർക്ക് ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് അല്ലേ. കാരണം ആ ഹോം നേഴ്സിനെ പറഞ്ഞു വിടും, നമ്മുടെ പ്രസ്ഥാനത്തെ തന്നെ ഇല്ലാതാക്കാൻ പറ്റും അങ്ങനെയുള്ള കേസുകൾ വന്നാൽ. നമ്മളൊരു സ്ഥാപനം നടത്തുമ്പോൾ നമുക്ക് റൈറ്റ്സും റൂൾസും ഒരു എത്തിങ്സും ഉണ്ട്. അപ്പം നമ്മൾ ഒരു നമുക്കൊരു ഇടി റൂമിൻ്റെ ആവശ്യമില്ല, പോലീസ് സ്റ്റേഷനൊന്നുമല്ലല്ലോ. നമ്മുടെ അച്ഛനും എന്നോട് പല ആൾക്കാരും പറയണം ഞങ്ങളുടെ അവിടെ ഇരുട്ട് റൂമുണ്ടെന്ന് പറയും. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ എല്ലാ മുറികളെല്ലാം വെളിച്ചം കയറട്ടെ, സൂര്യഭഗവാന്റെ ഓർഡർ നിൽക്കട്ടെ എന്ന് പറയും. കാരണം നമുക്കതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മളവിടെ ചേർത്ത് പിടിക്കാനല്ലേ കൊണ്ടുവന്നേക്കണേ. ഒരു നുള്ളൽ പോലും നമ്മൾ ചെയ്യാൻ പാടില്ല. അതെ. ഇപ്പോൾ ഈ ഡിമെൻഷ്യ ഉള്ള പേഷ്യൻസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്തായിരിക്കും? അവരെ കൂടുതലും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രകോപിപ്പിക്കരുത്. അവരെ പ്രകോപിപ്പിക്കരുത്, തരില്ല, പറ്റില്ല എന്നുള്ള വേർഡുകളൊക്കെ അവരെ മെമ്മറീനെ കുറച്ചും കൂടി ഡിപ്രസ്ഡാക്കും. എനിക്ക് പറ്റാത്ത കാര്യമാണ്, അവർ പറ്റില്ല, അല്ലെങ്കിൽ തരാട്ടമ്മേ, അമ്മയ്ക്ക് തരാണ്ട് ആർക്കാ ഞങ്ങൾ കൊടുക്കുക, ഇത് അമ്മക്കുള്ളതല്ലേ, നമുക്ക് പറഞ്ഞാൽ എന്താ കുഴപ്പം. ഇപ്പോൾ അവർ പറയണം അമ്മ ഒന്ന് പോയേ, പറ്റില്ല, അല്ലെങ്കിൽ അച്ഛനൊന്ന് പോയി, അച്ഛൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാ അന്വേഷിക്കണേ. ഇപ്പോൾ ഒരു മാതാപിതാക്കളുള്ള വീട്ടിൽ മക്കൾ പറയുന്ന മെയിൻ ഭാഷയാണിത്. അച്ഛനെന്തിനീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർക്ക് ഒരു ഡെമൻഷ്യ ഇല്ലാത്ത ആൾക്ക് ഡെമൻഷ്യ പതുക്കെ പതുക്കെ വന്നുകൊണ്ടിരിക്കും. അതാണ് കാരണം ഡിപ്രഷൻ അടിച്ചടിച്ച് ഇവർക്ക് അങ്ങടേ വയ്യാണ്ട് അങ്ങടാവും. അതാണ് ശരിക്കും. ഇവരൊരു കരുതലോടുകൂടി കൊണ്ടുനടക്കുകയാണെങ്കിൽ പൊക്കോളും. ഇവരിങ്ങനെ ഒരു ഇതായിട്ട് ചിലപ്പോൾ ബാത്റൂമിൽ കയറിയിട്ട് ഇപ്പോൾ ഒരു ഫ്ലഷ് മറക്കും. ഡെമൻഷ്യയുടെ ഫസ്റ്റ് ഇതാണത്. ഇവർ ഫ്ലഷ് മറന്നു കഴിഞ്ഞപ്പോൾ മരുമകൾ ബൈ ചാൻസ് അല്ലെങ്കിൽ മകൾ കയറി അമ്മ എന്തേ കാണിച്ചേക്കണേ, അന്ന് ഇവരത് മറന്നു പോയിട്ട് ഇവരെ ഫ്ലഷ് ചെയ്ത് ഇങ്ങനെ ഇറങ്ങിപ്പോന്നാൽ മതി, ചോദിക്കാൻ നിൽക്കരുത്. അല്ലെങ്കിൽ ഇപ്പോൾ അറിയാണ്ട് അമ്മ നമ്മുടെ ഹാളിലൊന്ന് യൂറിൻ പാസ് ചെയ്തു, ഭയങ്കര വഴക്കമ്മോട്, അമ്മ എന്തേ കാണിച്ചേ, അമ്മേനോ അങ്ങനെ പറ്റില്ല, ഇങ്ങനെ പറ്റും, നിങ്ങളെ കൊണ്ടുവല്ല വയോജന വൃദ്ധ കേന്ദ്രത്തിലാക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഇവർ മെമ്മറി ക്യാച്ച് ചെയ്യല്ലേ. പിന്നെ ഇവരെപ്പോഴും യൂറിൻ പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. ബാത്റൂമിൽ ഇവർ ഒഴിവാക്കും. അതാണ് ഞാൻ ഒരുപാട് കേസുകൾ ആ സമയം എന്താ അമ്മ ഇത് നമുക്കൊരു ബാത്റൂമില്ലേ, നമുക്ക് ആ ടോയ്ലറ്റിൽ പോയിക്കൂടെ, നമ്മുടെ വീടല്ലേ, അമ്മയല്ലേ വീടിൻ്റെ ആൾ, അമ്മയ്ക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ പറ്റില്ലേ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അയ്യോ മോള് പറഞ്ഞത് ശരിയാണ്, മെമ്മറിയെ ലോഡ് ചെയ്യാണ്. അപ്പോൾ അവർ നേരെ ബാത്റൂമിലേക്ക് പോയിട്ട് എന്നാൽ നിന്നെ ഞാൻ ശരിയാക്കി തരാമെന്ന് പറയും, ഓപ്പോസിറ്റ് പറയുമ്പോൾ. അപ്പോൾ അവിടെ മൂത്രം ഒഴിക്കും. അങ്ങനെ ചെയ്തവരുണ്ട്. നടന്ന് മോശം ചെയ്ത പേഷ്യൻ നമുക്കുണ്ട്. അതായത് വീട്ടിലെ എല്ലാ പോർഷനിലും കൊണ്ടൊന്ന് മോഷണം എടുത്തു വയ്ക്കും. അപ്പം മാഡം എന്ത് വിചാരിക്കണം, അമ്മയ്ക്ക് എന്തോ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ആളെ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ഒരിക്കലും ഇല്ല മാം, കാരണം അവരൊക്കെ ഒരു ട്രസ്റ്റിൻ്റെ മേലധികാരിയായിട്ടിരുന്ന സ്ത്രീയാണ് അവരൊരിക്കലും അങ്ങനെ ചെയ്യുമോ? നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാൽ പോരാ. അപ്പം നമ്മൾ എപ്പോഴും അവരെ ആ നല്ല വശങ്ങൾ ചിന്തിക്കുന്നതോടൊപ്പം തന്നെ അവരെ കൊള്ളില്ലാത്ത വശങ്ങൾ എടുത്ത് കളയണം. അപ്പോൾ ശരിക്കും ഡിമെൻഷ്യ പേഷ്യൻസ് തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മളത് കറക്റ്റ് ചെയ്യാൻ പാടുണ്ടോ? കറക്റ്റ് എന്ന് വെച്ചാൽ ഒരു സോഫ്റ്റ് കോർണറിലൂടെ കറക്ഷൻ കൊടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത് നമ്മൾ അവരെ തല്ലണ രൂപയിൽ അവരെ പറയരുത്. ഒന്ന് ചേർത്ത് പിടിച്ചോളണം, ഒന്ന് തലയോടി കൊടുത്തിട്ട് പറയണം അമ്മ അത് വേണ്ടല്ലോ എന്ന് പറയണം. ചിലപ്പോൾ തല്ല് നമ്മൾ രണ്ടടിയൊക്കെ അടിക്കും. അപ്പോൾ നമ്മൾ കൊള്ളാൻ ബാധ്യസ്ഥരാണല്ലോ. അപ്പോൾ അത് പതുക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ഒരു പക്ഷേ ചിലർ മെമ്മറി കംപ്ലീറ്റ് ഇതായിക്കണ ആൾക്കാർക്ക്. പക്ഷേ എനിക്ക് ഒരുപാട് പേഷ്യൻസ് വന്നിട്ടൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് മുഖത്തേക്ക് ഒരു അച്ഛനെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കണം അമ്മ വന്നിട്ട് എൻ്റെ അടുത്ത് ഒരു കുഴപ്പമുണ്ടായില്ല. അച്ഛന് അതിശയം തോന്നി. അച്ഛനെ സർവ്വ നേരം നല്ല ഇടിയൊക്കെ കൊടുക്കും ടോർച്ചിനും. കാരണം അപ്പം ഞാൻ വിചാരിക്കുകയാണ് അച്ഛൻ കൂടുതൽ സോഫ്റ്റ് കോർണറിലേക്ക് നീങ്ങാത്തത് കൊണ്ടായിരിക്കും. അച്ഛൻ അമ്മേനെ പിടിച്ച് ഉന്തൊക്കെ ചെയ്യും. അപ്പം അതുകൊണ്ടായിരിക്കാം മാക്സിമം. അപ്പം ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ അമ്മ വേറൊരു ലോകമല്ലേ. ഞങ്ങൾ എല്ലാവരും ചിരിയും വർത്താനവും പാട്ടും ഒക്കെ അല്ലേ. ഇപ്പം നമ്മളൊരു പാട്ട് വയ്ക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിൻ്റെ ഒപ്പം പാടും.
ഇപ്പോൾ ഒരു ചിരിക്കുകയാണെങ്കിൽ അവരുടെ ഒപ്പം ചിരിക്കും. എപ്പോഴും നമ്മളെപ്പോഴും അവിടെ എപ്പോഴും ശബ്ദമാണ്. ഇപ്പം ഈ ഇരിക്കണ ഞാനൊന്നായിരിക്കില്ല അവിടെ ചെല്ലുമ്പോൾ വളരെ ഡിസ്കോ അങ്ങനെയുള്ള അവരുടെ ഒപ്പം തന്നെ കളിയും ചിരിയൊക്കെ ആയിരിക്കും. ഇവരെ പിടിച്ച് അങ്ങനെ എടുത്തു പോക്കുക. ആ ഒരു നമ്മൾ കുട്ടികളുടെ കൂടെ കളിക്കണ ഒരു ഇതായിരിക്കും. അവരൊക്കെ ഭയങ്കര ആസ്വദിക്കും. ഈ കുട്ടിയുടെ കാര്യം പറഞ്ഞ എന്നൊക്കെ പറയും ഒക്കെ. അതാണ് ഇപ്പം നമ്മളൊന്ന് അവരോടും അവർക്കൊക്കെ കവളത്ത് ഉമ്മ കൊടുത്ത് എന്താ കുഴപ്പം? അതെ, നമ്മുടെ അമ്മയ്ക്ക് നമ്മളൊരു ഉമ്മ കൊടുത്താൽ എന്താ കുഴപ്പം? നമ്മുടെ അച്ഛന് ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൊടുത്താൽ നമ്മൾ ഇനി അവർ തിരിച്ചു വരില്ലല്ലോ അല്ലേ? ഞാൻ എപ്പോഴും മക്കളൊക്കെ ഇങ്ങനെ അച്ഛനും ബെഡ് സോറും സ്മെല്ലൊക്കെ ആയിട്ട് പറ്റാണ്ട് മക്കളൊക്കെ അകന്ന് നിൽക്കേ. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്തിരുന്ന് ഉമ്മയൊക്കെ കൊടുക്കും. കാരണം ഇതൊരു ജീവിതമല്ലേ, നാളെ ഒരിക്കലൊന്നും ഇവർ തിരിച്ചു വരാൻ പോണില്ലല്ലോ അല്ലേ? അപ്പോൾ നമ്മളാരും വരെയുമില്ല, ഈ ആൾക്കാരായിട്ട് കാണുകയുമില്ല. അപ്പോൾ നമുക്ക് അവർക്ക് കൊടുക്കേണ്ട ഏറ്റവും നല്ലതാണ് ഈ ഒരു ആ മൂമെൻറ്റ് അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പ്രശസ്തനായ ഒരാളുടെ അമ്മ ഇരിക്കുകയാണ് നമ്മളവിടെ, അച്ഛൻ, അമ്മയിലെ അച്ഛൻ. ഞാൻ മാം വന്ന് വെള്ളം കൊടുക്കും. വേണ്ട മിനി, വേണ്ട മിനി, ഞാൻ കൊടുക്കൂ. ഈ പദവികൾ ഈ പത്രോസൊക്കെ ഉണ്ടാവാനുള്ള ഇത് വന്നത് ഇങ്ങേരിൽ നിന്നല്ലേ? അതാണ് ചേർത്ത് പിടിക്കണം. ഞാൻ എപ്പോഴും പറയണ കാര്യമാണ്, നിങ്ങൾ ചേർത്ത് പിടിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് മാറ്റങ്ങളുണ്ടാവും. ഇപ്പോൾ നോക്കാൻ പറ്റാത്ത ആൾക്കാർ ആ സർവീസ്, നല്ല സർവീസ് സെൻറ്റർ ഏൽപ്പിക്കണം കേട്ടോ. നമ്മുടെ അച്ഛനമ്മനെ ഉപദ്രവിക്കുന്ന സർവീസ് സെൻറ്ററിൽ ഒരിക്കലും ഏൽപ്പിക്കരുത്. കാരണം കൂടുതൽ പ്രശ്നത്തിലേക്ക് പോരും മെമ്മറി. പിന്നെ സ്ട്രോക്ക്, BP ഒക്കെ ഉള്ള പേഷ്യൻസിന് സ്ട്രോക്കൊക്കെ വന്നാലും വീട്ടിൽ നോക്കാൻ ബുദ്ധിമുട്ടാവില്ല. ഓക്സിജൻ സപ്പോർട്ടൊക്കെ വേണ്ടി വരും. അത് നമുക്കുണ്ട്, ഓക്സിജൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ നമുക്ക് എന്ത് വന്നാലും നമുക്ക് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, മോണിറ്റർ ഉണ്ട്, ഓക്സിജൻ, നെബുലൈസേഷൻ, സക്ഷൻ. കാരണം എല്ലാം വെല്ലായിട്ടുള്ള സ്റ്റാഫ് പിള്ളേരാണ്, നഴ്സിംഗ് പിള്ളേരാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പേഷ്യൻറ്റിന് എന്ത് സംഭവിച്ചാലും പെട്ടെന്ന് അവരത് കൈകാര്യം ചെയ്ത് CPR കൊടുക്കുമ്പോൾ സഡൻ CPR കൊടുത്തിരിക്കും. ആ CPR കൊടുത്ത പേഷ്യൻറ്റ് കുറച്ച് വേണമെങ്കിൽ ഒരു 1-2 വർഷം പിന്നെയും ജീവിക്കും. സഡൻ ചെയ്യാണ്. ആ സമയം ഹോം നേഴ്സിംഗ് സർവീസ് ആണെങ്കിൽ ആ പേഷ്യൻറ്റ് ഡെഫിനറ്റ്ലി മരിച്ചിരിക്കും. അതെ, അവർക്ക് അതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശരിക്കും നമ്മൾ ആദ്യമേ മെഡിക്കൽ കെയർ ആണ്. നമ്മൾ ഒരിക്കലും അങ്ങനെ എനിക്ക് ഒരു 2-3 ദിവസം കൂടി ജീവിച്ചിരിക്കണം എന്നൊരാഗ്രഹമുള്ള അച്ഛനമ്മമാരാണെങ്കിൽ അങ്ങനെ തോന്നുമ്പോൾക്ക് അവരങ്ങനെ പെട്ടെന്ന് മരിച്ചോണ്ട് നമ്മൾ നോക്കാനുണ്ടല്ലോ. അപ്പോൾ അതൊരു കുറച്ച് ദിവസം കൂടി അങ്ങനെ ഇഷ്ടമാണ്. കാരണം ഇവരുടെ ആ ജോലിയും ഞാനിപ്പോൾ അതെന്ന് വെച്ചാൽ ആത്മീയം വിട്ടൊരു ജീവിതം ഇല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റില്ല, വെറുതെ പോലും ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഇപ്പം ഞാൻ 2-3 മണിക്കൂറേ വീട്ടിലുള്ളൂ. കാരണം കുട്ടികളുടെ കാലത്തൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും നൈറ്റ് ഒന്ന് ഭക്ഷണം കഴിക്കാനും മാത്രമേ ഞാൻ വീട്ടിലുള്ളൂ. ചില ദിവസങ്ങളിൽ എന്നെ കാണാറില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇവർ എന്നെ കാണണ്ടേ, ഇനി ഇവരെ ലോകം തേടി പോയി കഴിഞ്ഞാൽ നമ്മളെ കണ്ടുവെന്ന് വരില്ലല്ലോ. അപ്പോൾ ഞാനത് കാരണം കൊണ്ട് 2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ അവർക്ക് വേണ്ടിയിട്ട് കാലത്ത് എങ്ങനെ പോയാലും അവരൊപ്പം നിൽക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും നൈറ്റിൽ ഭക്ഷണം കഴിക്കാൻ. ഉച്ചയ്ക്ക് ഉണ്ടാവാറില്ല. ഉച്ചയ്ക്ക് ചിലപ്പോൾ അവിടെ നിന്ന് കഴിക്കും, അവരുടെ ഒപ്പം കഴിക്കും. നൈറ്റിൽ ഇവരുടെ ഒപ്പം. കാരണം നമ്മളും ഒരു റോള് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ വീട്ടിൽ, ആ റോള് തന്നെ അവിടെയും ചെയ്യണം. ഇപ്പോൾ ഈ ഡിമെൻഷ്യ പേഷ്യൻസിന് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഇപ്പോൾ നമ്മൾ അവരൊക്കെ കാം ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ കളത്തരങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുഴപ്പമാണോ? ഏയ് ഒരു കുഴപ്പമില്ല. കള്ളത്തരം ഇപ്പം നമ്മൾക്ക് ഇന്നിപ്പോൾ അമ്മ പറയാണ് ഇപ്പം ഇന്നിപ്പോൾ ഓണത്തിൻ്റെ പൂഴ, ഇന്ന് ഓണമല്ല എന്ന് പറഞ്ഞാൽ ഓണമല്ല. പിന്നെ അവരോട് പറയാണ് ഇന്ന് മകൻ വരൂട്ടാ, ഇന്ന് വരും ഉറപ്പായിട്ടും വരും. അപ്പോൾ എനിക്ക് കാറുണ്ട്, എന്നെ കൊണ്ടുപോകാൻ വൈകിട്ട് ഡ്രൈവർ ഉണ്ടെന്നൊക്കെ പറയും. ശരിയാട്ടോ അവൻ വരൂട്ടോ, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോവാം, ഇതിപ്പോൾ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യട്ടെ ഇപ്പോൾ വരാം എന്ന് പറയും. പിന്നെ നമ്മളങ്ങോട്ട് പോകൂല. പക്ഷെ ഇവർ മറന്നു. അതാണ് ഇപ്പോൾ ഭക്ഷണം കഴിച്ചാലും പറഞ്ഞ് കഴിച്ചില്ല എന്ന് പറയും. അപ്പോൾ നമ്മളിത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ദിവസം ഇവർ പറയുമ്പോൾ കസ്റ്റമർ വിചാരിക്കില്ല ഇവർക്ക് കൊടുത്തിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കില്ല. അതുകൊണ്ട് നമ്മളെല്ലാം CCTV ആണ്. അതെ, വീട്ടിൽ. പക്ഷെ അവർ കഴിച്ചില്ല എന്ന് പറഞ്ഞാലും അത് മക്കളാണ്. അത് നമ്മൾ കൊടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തില്ല അല്ലേ എന്ന് പറയും. ആ ദിവസം വരെ അവർ അച്ഛനമ്മമാരുടെ ഒപ്പം നിൽക്കാണ്ട് പിന്നെ നമ്മുടെ ഒപ്പം നമുക്കെതിരാവും കസ്റ്റമർ. അങ്ങനെയുണ്ട് കേട്ടോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് കഴിച്ചു ഇല്ല പിന്നെ കഴിച്ചിട്ടില്ല, അമ്മ പറഞ്ഞല്ല കഴിച്ചല്ല. ഞാൻ മാം ഇത് തന്നെയല്ലേ വീട്ടിലുണ്ടായത്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കഴിച്ചു എന്ന് പറഞ്ഞിട്ട് കഴിച്ചില്ല എന്ന് പറയും. അപ്പം ആ ഒരു രീതിയിൽ രാത്രി ഒന്ന് ഉറക്കം 2 മണിയാകുമ്പോൾ ഇവർ എണീക്കും രാത്രി. പിന്നെ നടത്തിയാണ് എല്ലാവരെയും വിളിച്ചെണിപ്പിക്കുക.
അപ്പോൾ ചിലർ ഒരു മരുന്നൊന്നും കൊടുക്കണ്ട, നമ്മളാരും ഉറക്കാനുള്ള മരുന്നുകളൊന്നും കൊടുക്കില്ല. ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് കസ്റ്റമറെ തന്നെ കൊണ്ട് മേടിപ്പിക്കുന്ന മരുന്നുകൾ മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ. നമ്മൾ ബയ്യായിട്ട് ഒരു മരുന്നുകൾ കൊടുക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ 2 ഷിഫ്റ്റിൽ സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട്. അവർക്ക് നോക്കട്ടെ, ഉറക്കമില്ലാത്തവർ നടന്നോട്ടെ. അപ്പോൾ അവർ അമ്മമാർ ചിലപ്പോൾ 2 മണിക്ക്, ശരിക്കും ഡെമൻഷ്യയുടെ ആങ്സൈറ്റി ഫോം ചെയ്യുന്ന 2 മണിക്ക് തീവ്രമായ സമയങ്ങളുണ്ട് മെമ്മറിക്ക്. ആ സമയത്ത് ഇവർ ഉണരും. ഒരു 1 മണി 3 മണിക്കുള്ളിൽ ഇവരിങ്ങനെ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കും. ഭയങ്കര അഗ്രസീവ്, ചിലപ്പോൾ ഇങ്ങനെ പിടിച്ച് കുലുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ കസ്റ്റമറോട് പറയും, നിങ്ങൾ ഡോക്ടറെ പോയി കാണാൻ, ഞാൻ വിളിച്ച് വിവരം പറയാം, അപ്പോൾ എന്നിട്ട് മരുന്ന് കൊടുക്കാൻ പറയും. നമ്മളായിട്ട് മരുന്ന് കൊടുത്ത് ഉറക്കൂല. ഒരാൾ പോലും ആത്മഹത്യ കിടന്ന് ഉറങ്ങണില്ല. എന്നുവെച്ചാൽ ആവശ്യത്തിന് കൂടുതൽ പകലൊന്നും കിടത്തി ഉറക്കൂല ആരെയും. ആ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് കുറച്ചൊരു ഉച്ചമയക്കം, അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും ചായക്ക് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ആക്റ്റീവാണ്. പിന്നെ നൈറ്റിൽ 7:30 8 മണിക്കുള്ള നൈറ്റ് ഭക്ഷണം, കഞ്ഞിയോ ചപ്പാത്തി എന്തെങ്കിലുമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ, ചൂടങ്കഞ്ഞൊന്നും കൊടുക്കൂല, ചൂടാറ്റി കഞ്ഞിയാടെ വെച്ച് കഴിഞ്ഞാൽ ചൂടാറ്റിയിട്ട് കൊടുക്കുള്ളൂ, പരസ്പരം എടുത്ത് എറിയും വേണമെങ്കിൽ. അപ്പോൾ അതൊക്കെ വളരെ അലർട്ടായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം കുട്ടികളോട് പ്രത്യേകം പറയും. കാരണം നമ്മൾ ഇവർക്കടെ പിന്നാലെ ഒരു ക്യാമറ പോലെ നടക്കണം. ഇവരെന്ത് ചെയ്യണു, പഞ്ഞി വെക്കും സാധനങ്ങളൊക്കെ, ഒളിച്ചു വയ്ക്കും. എല്ലാ സാധനങ്ങളും കൊണ്ടൊന്ന് ഒളിച്ചു വയ്ക്കും, പൊതിഞ്ഞ് വളരെ. ഇപ്പോൾ ഒരു റബ്ബർ ബാൻഡ് കിട്ടുകയാണെങ്കിൽ അതിങ്ങനെ പൊതിഞ്ഞ് കൊണ്ട് പഞ്ഞി വയ്ക്കും. ഇപ്പം നമ്മുടെ അവിടെ നിന്ന് ഇപ്പോൾ ഒരു പഞ്ഞിയൊക്കെ എടുത്തൊന്ന് പൊതിഞ്ഞ് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അമ്മയുടെ ബാഗ് തുറന്നിട്ട് 150 പൊതിക്കെട്ട് കിട്ടി. അപ്പം നമ്മളെന്ത് വിചാരിക്കുക, അമൂല്യമായ വസ്തുക്കളാണെന്ന് വിചാരിക്കും. നിസ്സാര കാര്യങ്ങൾ, ഒരു പൊതിയുടെ ഉള്ളിൽ വേറൊരു പൊതി അങ്ങനെ പൊതിഞ്ഞ് ഇങ്ങനെ എടുത്ത് വയ്ക്കുക. ആ സൂക്ഷ്മതയോടെ ചെയ്യൂരുന്ന്. അതിനൊക്കെ ഇപ്പം ന്യൂസ് പേപ്പറുകൾ അവിടെ കൊണ്ടുവയ്ക്കും. ന്യൂസ് പേപ്പർ കുറേ ഉണ്ട്. അപ്പോൾ ആ ന്യൂസ് പേപ്പറൊക്കെ പൊതിഞ്ഞ് വെച്ച് സെറ്റായിട്ട് വയ്ക്കും. അപ്പോൾ അത് അവർ കൊണ്ടു നടക്കാണ്ട് ഇപ്പം ഇങ്ങനെ കൊണ്ട് നടക്കും കൈക്കട. 5 വർഷമായിട്ട് ബാഗുള്ളൊരു അമ്മേൻ്റെ കൂടെ ഉണ്ട്. ആ ബാഗ് ഇപ്പോൾ ഒരു 2-3 മാസം കുളഞ്ഞ് കളഞ്ഞിട്ട് ന്യൂസ് പേപ്പർ കളയും. അപ്പോൾ അടുത്ത ന്യൂസ് പേപ്പർ എടുത്തിട്ട് വീണ്ടും പൊതിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ബാഗ് വരും. അപ്പോൾ കുറച്ച് കളയുമ്പോൾ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിയില്ല, ആകെ ഒരു ഇത് വരില്ല. അപ്പോൾ അതെടുത്ത് കളയും, എന്നിട്ട് അടുത്ത് വരും. അപ്പം അവരുടെ ഒപ്പമാണ് നമ്മളങ്ങോട്ട് പോകും. അവരെന്ത് ചെയ്യണു, ഇപ്പം ബാത്റൂമിലൊക്കെ പോകുമ്പോൾ നമ്മളെപ്പോഴും കൂടെ പോകും. കാരണം വീഴാനുള്ള ചാൻസുകളെ അറിയവർ. കുട്ടികളോട് ഞാൻ പറയും, ഒരൊറ്റ ബാത്റൂമിൽ നമുക്ക് കൊളുത്തും ഒന്നുമില്ല. കാരണം നമ്മൾ കയറി ഒരു കുറ്റിയിടും. അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു ആയുധങ്ങൾ വാർഡിൽ വെച്ചിട്ടില്ല, ടോർച്ച് വെച്ചിട്ടില്ല, മറ്റേ വടികൾ വെച്ചിട്ടില്ല, വാക്കിംഗ് സ്റ്റിക്കൊക്കെ ഉപയോഗിച്ച് ഞാൻ അപ്പം തന്നെ പുറത്തെടുത്ത് വാലെടുത്ത് വയ്ക്കും. കാരണം ഇവർ എപ്പോഴാണ് എന്താ പറയുക, പെട്ടെന്ന് തന്നെ ദേഷ്യം വന്നേന്ന് അറിഞ്ഞുകൂടല്ലോ. എടുത്തൊരു അടി കൊടുത്ത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമ്മളെ ശ്രദ്ധിക്കുന്നതോട് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. ഇവര് ഓൾറെഡി വേറൊരു പേഴ്സൺ ആണല്ലോ, രോഗികളല്ല, പേഴ്സണാണ്. അപ്പോൾ നമ്മളവർ ഭയങ്കര കെയർഫുൾ ആയിട്ട് തന്നെ കൊണ്ട് നടക്കണം. ഏതെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടോ, അതായത് ദിസ് ഇസ് വൈ ഐ സ്റ്റാർട്ടഡ് വാത്മീകം എന്ന് തോന്നിയിട്ടുള്ളൊരു മൊമെന്റ്? എന്തെങ്കിലും കേസ് കേട്ടിട്ടോ അല്ലെങ്കിൽ പത്രത്തിലോ അല്ലെങ്കിൽ വന്ന ഏതെങ്കിലും ഒരു കസ്റ്റമറുടെ ഒരു സ്റ്റോറി ആയിരിക്കും, ഇവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് തുടങ്ങിയത് എന്ന് തോന്നിയത്? അതേ ഉള്ളൂ, ശരിക്കും അതേ ഉള്ളൂ. ഇപ്പൊ അടുത്ത കാലത്ത് നമുക്കൊരു റിവ്യൂ വരില്ല ചില, അപ്പം ഞാൻ തോന്നും മേ ബി ഇവർക്കായിരിക്കും അങ്ങനെ തോന്നിയ ഒരുപാട് അനുഭവങ്ങൾ. കാരണം ഈ 6 വർഷത്തിനുള്ളിൽ എനിക്കൊരു ജീവചരിത്രം തന്നെ എഴുതാനുള്ള കഥകൾ, അത്രയും അനുഭവങ്ങൾ. ഞാൻ വിചാരിക്കാറുണ്ട്, ഈശ്വര എൻ്റെ നിയോഗമാണിത്. കാരണം ഞാൻ എല്ലാ ഓൾവേസ് ഇപ്പം പല ആൾക്കാരും ബിസിനസ്സുകൾ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സർവീസ് ഹെൽത്ത് കെയർ ഉണ്ട്, എന്താ ലിവിങ്, അങ്ങനെയുള്ള ഹോമുകളുണ്ട്. പക്ഷേ ഞാൻ ചിന്തിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇറങ്ങി ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും അഭിമാനം എനിക്കല്ലേ. വളരെ ഇപ്പം ഞാൻ ഇവിടെ ഷോയിലിരിക്കുമ്പോൾ പോലും ഞാൻ വളരെ അഭിമാനം കൊള്ളാണ്. കാരണം എനിക്ക് ഞാനാവണ ഒരു ഇതാണത്. എന്നെ ഞാനാക്കിയ, എന്നിൽ എന്തുണ്ട് അത് പുറത്തെടുത്ത ഒരു ഞാൻ ആരാണ്, എൻ്റെ നിയോഗം എന്താണ്, എൻ്റെ കർമ്മപദം ഇതാണ്, നീ ഇങ്ങനെ ചെയ്യണം, നിൻ്റെ വേ ഇതാണെന്ന്, അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഒരുപാട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓരോ അമ്മമാരെ കണ്ടു കഴിയുമ്പോൾ അമ്മ വരുമ്പോൾ ഈ അമ്മേനെ നോക്കാനായിരിക്കും കേട്ടോ എൻ്റെ നിയോഗമായിരുന്നു. അപ്പം മിനി
മിനിയുടെ അടുത്ത് വന്ന് ഞങ്ങളിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ആയിരിക്കുള്ളൂ, അച്ഛൻ മരിച്ചു അന്ന്. അപ്പോൾ സാറ് എൻ്റെ ഒരു റിവ്യൂ ഇട്ടു, മാഡത്തിൻ്റെ നിയോഗമായിരുന്നു അച്ഛന് വെള്ളം കൊടുക്കുക, അച്ഛൻ്റെ കൈ പിടിച്ചിരിക്കുക, അത് എൻ്റെ നിയോഗമാണ്. കാരണം ഇപ്പോൾ കോയമ്പത്തൂർ കിടന്ന അച്ഛന് ആത്മീയത്തിൽ കിടന്ന് മരിക്കണമെന്നുണ്ടെങ്കിൽ നിയോഗമല്ലേ. സത്യം. എനിക്ക് വളരെ വെച്ചാൽ ഇപ്പോൾ ഹൈദരാബാദിൽ കിടന്ന് ഭയങ്കര തീവ്രമായ ഇന്ന് മരിക്കും നാളെ മരിക്കും എന്ന് പറഞ്ഞാൽ അച്ഛൻ മരിച്ചില്ല. അങ്ങനെ അച്ഛനമ്മേനെ ഇവിടെ കൊണ്ടുവന്ന് അച്ഛൻ ഇവിടെ കിടന്ന് മരിച്ചു. ഇപ്പം മകള് പറയണം അന്ന് 2-3 വർഷം കഴിഞ്ഞിട്ട് അച്ഛൻ മരിക്കണത്. അപ്പോൾ നമ്മുടെ പൂജാ റൂമിലിരിക്കണ ഗംഗാതീർത്ഥം കഴിച്ച് മരിക്കാൻ അദ്ദേഹത്തിന് യോഗമുണ്ടെങ്കിൽ അതെൻ്റെ കർമ്മം തന്നെയാണ്. സത്യം. അതാണ്. അപ്പോൾ ഒന്ന് തുളസി തീർത്ഥം കൊടുക്കുക. അപ്പോൾ അമ്പലത്തിലെ മുത്തശ്ശി വീട്ടിൽ കിടന്ന് എന്ത് ചെയ്ത് കുറേ നാൾ നമ്മുടെ അടുത്ത് മിനി ഇന്ന് അമ്പലത്തിൽ ചെല്ലുമ്പോഴേ അവർ പറയും മിനിയുടെ അടുത്ത് കിടന്ന്. അപ്പോൾ ഞാൻ അത് എൻ്റെ കർമ്മമാണ്. ഞാനിപ്പോഴും ഭയങ്കര ഇതായിട്ട് പ്രാർത്ഥനയോടെ ജീവിക്കുന്ന ഒരാളാണ്. അപ്പം അധർമ്മം ചെയ്യില്ല ഒരിക്കലും. അധർമ്മം എൻ്റെ നിഘണ്ടുവിൽ ആരെ പറ്റിക്കുക അല്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ നിന്ന് ആവശ്യമില്ലാത്ത ഫണ്ടുകൾ എടുക്കുക അതൊന്നും ചെയ്യില്ല. കാരണം ഞാൻ എപ്പോഴും ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. എപ്പോഴും രാവിലെ എണീക്കുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് പറയുന്ന നല്ലത് ചെയ്യാൻ പറ്റണേ, ആരെയും വേദനിപ്പിക്കാണ്ട് ആരെയും സങ്കടപ്പെടുത്താണ്ട് എല്ലാം എന്നിലേക്ക് പോന്നോട്ടെ, ഞാൻ അനുഭവിച്ചോളാം. കാരണം ഞാൻ മുഖേന മറ്റൊരാൾ വേദനിക്കേട വരലേ ഭഗവാനെ എന്നും പറഞ്ഞാൽ രാവിലെ. അല്ലാണ്ട് എനിക്ക് അത് വേണം ഇത് വേണം ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാറില്ല. കാരണം എനിക്കൊരാൾക്ക് സങ്കടം കൊടുക്കാൻ ഇടവരലേ എന്ന്. എനിക്ക് സങ്കടം തന്നോട്ടെ, ഞാൻ സ്വീകരിക്കാം. ഇപ്പൊ ഈ ഒരു ഫീൽഡിൽ ഏറ്റവും ഹാർട്ട് ബ്രേക്കിംഗ് എന്താണ്? വാട്ട് ബ്രേക്സ് യുവർ ഹാർട്ട്? എന്താ പറയാ, നമ്മള് ഇതെല്ലാം ഇതാണല്ലോ. ഒരുപാട് അനുഭവങ്ങൾ വരുമ്പോൾ നമുക്ക് ഏതൊക്കെയാണ് അത് ചെയ്യേണ്ടതെന്നും ഏതാണ് പറയേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനാണ് എനിക്കിപ്പോൾ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വന്നപ്പോൾ നമ്മളുടെ ഒരു സീന് ഇപ്പോൾ 110 വയസ്സ് വരെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ആള്. അതെയോ? 110 വയസ്സ്. കാരണം എന്നിട്ട് നമ്മുടെ പണ്ടത്തെ യുദ്ധത്തിൽ വന്ന അച്ഛനൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര മൂവ്മെന്റ്. കാരണം എനിക്കിപ്പോൾ നമുക്ക് മാതാമൃതാനന്ദമ്മയുടെ ഒരു ശിഷ്യനുണ്ടായിരുന്നു, മാതൃവാണി മുത്തശ്ശൻ എന്ന് പറഞ്ഞിട്ടേ. മുത്തശ്ശന് എൻ്റെ ഇൻസ്റ്റയിലൊക്കെ മുത്തശ്ശൻ ഒരുപാടുണ്ട്. അപ്പോൾ മുത്തശ്ശൻ എൻ്റെ അടുത്ത് അതായത് അത് നിയോഗമാണ്. അത് കൃത്യമായിട്ട് ആരോ ചരട് വലിച്ച് എന്നിലേക്ക് എത്തിച്ചപ്പോൾ ഞാൻ അമൃതയിൽ വർക്ക് ചെയ്യുമ്പോൾ മുത്തശ്ശനെ ഒരു സൈക്കിളിൽ പോണ മുത്തശ്ശനാണ്, മാതൃവാണി മുത്തശ്ശൻ എന്ന് അറിയപ്പെടുന്നത്. മുത്തശ്ശൻ എന്നോട് ഞങ്ങളെങ്കിൽ മിഠായി കൊണ്ടുതരും, ഞങ്ങളായിട്ട് ഭയങ്കര അമൃതയിലെ സ്റ്റാഫാണ്. ഞാൻ അന്ന് ആത്മീയത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. എനിക്കിനി ആത്മീയം ഉണ്ടാവുമെന്നോ ഞാനൊരു ഇങ്ങനത്തെ ഒരു പ്രസ്ഥാനത്തിൽ ഇരിക്കുമെന്നോ മുത്തശ്ശൻ എൻ്റെ അടുത്ത് അതൊന്നുമില്ല. മുത്തശ്ശനായിട്ട് ഭയങ്കര സൗഹൃദം. അപ്പം ഞാൻ മുത്തശ്ശനോട് തമാശയായിട്ട് പറയും, മുത്തശ്ശ അവസാന കാലഘട്ടത്തിൽ എൻ്റെ അടുത്ത് വന്നു ഞാൻ മുത്തശ്ശനെ പൊന്നുപോലെ നോക്കിക്കോളാം, ഞാൻ പറയും, സത്യമാണിത്. അപ്പം മുത്തശ്ശൻ പറയും, പിന്നെ നീ കുഞ്ഞുങ്ങളുടെ ഒപ്പം നിന്ന് എന്നെ നോക്കാൻ പോവല്ലേ എന്നൊക്കെ പറയും കേട്ടോ. പക്ഷേ ഒരു ആത്മീയം തുടങ്ങി ഞാൻ മുത്തശ്ശനെ പിന്നീടൊന്ന് ഞാൻ അമൃതയിൽ നിന്ന് പോന്നു. എൻ്റേതായ ജീവിത സാഹചര്യങ്ങൾ നമ്മളിങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കോള് വരണം, ചേച്ചി ഞാനാണ് ഇങ്ങനെ കൊച്ചുമകനാണ്, മുത്തശ്ശന് വയ്യാണ്ട് കിടക്കണം. അപ്പം പെട്ടെന്ന് എനിക്കൊരു ബ്രേക്കായി പോയി. അയ്യോ ഞാൻ അന്ന് പറഞ്ഞതാണല്ലോ, കൊണ്ടുവരെ അഭിലാഷ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് മുത്തശ്ശനോട് കെട്ടിപ്പിടിച്ചു എന്നെ. എന്നും മറക്കാൻ പറ്റില്ല. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര കരച്ചിൽ. അങ്ങനെ വന്ന് മുത്തശ്ശൻ എൻ്റെ അടുത്ത് വളരെ ബർത്ത്ഡേക്ക് ആഘോഷിച്ച് സുഖമായിട്ട് ജീവിച്ചു. ഒരു വ്യാഴാഴ്ച മുത്തശ്ശൻ 2 വർഷം കഴിഞ്ഞ് മുത്തശ്ശനോട് എനിക്കൊന്ന് കിടക്കണം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. താങ്ക്സ് പറഞ്ഞു, മോളെ ഇത് യോഗമാണ്. വെള്ളിയാഴ്ച മുത്തശ്ശൻ മരിച്ചു. ഇങ്ങനെയുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് അമൃതയിൽ വെച്ച് കണ്ട 1-2 പേഷ്യൻസിന് അത് സ്റ്റില്ലായിട്ട് രുക്മിണിയമ്മ എന്ന് പറഞ്ഞ പേഷ്യൻസ്, അവർ 3 ചേർത്തിന്മാർ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ വയസ്സാമ്മ, അപ്പം ഞാനന്ന് അമൃതയിൽ ജെറിയാട്രിക് സെക്ഷന് കയറുമ്പോൾ വയസ്സാമ്മ കുട്ടി ഞങ്ങളെ നോക്കുമെന്ന് നോക്കിയാണ് എന്നോട്. ഞാൻ പിന്നെ അതിനെന്താ, ഭൂമി ഉരുണ്ടതല്ല അമ്മേ, നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് ഞാനൊരു വാക്ക് പറഞ്ഞു. പക്ഷെ ഭൂമി ഇത്ര പെട്ടെന്ന് തന്നെ കൊണ്ടുവന്ന് കാണിക്കുമെന്ന് ഞാനും വിചാരിച്ചില്ല. ഒരു ദിവസം പേഷ്യൻസ് ആംബുലൻസിൽ വന്നിറങ്ങിയപ്പോൾ ഈ അമ്മ വന്നിറങ്ങുന്നു. ഈ അമ്മയുടെ ചേട്ടത്തിനെ കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് വന്നേക്കാണ്. അമ്മ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട്, ഞാൻ കുട്ടി അന്ന് വെറുതെ പറഞ്ഞതല്ലേ, ഭൂമി ഉരുണ്ടതല്ലേ അമ്മേ, നമുക്ക് കാണാലോ എന്ന് പറഞ്ഞോലോ എന്ന്. അമ്മയുടെ ചേട്ടത്തിനെ കൊണ്ട് ഇന്നും അമ്മയുടെ സൗഹൃദത്തിലാണ്. അപ്പം അമ്മ പറഞ്ഞു, ഇനി എനിക്ക് പേടിക്കേണ്ട, അവർ കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു, അപ്പം എനിക്ക് പേടിക്കേണ്ട നീ ഉണ്ടല്ലോ
അപ്പൊ ഞാൻ ഒരുപാട് കുടുംബങ്ങളിലെ അംഗമാണ്, മകളാണ്, പേരക്കിടാവാണ്, മരുമകളാണ്, എല്ലാ റോളും ചെയ്യുന്നുണ്ട്. കുറേ മരുമകൾ എന്ന് പറയുമ്പോ നമ്മള് എന്താ പറയാ മകന്റെ ഭാര്യയായിട്ടല്ലോ, എല്ലാം കൊണ്ട് വരുമ്പോ ഒരു സപ്പോർട്ടിങ് ആയിട്ട് കുറേ അനുഭവങ്ങൾ. കാരണം ഒരിക്കലും കാണില്ലെന്ന് വിചാരിച്ച ആൾക്കാർ വന്നിട്ടുണ്ട്. ഞാൻ കസേരയിലേക്ക് ഇരിക്കുമ്പോൾ ചില സമയത്ത് ഇങ്ങനെ തല ചൊറിഞ്ഞുകൊണ്ടൊക്കെ എൻ്റെ അടുത്ത് ഇരിക്കുന്ന ആൾക്കാർ എവിടെയോ കണ്ടു. അപ്പം നമ്മൾ ഒരു കാര്യങ്ങളും നമ്മൾ കണ്ടപ്പോൾ എന്നെ 10ാം ക്ലാസ്സിൽ വെച്ച് അമ്മേനെ ഞാൻ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിത്വം. അതൊരു വളരെ വണ്ടർഫുൾ ഒരു ജേർണി ആട്ടോ അത്. 10ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ അമ്മേനെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകുമ്പോൾ എൻ്റെ തൊട്ടടുത്തിരുന്ന് സംസാരിച്ച ചേച്ചി വർഷങ്ങൾക്ക് ശേഷം എന്നെ വന്ന് അമ്മ ആത്മീയത്തിൽ കണ്ടു. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ എന്നോട് പറയാണ്, മോളെ ഒന്ന് ഓർക്കുന്നുണ്ടോ, ഞാൻ എൻ്റെ അച്ഛനെ കാണിക്കാൻ വന്നപ്പോൾ താൻ എൻ്റെ അടുത്ത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ് ഞാൻ, വെറും 14 വയസ്സ്. ഈ 40-45 വയസ്സിനിടയ്ക്ക് അവരെന്നെ കാണണം. ഞാൻ ഭയങ്കര, നിനക്ക് ഒരു മാറ്റവും ഇല്ലാന്ന്, വാർദ്ധക്യം അപ്പം നമ്മൾ പിടികൂടിയിട്ടില്ല എന്നുള്ള അർത്ഥമാണോ എന്ന് ചോദിച്ചു ഞാൻ. അതല്ല, ആ ഒരു നേച്ചർ. കാരണം അപ്പം അങ്ങനെ കുറേ മൂവ്മെൻറ്റ്, കാരണം എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം ഇത് ആത്മീകം അങ്ങനെ തന്നെയാണ്. ഒരു രാത്രി 2 മണി 3 മണിക്ക് ഉണ്ടായ പേരാണ് ആത്മീകം. അതെ. ഇപ്പൊ ശരിക്കും ഏതൊരു സംരംഭം തുടങ്ങുമ്പോഴും കുറേ ചലഞ്ചസ് ഉണ്ടാകും. അപ്പോൾ തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ചലഞ്ച് ഇപ്പോഴും ആ ഒരു ചലഞ്ച് തന്നെയാണോ, അതോ അതിന് വ്യത്യാസം വന്നു? വ്യത്യാസമുണ്ട്. കാരണം അന്ന് ചലഞ്ച് എന്ന് നമ്മൾ ഒറ്റയ്ക്കല്ലേ. കാരണം നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു കേട്ടോ. ഞാൻ ആത്മീകം തുടങ്ങുമ്പോൾ ഇനി എന്ന് വെച്ചാൽ നമുക്ക് പരിമിതമായ ഫിനാൻഷ്യൽ ഇതുള്ളൂ. നമുക്ക് ഒരുപാട് നമ്മൾ വലിയ തീരെ ഇല്ല. അത് തന്നെ പറയാം, നമ്മൾ സാധാരണക്കാർ അമൃതയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ചെറിയൊരു ഫിനാൻഷ്യൽ വെച്ചു ഇനി ലൈഫിൽ നമ്മൾ ബ്രേക്ക് ഇനി എന്തെന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ കൊടുക്കണ്ടേ. ഒരു 35 വയസ്സ് അല്ലെങ്കിൽ 32-33 വയസ്സായ സ്ത്രീയുടെ മുമ്പിൽ വെറും ഇങ്ങനെ നടന്നു നിൽക്കുമ്പോൾ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്, ഡിസിഷൻ എടുക്കണം. കാരണം നമുക്ക് അപ്പുറത്ത് ആൾക്കാരില്ല, ബന്ധുക്കളില്ല, ഹസ്ബൻഡ് ഇല്ല, മക്കൾ എല്ലാവരും ഉണ്ട്. പക്ഷെ അവരെല്ലാവരും അണിയറയിലാണ്, ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഡിസിഷൻ എടുക്കണ്ടേ. കാരണം ഞാനൊന്ന് പതറി പോയി 3 ജീവിതങ്ങൾ വഴിയാധാരമായി പോകും. കുട്ടികൾ അവർക്ക് പഠിക്കണം, അവർ ലൈഫ് സെറ്റ് ചെയ്യണം. അപ്പം ഞാൻ ഒന്നോലെ ഇത് കയറിപ്പോനം ഉറങ്ങിയിട്ടില്ല. ഉറക്കം വരില്ലല്ലോ. എങ്ങനെ ഉറക്കം വരാൻ? കാരണം നമ്മുടെ മുമ്പിൽ 3 കുഞ്ഞുങ്ങളുടെ മുഖമല്ലേ. അപ്പോൾ നമുക്ക് ഒരിക്കലും ഉറക്കം വരില്ല. ആ ഉറക്കം ഞാൻ ഉറങ്ങിയത് 2 വർഷത്തിന് ശേഷമാണ്. ഞാനിപ്പോഴും ആലോചിക്കുന്നത്, എത്രയോ നമുക്ക് ഫിനാൻഷ്യൽ സ്ട്രഗിളൊക്കെ വരുമ്പോൾ നമുക്ക് ആരോടും ചോദിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ പോകും. കാരണം നമ്മൾ ശരിക്കും ഒരു സ്ത്രീയാണ്. ആ സ്ത്രീക്ക് പരിമിതികളുണ്ട് അല്ലേ. ആ പരിമിതികൾ വിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നെഗറ്റീവ് അടിക്കും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരു ഫിനാൻഷ്യൽ കാര്യത്തിന് ആരെയും ആശ്രയിച്ചിട്ടില്ല. അത്രയുള്ളൂ. ഇപ്പം നമ്മൾ ബാങ്കിൽ നിന്ന് കട കൊടുക്കും, അതാണ് അന്തസ്സായിട്ട് എടുക്കുന്നത്. ലോൺ എടുക്കും. ഞാൻ ലോണിൻ്റെ ആളാന്ന് പറയും. ഞാൻ ശരിക്കും ലോൺ എടുത്ത് അന്തസ്സായിട്ട് ഞാൻ സിവിലൊക്കെ കയറി പോകുന്നോട്ടെ. പക്ഷെ ഞാൻ വ്യക്തികളോട് മേടിക്കില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം വെച്ചാൽ ഇപ്പം നാളെ പാർവതി ആയാലും പറയും, മാഡം എൻ്റെ ഒരു ഇതുകൊണ്ടാണ് സെറ്റായെന്ന്. എനിക്കങ്ങനെ ഇഷ്ടമല്ല കേൾക്കുന്നത്. ഇപ്പം ബന്ധുക്കളായാലും ഞാൻ ഒരിക്കലും ആശ്രയിച്ചിട്ടില്ല. അതുകൊണ്ട് ആത്മീകം ഇന്ന് 33 ബെഡിൽ എത്തി നിന്ന് നമ്മളെല്ലാം നിൽക്കും. എല്ലാം തികഞ്ഞോരല്ല കേട്ടോ. നിൽക്കുമ്പോൾ അഭിമാനത്തോടെ പറയണത് ഇതിൻ്റെ മുന്നിൽ ഞാൻ തന്നെയാണ് ഇപ്പോഴും അന്ന് നിന്ന്. ഉറക്കം ഉണ്ടായി, 2 വർഷം ഉറക്കം ഉണ്ടായില്ല. ആ ഉറക്കം വന്നത് പിന്നെ 2 വർഷത്തിന് ശേഷം മേലത്തെ നിലയിൽ പണി പൂർത്തിയായി കഴിഞ്ഞിട്ട് ഞാനൊരു 2 ദിവസം അവധി എടുത്തു ഉറങ്ങാൻ. കൂളായിട്ട് ഉറങ്ങി സിനിമയും കണ്ടുപോയി. എന്നെ ലൈഫിൽ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് സിനിമ പോയി കണ്ടു. കാരണം ഫുൾ ബെഡ്, ബാങ്കെല്ലാം എല്ലാ EMI ക്ലോസ്ഡ്, പിള്ളേർ സെറ്റ്, വണ്ടികൾ മേടിച്ചു, വീട് വാങ്ങിച്ചാൽ വീട് പറവൂര് പറഞ്ഞുകൊണ്ട് ഇവിടെ എല്ലാം നമുക്ക് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എഴുതി വെച്ച് ഗോൾ സെറ്റ് ചെയ്യണം. ഗോൾ സെറ്റ് ചെയ്യും ഞാൻ. നാളെ ഇപ്പം നമുക്ക് 2026 ഇന്നത് ഞാൻ സെറ്റ് ചെയ്യുമെന്ന് ഞാൻ സെറ്റ് ചെയ്തിട്ടു. അങ്ങനെയാണ് ഓരോ ഇയറിൽ ഞാൻ സെറ്റ് ചെയ്തിടും. ഞാൻ ഡ്രൈവ് ചെയ്യില്ലായിരുന്നു. കാരണം നമ്മുടെ വീട്ടിൽ വണ്ടിയുണ്ട്, കാര്യങ്ങളുണ്ടെങ്കിൽ ഹസ്ബൻഡ് ഉള്ള സമയത്ത് വണ്ടിയൊക്കെ മേടിച്ചിട്ടെങ്കിലും എനിക്ക് ഇനി എന്തിന്, അദ്ദേഹം ഉണ്ടല്ലോ ചെയ്യണ്ടെന്ന്. പക്ഷെ ഞാൻ എപ്പോഴും സ്ത്രീകളോട് പറയുന്നത്, ഒരു സ്ത്രീ പൂർണ്ണതയിലെത്തിങ്ങി അവൾക്ക് ഡ്രൈവിങ് അറിഞ്ഞിരിക്കണം, മസ്റ്റ്. അവൾ ജയിച്ചിരിക്കും ലൈഫിൽ. പക്ഷെ എനിക്ക് എത്രയോ ഡ്രൈവിങ് സ്കൂൾ ഞാൻ പഠിച്ചിട്ട് ഡ്രൈവിങ്
പറ്റിയില്ല. പക്ഷെ 2026 പുലർന്നപ്പോൾ ഞാൻ ഒരു ഡിസിഷൻ എടുത്തു, ഞാൻ വണ്ടി ഓടിച്ചിരിക്കും, ഞാനിപ്പോൾ വണ്ടി ഓടിക്കും. ആ ഡിസിഷൻ മുമ്പ് എടുക്കുമ്പോൾ നമുക്ക് പല ഫാൾട്ടുകളും വന്നിട്ടുണ്ട്. അന്ന് നമ്മൾ ഫിനാൻഷ്യലി സെറ്റ് ആവുന്ന ഓട്ടത്തിലായില്ലായിരുന്നു. അതെ അതെ. പിന്നെ 2026 ഞാൻ 2025 31 നൈറ്റിലെടുത്ത ഗോള് ഈ കഴിഞ്ഞ ദിവസം ഞാൻ പൂർത്തിയാക്കി. അടിപൊളി. ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കും. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന മാനിഫെസ്റ്റേഷനെ പറ്റിയാണല്ലോ. അതിൽ എത്രമാത്രം വിശ്വസിക്കുന്നുണ്ട്? ഭയങ്കര വിശ്വാസം. മാനിഫെസ്റ്റേഷൻ നല്ലൊരു ഇതാട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്നു ഞാൻ ചെറുപ്പത്തിൽ തുടങ്ങി ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു മാനിഫെസ്റ്റേഷൻ. അന്നൊന്നും ഇൻസ്റ്റയിലും ഫേസ്ബുക്കും ഒന്നും ഉണ്ടായില്ലല്ലോ. ഞാൻ സ്വപ്നം കാണും നല്ലോണം. ഞാൻ പറഞ്ഞല്ലോ കഥകളും നോവലുകളും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ ഇപ്പോഴല്ല കൂടിയത്. പണ്ട് നമുക്ക് എഴുത്തുകാർ മാനിഫെസ്റ്റേഷൻ തരുമായിരുന്നു, അറിയോ? കാരണം സ്വപ്നം കാണാൻ. ഇപ്പം നമ്മളൊരു രാജ്യത്തേക്ക് ഇപ്പം എല്ലാ സ്ഥലത്തേക്കും പോയിട്ടല്ലല്ലോ എഴുത്തുകാർ എഴുതണത്, അല്ലല്ലോ. എന്തൊക്കെയാ കാര്യങ്ങൾ എഴുതുന്നു. ഇപ്പം പ്രണയത്തെക്കുറിച്ച് മാധവിക്കുട്ടി എഴുതി, അവർ പ്രണയിച്ചിട്ടാണ്, ശരിയാണ്. മുകുന്ദൻ എഴുതി. അവരൊക്കെ ഓരോ എഴുതുമ്പോൾ നമ്മൾ ആ ലെവലിലേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ ആ ആളാവാനല്ല, എന്നാലും കുറച്ച് ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവാണ് ഗുൽമോഹർ പൂ, വാഗപ്പൂ. എനിക്ക് വളരെ ഇഷ്ടമുള്ള പൂവാണത്. വാഗ എവിടെ പൂത്താലും എൻ്റെ ഇൻസ്റ്റയിലൊക്കെ ഞാൻ എടുക്കും. ആ ഗുൽമോഹർ പൂക്കളുടെ ആ ഒരു മണമില്ലാത്ത പൂവാണ് അല്ലേ, പക്ഷെ നമ്മൾ ആകർഷിക്കില്ലേ? എന്ത് രസമാണ് അത് വിളർന്നിക്കണം. അപ്പൊ അത് തന്നെ ആ ഒരു ഇത് അങ്ങനെ ഓരോ പൂ. അപ്പൊ അത് എഴുത്തുകാർ മുഖേനല്ലേ നമ്മൾ മനസ്സിലാക്കി. അത് ഗുൽമോഹർ എന്നാണ് ആ പൂവിന്. അപ്പൊ നമുക്ക് അറിവുകൾ കിട്ടാൻ. അപ്പൊ നമ്മള് മാനിഫെസ്റ്റേഷൻ അന്ന് മുതലും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ. ഞാൻ ശരിക്കും മാനിഫെസ്റ്റേഷൻ ചെയ്യണ ഒരാളാണ്. എനിക്കിപ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹം നല്ലൊരു കാർ മേടിക്കണം. ഞാൻ മാനിഫെസ്റ്റേഷൻ ചെയ്തു, കിട്ടി. കിട്ടി. അത് ഞാൻ സത്യമായ കാര്യമായിട്ട്, അല്ലാണ്ട് അതിനകത്തൊരു പൊങ്ങച്ചോ അങ്ങനെ ഒന്നുമില്ല. എനിക്ക് അത് EMI ആയിരിക്കാം, പക്ഷെ ഞാനത് നേടിയെടുത്തു. പിന്നെ അതുപോലെ തന്നെ വീട് സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, കുട്ടികളുടേതായാലും ഒക്കെ മാനിഫെസ്റ്റേഷൻ വെച്ചാൽ ഒരു പരിധിവരെ മാനിഫെസ്റ്റേഷന് ഉപരി സ്വപ്നം കാണാം. സ്വപ്നം കാണാം. മാനിഫെസ്റ്റേഷൻ നമ്മൾ സംഭവിച്ചു എന്നുള്ള കാണുന്നത്. പക്ഷെ ഇത് നേടിയെടുക്കാനുള്ള സ്വപ്നത്തിൻ്റെ 1, 2, 3 ഞാൻ എപ്പോഴും എഴുതി വെക്കുക. എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ട് എപ്പോഴും എടുത്ത് വായിക്കുമായിരുന്നു. എനിക്കത് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ എല്ലാ വീട്ടമ്മമാർക്കും എല്ലാ സ്ത്രീകൾക്കും കൊടുക്കാനുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും എഴുതി വെക്കുക, എഴുതി സൂക്ഷിക്കുക. കാരണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വീണ്ടും 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 കാണുമ്പോൾ തീർച്ചയായിട്ടും നടക്കും, ഉറപ്പാണ്. എൻ്റെ ലൈഫ് എന്നെ കൊണ്ട് എത്തിച്ചത് അതിനകത്ത് മാത്രമാണ്. കാരണം ഒരാൾ പറഞ്ഞാൽ ഞാൻ കേൾക്കില്ല. ഡിസിഷനൊക്കെ എൻ്റെ ഓൺ ഡിസിഷനാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അച്ഛനോ അല്ലെങ്കിൽ അമ്മാവനോ അങ്കിളോ ആൻറ്റി ആരും നീ അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാനത് ഫെയിൽഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ പഴി പറയില്ലേ? അത് തന്നെ കുട്ടികൾക്ക് തന്നെ അറിയാം. അമ്മയോട് എന്ത് പറഞ്ഞാലും അമ്മ കേൾക്കില്ല, അമ്മയുടെ ഓൺ ഡിസിഷനാണ്. ചെയ്യുമെന്ന് പറഞ്ഞാൽ ഏതറ്റം വരെ ഞാൻ പോകും. എന്നിട്ട് അതിങ്ങനെ കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങളെല്ലാം സെറ്റ്. അതുകൊണ്ടാണ് വാത്മീകി ഇന്ന് അതിൻ്റെ ഫ്രഷ് മോഡലിൽ നിൽക്കണത്. പക്ഷെ ഇത് ഞാൻ ഇതും കൊണ്ട് അവസാനിപ്പിക്കണില്ല കേട്ടോ. എനിക്കിനി ഒരു സെക്കൻഡ് ഇത് വേണം, നല്ലൊരു ഹോം. ഡെമൻഷ്യ മാത്രമുള്ള ഒരു സെൻറ്റർ. ഡെമൻഷ്യ എനിക്ക് ചെയ്യാൻ അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ കാരണം ഡെമൻഷ്യക്ക് നമ്മളൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചെയ്തു കൊടുക്കണം. അപ്പോൾ അതെനിക്ക് മനസ്സിലായി. കാരണം ഇനിയിപ്പോൾ ഡെമൻഷ്യ കൂടുള്ളൂ, കുറയില്ല. ഏറ്റവും നല്ല ഫീൽഡാണ് മെഡിക്കൽ ഫീൽഡ് തന്നെയാണ്. ഇപ്പോൾ എത്രയോ സ്ത്രീകൾ ഇപ്പോൾ നമ്മളെ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും സ്വന്തമായിട്ട് തുടങ്ങണം എന്നുണ്ടാവും, പക്ഷെ ഒരു ധൈര്യമില്ല, അല്ലെങ്കിൽ പറ്റുമോ, പലതരത്തിലുള്ള ഡൗട്ടുകളായിരിക്കും. അവരുടെ അടുത്ത് എന്താ പറയാനുള്ളത്? എൻ്റെ അനുഭവം 0 ബാലൻസിൽ ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. വെറും 0 ബാലൻസ്. എല്ലാവരും പറയില്ലേ ബിസിനസ് ചെയ്യാനായിട്ട് നമ്മളൊരു അക്കൗണ്ടിൽ പൈസ വേണം. ഞാൻ അതിനൊക്കെ എതിരാ. എന്തിനാണ്? എന്നാലല്ലേ അത് ഡ്രീം അച്ചീവ് ചെയ്യാൻ ഓടുള്ളൂ. ഞാൻ വാത്മീകം തുടങ്ങുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ 25 രൂപ 50 പൈസ ഉണ്ടായുള്ളൂ. ഇപ്പോഴും ഞാൻ ആ സംഖ്യ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. ആത്മീയത്തിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് 25 രൂപ 50 പൈസ. 26 രൂപ ഉണ്ടായി, 50 പൈസ എങ്ങനെയോ പോയി. അപ്പോൾ അതെൻ്റെ കാനറ ബാങ്കിൻ്റെ അക്കൗണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പോഴും എൻ്റെ മെമ്മറി സൂക്ഷിക്കണ വേർഡാണ് 25 രൂപ 50 പൈസ. അപ്പോൾ ഈ 50 പൈസ എവിടെ പോയെന്ന് എന്തോ ബാങ്ക് പിടിച്ചിട്ട് പോയതായിരിക്കും. 26 രൂപയിൽ അങ്ങനെ ഗോൾഡില്ല, ഒന്നുമില്ല. നമ്മുടെ കയ്യിലാകെ ബൈ പ്രൊഫഷൻ മാത്രം. എന്ത് ചെയ്യും? ആത്മീയം തുടങ്ങണം, പൈസ എല്ലാവരോടും ചോദിക്കാൻ വേണ്ടി. ഇപ്പം എല്ലാവരോടും ചോദിച്ച് ചിലപ്പോൾ തരുമായിരിക്കാം, മേ ബി. പക്ഷെ തന്നില്ലെങ്കിൽ നമ്മൾ
ഇൻസൾട്ട് ചെയ്യപ്പെടും. ഞാൻ ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യത്തിനാണ് ഇങ്ങനെ അത് പുള്ളി മരിക്കുമ്പോഴൊക്കെ പറഞ്ഞാൽ കാറ് വിറ്റോ അല്ലെങ്കിൽ ഫർണിച്ചർ വിറ്റോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെയൊക്കെ നമ്മൾ വിൽക്കാൻ എളുപ്പം കഴിയും, വാങ്ങിക്കാൻ കഴിയില്ലല്ലോ. അതെ, അതേപോലെ നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് വിൽക്കാൻ പറ്റും, അത് പ്രാബല്യം കൊണ്ട് പൂർത്തീകരിക്കണം, വിൽക്കിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ പോയി പേഷ്യൻസിനെ കാണാം. അതായത് ഇപ്പോൾ ഒരു ട്രക്യോസ്റ്റമി ക്രൈനോട്ടമി ചെയ്ത പേഷ്യൻറ്റിനെ കിടത്തി കഴിഞ്ഞാൽ ഒരു ട്യൂബ് മാറ്റി കൊടുത്താൽ നമുക്ക് 1000 രൂപ കിട്ടും. 1000 രൂപ എൻ്റെ അസറ്റല്ലേ. അതെ, എനിക്ക് പോകണം 150 രൂപ പെട്രോളാ പോകും, ബാക്കി എൻ്റെ കൈ കിട്ടില്ലേ. ഇവർ പേഷ്യൻറ്റിനെ കൊണ്ടുപോയി ഹോസ്പിറ്റൽ, ICU, ആംബുലൻസ്, നഴ്സിംഗ് കെയർ എല്ലാം കഴിയുമ്പോൾ 2000-3000 രൂപ നമ്മൾ വീട്ടിൽ ചെയ്ത് കൊടുത്താൽ പൈസ എനിക്ക് കിട്ടും. അങ്ങനെ ഞാൻ ഒരു ദിവസം 4000 രൂപ വരെ സമ്പാദിച്ചിട്ടുണ്ട്, അതായത് അമൃത ജോലി ചെയ്യുമ്പോൾ. അപ്പോൾ എനിക്ക് തോന്നി കൊള്ളാലോ, ആ പൈസയാണ് ഞാൻ ഇതിന്. അപ്പം ഞാനൊരു കട്ടിൽ മേടിക്കും, ഒരു ഡെപ്പോസിറ്റ് കൊടുക്കും. അങ്ങനെ ഹോം കെയർ ഏജൻസി തുടങ്ങി. എൻ്റെ ഫ്രണ്ടിൻ്റെ ഞാൻ വാങ്ങിച്ച് 50,000 രൂപ കൊടുത്ത് വാങ്ങിച്ചു. പിന്നെ വർക്ക് ചെയ്ത് കൂട്ടി വെച്ച് ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ വണ്ടിയുടെ ഇൻഷുറൻസ് എടുത്തു. അതാ ചെയ്തേ. കാരണം ഫസ്റ്റ് സെൽഫായിട്ട് കൊടുക്കണ്ടേ, വണ്ടിയുടെ ഇൻഷുറൻസ് എടുത്ത് നല്ലൊരു ഹെൽമെറ്റ് മേടിച്ചു, നല്ലൊരു റെയിൻ കോട്ടും മേടിച്ചു. അതെന്നെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്, ആത്മീയത്തിൻ്റെ സ്റ്റാർട്ടിങ് അതാണ് ശരിക്കും. നല്ലൊരു ഹെൽമെറ്റ് മേടിച്ചു. എനിക്ക് ഹെൽമെറ്റ് നല്ലതുണ്ടായിരുന്നില്ല, നല്ലൊരു ഹെൽമെറ്റ് വാങ്ങിച്ചു, നല്ലൊരു റെയിൻ കോട്ട് മേടിച്ചു. മഴ നനയാൻ പാടില്ലല്ലോ, എപ്പോഴാണ് പേഷ്യൻ്റ് വിളിക്കുമല്ലോ. അപ്പോൾ കാരണം നമ്മൾ ബാഡ് സിറ്റുവേഷനിൽ നിൽക്കുകയാണ്, ജീവിതത്തിൻ്റെ അത്രയും തിക്തമായ ഒരു എന്താ പറയുക പോയിന്റിൽ നിൽക്കുകയാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ ചാടി കഴിഞ്ഞാൽ 2 ഗർത്തങ്ങളാണ്, നമ്മൾ ഇങ്ങനെ പോയിന്റിൽ നിൽക്കുകയാണ്. കാരണം ഇങ്ങോട്ട് ചാടി കഴിഞ്ഞാൽ നമ്മൾ ആത്മഹത്യ ചെയ്യും, ഇങ്ങോട്ട് ചെയ്താൽ കുട്ടികൾ പോകും. അപ്പോൾ അതാണ് ഇങ്ങനെ നടുക്ക് നിന്നിട്ട് ഞാൻ വ്യൂ പോയിക്കണ ഞാൻ കാണുന്നുണ്ട്, ഞാൻ സഞ്ചരിക്കുന്നത്. കാരണം ഞാൻ 2 മലേനെ തമ്മിൽ ബന്ധിപ്പിച്ചേക്കാണ് ഈ പാലം, എൻ്റെ മൈൻഡ്സും എൻ്റെ ജീവിതവും. അപ്പോൾ എനിക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പാസ് ചെയ്ത് ഞാൻ പോകും, നടുക്ക് പൊട്ടി കഴിഞ്ഞ് താഴത്തോട്ട് പോകും. അപ്പോൾ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തു. അപ്പോൾ ഞാനൊരു പേഷ്യൻ്റെ എണ്ണം കൂട്ടി ഞാൻ എണീക്കണ സമയം കൂട്ടി. ഞാൻ 3-4 മണിക്ക് എണീറ്റിരുന്ന ഞാൻ 3 മണിക്ക് എണീക്കാൻ തുടങ്ങി. വീട്ടിലെ ജോലികളും കുട്ടികൾക്ക് സ്കൂളിൽ പോകല്ലേ. അപ്പോൾ ആ സമയത്ത് ഫുഡൊക്കെ ചെയ്ത് ഒരു 5 മണി 5:15 നമുക്ക് കുളിയും കഴിഞ്ഞ് വിളക്കം കത്തിച്ച് പേഷ്യൻറ്റിനെ കാണാൻ ഇറങ്ങും. നെട്ടൂരായിരിക്കും. 6 മണിയാകുമ്പോൾ നെട്ടൂർ എത്തും. അവിടെ നിന്ന് പേഷ്യൻറ്റിനെ കണ്ട് നേരെ വയറ്റിലേക്ക് വരും. വയറ്റിൽ നിന്ന് പേഷ്യൻറ്റിനെ കണ്ടിട്ട് നേരെ പാലാരിവട്ടത്ത് പേഷ്യൻ്റ് ആകുമ്പോൾ 8:30 മണിയാവും. അവർക്ക് കെയറൊക്കെ കൊടുത്ത് നേരെ വീട്ടിൽ ചെന്ന് കുളിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ 9 മണിക്ക് ഓടി ചെന്ന് പഞ്ച് ചെയ്യും അമൃതയിൽ. അവിടെ നിന്ന് പിന്നെ തിരിച്ച് വേഗം 6 മണിയാകുമ്പോൾ 5 മണി 5:45 6 മണി പഞ്ച് ചെയ്ത് ഓടി വരും. അപ്പം ഇതേ പേഷ്യൻ്റ് നെക്സ്റ്റ് കെയർ. അങ്ങനെയാണ് നമ്മൾ അച്ചീവ് ചെയ്തത്. അതാണ് സീറോ ബാലൻസ് ചെയ്യുന്നത്. ഇന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാവുന്നതാണ്, സീറോ ബാലൻസിൽ എന്ന ബിസിനസ് ചെയ്യാൻ എല്ലാ അമ്മമാരും ലക്ഷങ്ങളുടെയും കോടികളുടെ പിന്നാലെ ഓടി നടക്കുമ്പോൾ നമ്മൾ പറയും എപ്പോഴും നമുക്കൊരു മനസ്സുണ്ടായാൽ മതി. അതെ, മനസ്സും ചെയ്യണം എന്നുള്ളൊരു എന്താ പറയുക സ്വപ്നം അതുണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബിസിനസ് ചെയ്യാൻ പറ്റും, ഏതൊരു ബിസിനസ്സും ചെയ്യാൻ പറ്റും. കാരണം അപ്പോൾ നിങ്ങൾക്ക് ഒരു ബൈ പ്രൊഫഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നണേന്ന് അല്ല. നമ്മളിപ്പോൾ ഒരു നൈറ്റി കച്ചവടം തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരു 100 രൂപ കൊടുത്ത് 2 നൈറ്റി മേടിച്ചാൽ 50 രൂപ ലാഭം കിട്ടില്ലേ. അങ്ങനെ ഒരു നൈറ്റി 10 നൈറ്റിയാക്കി കൂടെ. അതെ, നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ബിസിനസ്സും എറണാകുളം പോലെ സിറ്റിയിൽ നമുക്ക് എന്തൊക്കെ വർക്കുകൾ ചെയ്യാം പാർട്ട് ടൈം അല്ലേ. അതെ, അപ്പം ഞാൻ പറഞ്ഞു അപ്പം നമുക്ക് നല്ല ഞാൻ കുട്ടികളോടും പറഞ്ഞു നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഉപദ്രവമല്ലാത്ത രീതിയിൽ, മറ്റുള്ളവർക്ക് ഉപദ്രവമായ രീതിയിൽ മറ്റുള്ള കച്ചവടങ്ങളോ അങ്ങനെ പിന്നാലെ നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം നമുക്ക് മനസ്സിന് സന്തോഷങ്ങളും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ ഏതൊരു തൊഴിലും നമുക്ക് ചെയ്യാം. അതെ, അമ്മ ചെയ്യുന്ന മഹത്തരമായ ജോലിയാണ്. കാരണം ഞാൻ എപ്പോഴും അവരോട് പറയും നിങ്ങൾ ഭയങ്കര ഭാഗ്യമുള്ള കുട്ടികളാണെന്ന് പറയാം എൻ്റെ മക്കളോട് ഞാൻ. കാരണം അമ്മ എന്ന നിലയിൽ ഞാൻ 101% സന്തോഷവതിയായ അമ്മയാണ്. നിങ്ങൾക്ക് തോന്നിയോന്ന് എനിക്കറിയില്ല, എനിക്ക് അത് അവരോട് ചോദിക്കണം, അവരോട് ചോദിച്ചാൽ പറയുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഓക്കെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അമ്മ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഞാൻ അവർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അവരിൽ നിന്ന് പ്രതീക്ഷിക്കണില്ലല്ലോ. നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് നല്ല വണ്ടർഫുൾ വുമൺ തന്നെയാണ്. ഞാൻ എന്നെ തന്നെയാണ് ചില സമയത്തൊക്കെ ഞാൻ ചോദിക്കും നിങ്ങൾക്ക് എന്തുകൊണ്ട് നിനക്ക് മിനിനെ പോലെ ചെയ്തുകൂടാന്ന് ചോദിക്കും എൻ്റെ മകളോട്.
ഇപ്പോൾ മിക്ക ഇവിടെയും എന്താ പറയണ്ടേ, ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നമ്മളിപ്പോൾ കുറച്ച് വയസ്സായിട്ടുള്ള രീതിയിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അഡ്മിറ്റ് ചെയ്യേ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എപ്പോഴും പറയുന്ന ഒരു ഓപ്ഷനാണ് ഈ പറഞ്ഞ പോലെ ICU അല്ലെങ്കിൽ വെന്റിലേറ്ററിലേക്ക് മാറ്റണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എപ്പോഴും ഈ ഫാമിലീസ് ഒരു കൺഫ്യൂഷൻ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ICU ഡോക്ടേഴ്സ് പറയുമ്പോൾ നമ്മൾ സെക്കൻഡ് തോട്ട് ഇല്ലാതെ നമ്മൾ വേഗം അയ്യോ അവർക്ക് നല്ലതിനല്ലേ വേഗം ആയിക്കോട്ടെ എന്ന് പറയും. പക്ഷെ വേറൊരു സൈഡിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയും. അപ്പോൾ ഏത് സ്റ്റാൻഡിലാണ്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം അവർക്ക് എനിക്ക് തോന്നുന്നു മാക്സിമം ഒരു ഓക്സിജൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ നമുക്കത് വീട്ടിൽ കൊടുക്കാം. അത് വീട്ടിലേക്ക് കൊടുത്തിട്ട് വീട്ടിൽ തന്നെ കൊടുക്കണം. അപ്പോൾ അവർക്ക് ഈ ICUവിലേക്ക് എടുക്കുമ്പോഴും ഒക്കെ നമ്മുടെ സ്വന്തം റൂമിൽ കിടന്ന് സ്വന്തം പ്രോപ്പർട്ടി ഉപയോഗിച്ച് സ്വന്തം ബെഡ്ഷീറ്റ് ഉപയോഗിച്ച് സ്വന്തം പാത്രത്തിൽ കഞ്ഞി കുടിക്കണ ഒരു സുഖവും ഒരു ഹോസ്പിറ്റലിൻ്റെ ബെഡിൽ കിടന്നാലോ ഞങ്ങളുടെ സർവീസിൽ കിട്ടില്ല അവർക്ക്. അത് ഉറപ്പുള്ള കാര്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കിട്ടാത്ത പക്ഷം നമ്മുടെ സർവീസ് എടുക്കണേലും ഹോസ്പിറ്റലിൽ കിടക്കണോട് നമുക്ക് താല്പര്യമില്ല. കാരണം ICU എന്ന് പറയുമ്പോൾ അവരെ ഭയങ്കര ഡിപ്രഷനാക്കും. നമ്മൾ ഓപ്പോസിറ്റാണ്. നമ്മൾ വീട്ടിൽ എങ്ങനെ കൊടുക്കണു, അവരെ ബെഡും കാര്യങ്ങളും ഇല്ലെങ്കിൽ നമ്മുടെ ബെഡും നമ്മുടെ അച്ഛനമ്മമാരും മക്കളുടെ കൈ പിടിക്കാനുള്ള സൗകര്യം ICUവിൽ അങ്ങനെ കൊടുക്കില്ലല്ലോ. അതെ, ഹോസ്പിറ്റലിൽ കൊടുക്കില്ല. അപ്പോൾ ഒരിക്കലും വെന്റിലേറ്റർ കയറ്റരുത്. എനിക്ക് അടുത്തറിയാവുന്ന മകനെ ഞാൻ ഇന്നിപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും നല്ലൊരു ബോർഡിൽ മെമ്പറായിട്ടിരുന്ന ഒരു അച്ഛനാണ്. അച്ഛൻ പറഞ്ഞു 10 ദിവസം എനിക്ക് കുട്ടിയുടെ ഒപ്പം വന്ന് താമസിക്കണമെന്ന് എൻ്റെ അടുത്ത് താമസിച്ചു. അച്ഛൻ ഓട്ടോറിക്ഷ വിളിച്ച് ബാങ്കിൽ പോവും, അവിടെ പോവും, ഇവിടെ പോവും. മകനായിട്ട് ഭയങ്കര സ്റ്റണ്ടൊക്കെ ആയിരുന്നു. അപ്പോൾ അച്ഛനൊരു സുപ്രഭാതത്തിൽ നമ്മുടെ എനിക്ക് വേണ്ടപ്പെട്ട ഡോക്ടറിൻ്റെ ആശുപത്രി എടുത്ത് പറയണില്ല, ആശുപത്രി ചെന്നു. അച്ഛനെ അവർ പിടിച്ച് ബൈപ്പാപ്പ്, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആയിരുന്നു. 90 വയസ്സുള്ള അച്ഛനെ പിടിച്ച് അവർ ബൈപ്പാപ്പിലേക്ക് മാറ്റി വെന്റിലേറ്ററിലാക്കി. ഞാൻ ICUവിൽ ചെല്ലുമ്പോൾ അച്ഛൻ എന്നെ തൊഴുവായിരുന്നു. കാല് പിടിച്ച് നമസ്കരിച്ച് കരഞ്ഞു ഞാൻ. അച്ഛാ ഇതിന് ഉത്തരവാദി ഞാനല്ല, ഞാൻ ഒരുപാട് സ്റ്റണ്ട് കൂടി. കാരണം അവർക്ക് പെർ ഡേ 35,000-25,000 കിട്ടിക്കഴിഞ്ഞാൽ എന്താ ബുദ്ധിമുട്ടാവുമോ? അതാണ് അവർ. ആ മനുഷ്യൻ 2 ആഴ്ച വെന്റിലേറ്ററിൽ കിടന്നു. ഒരു കാര്യമില്ലാത്ത കാര്യം മരിച്ച്. ബൈപ്പാപ്പ് ഓക്കെ, അത് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വരുന്നത് കൊടുക്കാമെന്ന് ചോദിക്കാം. പക്ഷെ ഇത്രയും മിഷീന് കൂട്ടി ഞാൻ അച്ഛനെ കാലും നമസ്കരിച്ച് എൻ്റെ കണ്ണീര് അച്ഛൻ്റെ കാലുമേ വീണു. അച്ഛൻ അത് വേണ്ടായിരുന്നല്ലോ ഡോക്ടറെ എന്ന് ഞാൻ പറഞ്ഞു. ഡോക്ടറെ എന്ത് ചെയ്യാനാ പറഞ്ഞാൽ ഈ വെന്റിലേറ്ററും കൊണ്ട് ആളെ ജീവിപ്പിക്കാൻ പറ്റുമോ? വെന്റിലേറ്റർ കൊടുക്കണം. അത് മെഡിക്കൽ തിങ്സിനുള്ളത്. അത് ഒരു യൂത്തൊക്കെ വന്നല്ലോ ആക്സിഡൻറ്റോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വെന്റിലേറ്റർ കൊടുക്കണം. അത് നമ്മൾക്കത് വെന്റിലേറ്റർ കൊടുക്കാതിരിക്കുന്നതും തെറ്റാണ്. പക്ഷേ ഈ ഓൾഡ് ഏജിൽ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടം. ഇത്രയും വലിയ കുഴൽ കുത്തിയിറക്കി അവർക്കിടെ ഇത് വരാം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വേദനാജനകം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ പേഷ്യൻസിനെ കണ്ടേക്കണം ഒരാളെ ഞാൻ. ICU ഒക്കെ ജോലി ചെയ്തേക്കണം. അതുകൊണ്ട് നമുക്കറിയാം അവരുടെ വേദന. പരമാവധി നമ്മൾ കൊടുക്കാതിരിക്കാൻ നോക്കുക. മനസ്സിലായി. നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാം. അതാണ് ചെയ്യേണ്ടത്. അതേപോലെ ഇപ്പോൾ സ്ട്രോക്ക് വന്ന ഒരാൾ ഇപ്പോൾ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇവരെ പരിചരിക്കുമ്പോൾ? ഇപ്പോൾ സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ ഒരു ഗോൾഡൻ അവേഴ്സ് ഉണ്ടല്ലോ, 6 മണിക്കൂറാണ് ശരിക്കും ഗോൾഡൻ അവേഴ്സ്. ഇപ്പോൾ ഒരു സ്ട്രോക്ക് വന്ന പേഷ്യൻസിന് കാണിക്കുന്ന സിംറ്റംസ് ഒക്കെ നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ ആ സ്ട്രോക്ക് വന്ന ആളെ 6 മണിക്കൂറിനുള്ളിൽ നമ്മൾ പരമാവധി ഡോക്ടറെ അടുത്ത് എത്തിക്കുക. അതിനുള്ള ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഷുഗറുള്ള ആൾക്കാർക്ക് രാത്രി ഉറങ്ങിപ്പോവേ. അപ്പോൾ അതിനകത്തും ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോക്ക് വരാൾ ഓക്സിജൻ സർക്കുലേഷൻ നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ സ്ട്രോക്ക് വരാൻ ചാൻസുകൾ ഏറെയാണ്. അപ്പോൾ അവർ കുറേ നാളിങ്ങനെ കെടുക്കും. അപ്പോൾ അവർക്ക് ആവശ്യമായ മെഡിസിൻസുകൾ കാര്യങ്ങൾ അവർ പെട്ടെന്നൊന്നും മരിക്കില്ല. ഫിക്സ് ഒക്കെ വരും അവർക്ക്. അപ്പോൾ അങ്ങനെയുള്ളതിനെ വീട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെ ഹോം നേഴ്സ് ഫെസിലിറ്റീസ് എടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവില്ല. അവർക്ക് ബെഡ് സോർ വരും. ചിലർക്ക് ഓക്സിജൻ സർക്കുലേഷൻ ക്രൈനോട്ടമി ചെയ്യും, ട്രക്കിയോസ്റ്റമി ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഒരു 60-70 വയസ്സ് കഴിഞ്ഞാൽ ക്രൈനോട്ടമി ട്രക്കിയോസ്റ്റമി ചെയ്യരുത്. വളരെ ദുർഘടം പിടിച്ചൊരു ജീവിതമാണ്. നമുക്കിപ്പോൾ ഞാൻ 2017 കാലഘട്ടത്തിൽ ഞങ്ങളെല്ലാവരും താമസിച്ചും ഞങ്ങളുടെ താഴെ ഒരു അങ്കിളുണ്ടായിരുന്നു. അങ്കിളിന് തൊണ്ടയിലായിരുന്നു ക്യാൻസർ. അപ്പോൾ ഞാൻ അങ്കിളായിട്ട് സംസാരിച്ചപ്പോൾ അങ്കിളിനോട് ഞാൻ ചോദിച്ചു, അങ്കിള് എന്നോട് പറഞ്ഞു മോളെ ഡോക്ടർ പറഞ്ഞ ട്രക്കിയോസ്റ്റമി ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്കിള് ഡോക്ടറോട് പോയി ചോദിക്കാം, ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നാൾ ജീവിക്കും, ചെയ്യാതിരുന്ന എത്ര നാൾ ജീവിക്കും എന്ന് ചോദിക്കാം. രണ്ടും എന്ന് ചോദിക്കാം. എന്നിട്ട് ഡോക്ടറോട് പോയി ചോദിച്ചു, നോക്കിയയുടെ ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ട് ചോദിച്ചു. അപ്പോൾ ഞാനും കേൾക്കുന്നുണ്ട്, 2 ചെയ്താലും ജോൺ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. 2 ചെയ്താലും ജോൺ മരിച്ചു പോകും. അപ്പോൾ അവന് ചെയ്യാണ്ടിരുന്നൂടെ? ചെയ്ത് കഴിഞ്ഞാൽ ഭാര്യയോടും മിണ്ടാൻ പറ്റില്ല. ഭാര്യയ്ക്ക് ഭാര്യ അടുത്ത് തന്നെ നിൽക്കേണ്ട വരും, ഓക്സിജൻ കൊടുക്കേണ്ടി വരും, സക്ഷൻ ചെയ്യേണ്ടി വരും, ഇതൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് പീസ്ഫുള്ളായുള്ള മെഡിസിൻ കൊടുക്കുക. ഞാൻ മകനോട് നിങ്ങളൊരു ട്രിപ്പ് ഏർപ്പാടാക്കിയിട്ട് അവർ പോട്ടെ,
അവർ എല്ലാ തുറന്ന ലോകങ്ങളൊക്കെ കണ്ടു വരട്ടെ. പിന്നെ അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അങ്കിള് മരിച്ചേ, ഞാനുണ്ടായിരുന്നു. ഓ ആ അമൃതയിൽ കൊണ്ടുപോയി ഐസൊലേഷനിലാക്കി ഹെർപ്പീസ് വന്ന് അങ്കിള് മരിച്ചുപോയി. അപ്പം നമുക്ക് നല്ലൊരു ഇത് കൊടുക്കുക. ആ സമയം ഈ ട്രക്യോസ്റ്റമി ചെയ്തിട്ട് തൊണ്ടയും സക്ഷനും വെച്ച് എത്ര നാൾ അവർ എടുക്കുക. പരമാവധി അങ്ങനെയുള്ള സർജറികൾ ഈ ഒരു ഏജ് കഴിഞ്ഞാൽ ഒഴിവാക്കാൻ ശ്രമിക്കുക നമ്മൾ. നല്ല അത് 80% മക്കൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് പേര് മാത്രമാണ് അത് 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 അവർ ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. ഞങ്ങളുടെ അച്ഛനമ്മയ്ക്ക് ഇത് ചെയ്തൂലോ, ഇപ്പൊ അതാണ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇപ്പം ആത്മീകം നമ്മുടെ സർവീസസ് എന്നൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് നമ്പർ കിട്ടി, നമ്മളിപ്പോൾ വിളിക്കാന്ന് വിചാരിക്കുക. അപ്പോൾ ആരായിരിക്കും കോൾ എടുക്കുക? ഇപ്പോൾ 2 കോളാണ് ഉള്ളത്. ഒന്ന് എൻ്റെ കയ്യിലുണ്ടാവും, പിന്നെ ഒരെണ്ണം ആത്മീയത്തിലുണ്ടാവും. ആത്മീയത്തിൽ ഒരു 9 to 6 വരെ നമ്മുടെ മാനേജർ കുട്ടി എടുക്കും. ആ മാനേജർ കുട്ടി അതിൻ്റെ ഇടക്ക് തന്നെ നമുക്ക് ടീം ലീഡർ ഉണ്ട്, ഇൻചാർജ് ഉണ്ട്, ആ സ്റ്റാഫുകളെല്ലാം ഉണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ പോലെ തന്നെയാണ് നമ്മൾ കൊടുക്കണത്. ഇപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമ്മൾ ആത്മീയത്തിൻ്റെ റിസപ്ഷൻ ഏരിയ, അവിടെ മാനേജർ കുട്ടി ഉണ്ടാവും, പിന്നെ ഇൻചാർജ്. അപ്പോൾ നമ്മൾ കോള് വന്നിപ്പോൾ നമ്മുടെ സർവീസ് എന്താണ് വേണ്ടതെന്ന് അവരോട് ചോദിക്കും. അപ്പോൾ സ്റ്റില്ലായിട്ടുള്ള കണ്ടീഷൻ അതനുസരിച്ച് നമ്മൾ പേയ്മെൻ്റൊക്കെ പറയണത്. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മൾ പേയ്മെൻറ്റ് പേഷ്യൻ്റ് ഇടുന്നത്. ഇപ്പോൾ സ്റ്റേബിളായിട്ടുള്ള പേഷ്യൻറ്റ് സ്റ്റേബിളായിട്ടുള്ള പേയ്മെൻറ്റ് പറയും. അതേപോലെ എക്യുപ്മെൻറ്റ്സ് എടുക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഓക്സിജനും സക്ഷനും മോണിറ്ററും എയർ ബെഡൊക്കെ എടുക്കണമെങ്കിൽ ആ ഒരു പേയ്മെൻറ്റ് പറയും. പിന്നെ നമ്മൾ ഇതൊന്നും വേണ്ടാണ്ട് വെറുതെ ബെഡൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് വേറൊരു പേയ്മെൻ്റ് ആയിരിക്കും. പിന്നെ സപ്പോർട്ടിങ് കെയർ ഉള്ളവർക്ക് വേറൊരു പേയ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ വ്യത്യസ്തമായ പേയ്മെൻറ്റുകളാണ് നമ്മുടെ അവിടെ. അപ്പോൾ നമ്മളിപ്പോൾ ഇനി പേയ്മെൻ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മളത് മുന്നോട്ട് പോകും. കാരണം അപ്പോൾ കസ്റ്റമർ നമ്മുടെ ഒപ്പം സഹകരിക്കണം. ഒരുപാട് പേരൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ, നമ്മൾ ചിലവുകളല്ലേ. പിന്നെ കുക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു കാര്യങ്ങളും ഒക്കെ ഒരാളുണ്ട്. ഇപ്പോൾ 2 കുക്കിംഗ് പേരുണ്ട്. അപ്പോൾ ഭക്ഷണം വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ക്ലീനിങ്ങിൻ്റെ സ്റ്റാഫുകളുണ്ട്. അപ്പോൾ ആത്മീകം ഒരു കൂട്ടായ പ്രവർത്തനമാണ്. അപ്പോൾ 4-15 സ്റ്റാഫുകളാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും സ്റ്റാഫ് നഴ്സുമാരാണ്, നഴ്സിംഗ് ഫീൽഡാണ് എല്ലാവരും. അപ്പോൾ ഇവർ ആണ് പേഷ്യൻസിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണതും. 2 സ്റ്റെപ്പിലും കൂടി 4 പേര് വെച്ച് നിൽക്കും. നൈറ്റിൽ പേഷ്യൻസിനെ നോക്കണമല്ലോ. അപ്പോൾ അവർക്ക് റെസ്റ്റ് എടുക്കാനും സമയമുണ്ട്. നമ്മുടെ CCTVയിൽ താഴെ ഒരു കൂട്ടർ വാച്ച് ചെയ്യാനും സമയമുണ്ട്. ഇതെല്ലാം എനിക്കും കിട്ടും. അപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നൈറ്റിൽ അവർ കോൾ എടുത്തില്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് കോൾ വരും. ഇപ്പം നൈറ്റ് കോൾ വരാനുള്ള സാധ്യത ഇല്ല, നമ്മൾ എമർജൻസി അല്ലല്ലോ, നമ്മൾ കെയർ അല്ലേ. അപ്പോൾ ഉണ്ടോ ഇപ്പോൾ വെളുപ്പിനൊക്കെ അമേരിക്കുന്ന വിദേശങ്ങളിൽ നിന്ന് വിളിക്കുന്ന ആൾക്കാരെ കോളൊക്കെ എനിക്ക് വരും. അപ്പോൾ ഞാനത് എടുക്കും. അപ്പോൾ ഞങ്ങളൊരാൾ എടുക്കും, കോൾ എടുക്കും. കോൾ വെയിറ്റിംഗ് ഒരിക്കലും വരില്ല. അങ്ങനെയാണ് നമ്മുടെ സർവീസുകൾ കൊടുക്കുക. ഇനിയിപ്പോൾ ഈ ഒരു ഫാമിലിയുടെ മെമ്പർ ആവാൻ ആഗ്രഹിക്കുന്ന, സ്റ്റാഫ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ടാവും. അപ്പോൾ എന്തൊക്കെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസ് ആണ് അവർക്ക്? അവർക്ക് ഡെഫിനറ്റ്ലി നഴ്സിംഗ് അറിഞ്ഞിരിക്കണം. പിന്നെ എനിക്ക് വേണ്ടത് ബിഹേവിങ് ആണ്. ഇപ്പം നഴ്സാന്ന് വെച്ച് നല്ല പെരുമാറ്റമാണോന്നില്ലല്ലോ എല്ലാവർക്കും. ഞാൻ നഴ്സാണ്, മാലാഖയാണെന്ന് അതൊക്കെ ഒരു പ്രപഞ്ചത്തിൽ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളത് നമ്മുടെ സ്വരത്തിലും പെരുമാറ്റത്തിലൊക്കെ വരണ്ടേ. അപ്പം എല്ലാ കുട്ടികളോടും പറയുമ്പോൾ നമ്മൾ നഴ്സാവണം എന്നുണ്ടെങ്കിൽ നഴ്സിങ്ങിനെ ഒരു ചേർത്ത് പിടിക്കുക. ശരിക്കും അതാണ്. ഇപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കൂട്ടത്തിൽ ഏറ്റവും ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങളാണ് നഴ്സുമാർ അല്ലേ. മരണത്തിലും ജനനത്തിലും കൂടെയുള്ളവരാണ് നഴ്സുമാർ. എനിക്ക് എന്താ പറയുക, ഡീപ്പായിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഡെലിവറി എടുത്ത കുട്ടികളെ കല്യാണം കഴിഞ്ഞപ്പോൾ അവർക്കും കുട്ടികളായിട്ടുണ്ട്. കാരണം 25 വയസ്സ് കെട്ടിക്കഴിഞ്ഞ് കുട്ടികളായിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാനിപ്പോൾ ജനനത്തിലും ഉണ്ടായിട്ടുണ്ട്, മരണത്തിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ അത്രയും അപൂർവ ഭാഗ്യം സിദ്ധിച്ച ആൾക്കാരാണ് നഴ്സുമാർ. ഭൂമിയിൽ ഒരു പ്രൊഫഷനും കിട്ടാത്ത ഭാഗ്യമുള്ള പ്രൊഫഷനാണ് നഴ്സിംഗ്. കാരണം അവരിപ്പോൾ എവിടെ പോലും, ഇപ്പോൾ ഒരു ബസ് സ്റ്റാൻഡിൽ നിന്നാൽ പോലും ഒരു പേഷ്യൻ്റ് കുഴഞ്ഞ് വീണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വ്യക്തി കുഴഞ്ഞ് വീണ പെട്ടെന്ന് തന്നെ അവരെ രക്ഷിക്കാനുള്ള കഴിവ് അവിടെ നിൽക്കുന്ന നഴ്സിംഗ് കുട്ടികൾക്ക് ഉണ്ടാവും. തീർച്ചയായിട്ടും. മനസ്സിലായോ? അപ്പോൾ ഒരു ബസ്സിൽ അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റിൽ കയറാം, ഒരു ട്രെയിനിൽ കയറാം, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ നമ്മൾ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് പോലും എന്തെങ്കിലും വന്നാൽ അവിടെ ഒരു നഴ്സ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ആൾ രക്ഷപ്പെട്ടിരിക്കും. നഴ്സിൻ്റെ വില നഴ്സ് അറിഞ്ഞ് തന്നെ പ്രവർത്തിക്കണം. നഴ്സാണ് വളരെ അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ പറയും, ഞാൻ നഴ്സാണ്. കാരണം അഭിമാനമാണ് എനിക്ക്. ഞാൻ പറയുമ്പോഴും എനിക്ക് പ്രവൃത്തിയിലൊക്കെ വളരെ അഭിമാനമുള്ളൊരു വാക്കാണ് നേഴ്സ് എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ ഇപ്പം നമ്മൾ ഒരുപാട് പ്രായമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊരു കുട്ടീനെ കാണാൻ, കുട്ടിയുടെ അമ്മേനെയും കാണുകയാണെങ്കിൽ എൻ്റെ ഡെലിവറിക്ക് ഉണ്ടായത് ഈ കുട്ടിയാട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ആ കുട്ടീനെ നമ്മൾ എടുത്തതാണല്ലേ എന്ന് പറയുമ്പോൾ
അതേപോലെ നമ്മൾ വീണൊന്ന് വന്നിട്ട് കാലം തുന്നിക്കിട്ട് ഞാനുണ്ടായതാട്ടോ, അല്ലെങ്കിൽ സർജറിക്ക് ഞാനുണ്ടായതാട്ടോ. അപ്പോൾ അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ മരണത്തിൻ്റെ ഇടയ്ക്കുള്ള നല്ല മുഹൂർത്തങ്ങളിലും അതെല്ലാ മുഹൂർത്തങ്ങളിലും നമ്മളുണ്ടല്ലോ. അതെ അതെ. അപ്പോൾ എല്ലാ നഴ്സുമാർക്കും എൻ്റെ എല്ലാവിധ ആശംസകളാണ്. കാരണം നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല ജോലിയാണ്. ഒരിക്കലും ശപിച്ചുകൊണ്ട് ചില കുട്ടികളൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, അയ്യോ ഇത് കൊള്ളില്ലാത്ത ജോലിയാണ്. ഒരിക്കലും അല്ല, നല്ല ജോലിയാണ്. ജീവിതത്തിൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയണത്. കാരണം ഇതുകൊണ്ട് നേടിയെടുത്താണ് ഇതെല്ലാം. അതല്ലേ, ഒരു കർഷകൻ ചിന്തിച്ചാണ് മകളെ നഴ്സാക്കാമെന്ന്. ആ കർഷകനിൽ നിന്നും ആ കർഷകൻ്റെ മകൾ എറണാകുളം പോലെ സിറ്റിയിൽ വരെയും അവിടെ വാത്മീകം എന്നൊരു പ്രൊഫഷൻ തുടങ്ങുകയും ഒരുപാട് അമ്മമാർക്കും അച്ഛന്മാർക്കും സാന്ത്വനമേകാനും അവരോടൊപ്പം നിൽക്കാനും കഴിഞ്ഞത് ആ കർഷകൻ്റെ തന്നെ എന്താ പറയുക രൂപമാറ്റാണ്. എൻ്റെ മകൾ വെയിൽ കൊള്ളരുത് എന്ന് തീരുമാനിച്ച കൊടയാക്കി നൽകിയതാണ് എനിക്ക് വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസത്തിന് ഞാൻ ഇന്ന് അഭിമാനത്തോടെ നഴ്സ് എന്ന ഇതിനെ എൻ്റെ അച്ഛൻ പറയായിരുന്നു, എൻ്റെ മകൾ നഴ്സാണ്. അല്ല, ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതായത് ഒരു ട്രിപ്പൊക്കെ ഇടുന്ന വരുമ്പോഴേക്കും മിനീനെ വിളിച്ചോട്ടോ എന്ന് പറയും. ആളുടെ മകൾ ഇങ്ങനെ നഴ്സല്ലേ, അവൾ വരുമല്ലോ എന്ന് പറയും. നമ്മുടെ കുട്ടിയല്ലേ. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു 2017, 16 കാലഘട്ടങ്ങളിലൊക്കെ അത് ഭയങ്കര രസമായിട്ടുള്ളൊരു മൂടായിരുന്നു. കാരണം ആ വെള്ള സാരിയെ കൊടുത്ത് നടക്കാന്നൊക്കെ ഭയങ്കര രസമായിട്ട് അഭിമാനമാണ്. കാരണം എല്ലാവരും ഭയങ്കര അഭിമാനത്തോടെ നമ്മളെ നോക്കണു. ആ തൊപ്പിയൊക്കെ വെച്ച് നടക്കാന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നമ്മൾ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ ആ BP അപ്പാറ്റസും ഇതൊക്കെ കൊണ്ട് നടക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിട്ടില്ല. അപ്പം നമുക്ക് നഴ്സിംഗ് ഫീൽഡിൽ ഒരുപാട് ഹരാസ്മെൻറ്റുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല ശുദ്ധമായ വഴികളല്ല. കാരണം നമ്മളെക്കാൾ മുമ്പുള്ള ആൾക്കാരൊക്കെ എനിക്ക് എൻ്റെ ഹൃദയം പറഞ്ഞു പോകുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇൻസൾട്ടിങ് തീർച്ചയായിട്ടും ജയസൂര്യയുടെ സിനിമയിൽ പറയണ പോലെയൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് നഴ്സിംഗ് ഫീൽഡിൽ വെച്ചിട്ട്. പക്ഷേ എനിക്ക് അഭിമാനത്തോടെ ഇന്നും അവരുടെ മുമ്പിൽ പല കാര്യങ്ങളും അവരുടെയൊക്കെ മികച്ചതായി നിൽക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം ഞാൻ അമൃതയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഒരുപാട് പേര് എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം എനിക്ക് തുറന്നു പറയണതിന് എന്താ കുഴപ്പം, തുറന്നു പറയണ കുഴപ്പമില്ല. കാരണം എന്നെ കരയിപ്പിക്കണ രീതിയിൽ, ഹൃദയം പൊടിയണ രീതിയിലൊക്കെ സംസാരിച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. പക്ഷേ ഇപ്പോഴും ഞാൻ അഭിമാനത്തോടെ അവർ പക്ഷെ അവിടെ തന്നെ നിൽക്കുകയാണല്ലോ, അവരവിടെ നിന്ന് പോന്നിട്ടില്ല. നമ്മളവർ ഒരുപാട് ദൂരം സഞ്ചരിച്ചു. ഞാൻ അവരിൽ നിന്നും ഒരുപാട് ദൂരം ഞാൻ സഞ്ചരിച്ചു കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും അവർ അവിടെ തന്നെ നിൽക്കുവാണ്. അപ്പം എനിക്ക് അഭിമാനമല്ല തോന്നുന്നുണ്ട്. അപ്പം അതൊരു നഴ്സായിട്ട് കിട്ടിയൊരു ഇതാണത്. അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു എല്ലാ ജോലികളും ഓക്കെയാണ്, പക്ഷെ നമ്മൾ നഴ്സന്മാരെന്നൊരു പ്രത്യേക വികാരമല്ലേ. ഇന്നിപ്പോൾ സമരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും ഞാൻ എല്ലാവരോടും പറയും, നിങ്ങൾ കാരണം മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ട് വരരുത് കേട്ടോ. നമ്മൾ പൈസയ്ക്ക് വേണ്ടി ജോലി ചെയ്യണം, ശരിയാണ്. പക്ഷേ ICUലൊക്കെ ഈ സമരം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ. പക്ഷെ അപ്പോഴും പിള്ളേർ സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് ജോലി ചെയ്യും. അത് ആ നഴ്സിനൊരു മൈൻഡ് ഉണ്ട്. കാരണം അത് നമുക്ക് ബൈ പ്രൊഫഷനിൽ കിട്ടുന്നതാണത്. പക്ഷെ ചിലർ നമുക്ക് ഈ നഴ്സുമാർ തിക്തമായ അനുഭവങ്ങൾ ഇപ്പോൾ ഗവൺമെൻറ് ആസ്പത്രിയിലൊക്കെ ചെല്ലുമ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാ നഴ്സുമാരും മാലാഖമാരാന്നും പറയാനൊന്നും പറ്റില്ല. ഇവർ നഴ്സാണോന്നൊക്കെ ചോദിക്കേണ്ട, നഴ്സായി എനിക്കും തോന്നിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ചോദിക്കും, ഈശ്വര ഇങ്ങനെയൊക്കെ പെരുമാറാൻ സാധിക്കുമോ മനുഷ്യൻ, അവിടെ മാറിക്കിടക്ക് എന്നൊക്കെ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെയൊന്നും പറയണത്. അങ്ങനെ മാറി നിൽക്ക്, നമ്മൾക്ക് ഒരാളോട് മാറി നിൽക്കാൻ പറയരുത്. മാറി നിൽക്കാമോ അങ്ങനെ ചോദിക്കണല്ലേ. അച്ഛാ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ അങ്കിള് ആൻറ്റി ഒന്ന് മാറി നിൽക്കാമോ, അല്ലെങ്കിൽ സാറൊന്ന് മാറി റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് വളരെ എല്ലാ പ്രൊഫഷനിലും ഉണ്ടല്ലോ അല്ലേ. അങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും ഇപ്പോൾ ചെയ്യുന്ന ഈ ഒരു ജോലി വളരെ ഇമോഷണലായിട്ട് കുറേ നമുക്ക് നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന പല സംഭവങ്ങൾ കാണുകയും അല്ലെങ്കിൽ അത് ദിവസം ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ പോലെ അനുഭവിക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഒരു രാത്രിയൊക്കെ ആകുമ്പോഴേക്കും അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ഈ ഇമോഷണൽ ഒരു ബാഗേജൊക്കെ എവിടെയാണ് അഴിച്ചുവിടുന്നത്? ഇമോഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സങ്കടം വന്നു കഴിഞ്ഞാൽ നല്ലോണം കരയും. കരയും എന്ന് പറഞ്ഞാൽ പൊട്ടിക്കരയും, ഭയങ്കരമായിട്ട് കരയും. കാരണം നമ്മളെ ഒരാൾ തീവ്രമായിട്ട് ഇൻസൾട്ട് ചെയ്യപ്പെടുകയോ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ അവഹേളിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുകയോ, അതായത് ഇപ്പം അച്ഛനമ്മമാരെ കുറേ ദിവസമൊക്കെ നോക്കിയിട്ട് ആ ചിതയ്ക്ക് തീ കൊളുത്തിയിട്ട് വന്ന് നിന്ന് ഞാൻ ഒരു കരച്ചിലുണ്ട്. എല്ലാവരും ഒന്നും ഇവർ പിടിച്ചു നിൽക്കും കേട്ടോ. ഷവറവിടെ തുറന്നിടും. ആ കരഞ്ഞു കഴിയുമ്പോൾ ഫ്രഷായി. സങ്കടം ഞാൻ പിടിച്ചു വെക്കില്ല, കരഞ്ഞ് എന്നെ തീർക്കും.
നല്ലോണം കരയുകയും ചെയ്യും, നല്ലോണം ചിരിക്കുകയും ചെയ്യും ഞാൻ. ഇപ്പം സിനിമ കാണുന്ന പോലെ തന്നെ തമാശകൾ പറഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ചിരി ഭയങ്കര ഫേമസ് ആണ് ആത്മീയത്തിൽ, ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കും. അപ്പോൾ ഈ മാഡത്തിൻ്റെ ചിരി എന്ന് പറയും, കാരണം വെച്ച് കഴിഞ്ഞാൽ ചിരിക്കാനുള്ളതാണ് നമ്മൾ അല്ലേ, കരയുകയും ചെയ്യണം, അതേപോലെ കരയുകയും ചെയ്യും, പെട്ടെന്ന് കരയും. കാരണം അത്രയും അനുഭവങ്ങളാണല്ലോ നമുക്കിപ്പോൾ പേഷ്യൻസിനെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവരവസ്ഥകൾ കണ്ടിട്ട്. ചില പെർഫ്യൂം സെൻ്റ് ആയിട്ടേ വരുള്ളൂ, ചിലർ ദുർഗന്ധം വമിച്ച് വരുമല്ലോ. അപ്പോൾ അവർ വന്ന് കഴിയുമ്പോൾ പക്ഷേ ഇങ്ങനെ ജീവിക്കേണ്ട അമ്മയായിരുന്നു അല്ലേ, ഇങ്ങനെ ആവേണ്ടതായിരുന്നു, അതിനങ്ങനെ ആക്കിയതല്ലേ എന്ന് ഓർക്കുമ്പോൾ നെഞ്ചിനകത്ത് അവരെൻ്റെ ആരുമല്ല, ഞാൻ അറിയ പോലുമില്ല. പക്ഷേ എനിക്ക് എന്താ പറയുക, ഭയങ്കരമായിട്ട് നെഞ്ചിനിങ്ങനെ വലിക്കണ പോലെ തോന്നും. ഇങ്ങനെ നമ്മൾ രണ്ട് വ്യക്തികൾ തമ്മിൽ പിടിച്ച് വലിക്കില്ലേ, അപ്പം ഗദ്ഗതം വരും കുരക്കിൽ. അപ്പോൾ ഞാൻ പറയും മാം നമുക്ക് പിന്നെ സംസാരിക്കാം എന്ന് പറയും. കാരണം എനിക്ക് അവരെ വഴക്ക് പറയാൻ പറ്റില്ല, എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കാൻ പറ്റില്ല. അപ്പം ആ ഒരു വേദനകളൊക്കെ ഞാൻ ഒരുപാട് ആൾക്കാരുടെ വേദനകൾ ഏറ്റുവാങ്ങും. നമ്മൾ സ്വയം നിന്നിട്ട് ചിലപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ആയിരിക്കും കേട്ടോ, ചിലപ്പോൾ അത് എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല, പക്ഷെ എനിക്ക് പെട്ടെന്ന് സങ്കടം വരും. ഇവരൊക്കെ ഓരോ മൂഡ് ചേഞ്ചുകൾ വരുമ്പോൾ, വേദനകൾ അനുഭവിക്കുമ്പോൾ ഞാൻ ശരിക്കും പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ക്യാൻസറൊക്കെ വന്ന അമ്മമാർക്ക് ഭയങ്കര വേദനയായിരിക്കുമല്ലോ, അപ്പം ഞാൻ പ്രാർത്ഥിക്കും ഒരുപാട്, എന്തിനാണ് ഇത്ര ഭൂമിയിൽ ഇത്ര അവരെന്ത്. അപ്പം നമ്മൾ ചോദിക്കും കുഞ്ഞു കുട്ടികൾക്ക് വന്നില്ലേ ക്യാൻസർ, അപ്പോൾ അവർ പറയും അവർ വല്ല ദ്രോഹം ചെയ്തിട്ടാണോ. അപ്പോൾ നമ്മൾ കർമ്മപഥത്തിലൂടെ നടക്കുമ്പോൾ നമുക്ക് ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ കണ്ടും വേദനകൾ അനുഭവിച്ചു. നമുക്ക് ഒരിക്കലും ഒരാളിനെ സ്വീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അവർക്കുടെ വേദനകൾ. ഒരിക്കലും സ്വീകരിക്കാൻ പറ്റില്ലല്ലോ, സന്തോഷം സ്വീകരിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ആ വേദനകൾ എന്തിനാ കൊടുത്തേന്നാണ് നമ്മൾ ചോദിക്കുക. അപ്പോൾ അതിന് ആൻസർ ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് അവർക്കൊരു സാന്ത്വനം കിട്ടാനല്ലേ എന്നെ ഇവിടെ കൊണ്ടുവന്നേക്കണേ എന്ന് ഞാൻ തന്നെ എന്നോട് ചോദിക്കും. അപ്പം നമ്മൾ അതിനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യും. അതാണ് ഇപ്പം നമ്മുടെ വീട്ടിൽ മുതിർന്ന ആളുകളുണ്ടെങ്കിൽ, ഇപ്പം ഒരു അച്ചാച്ച, അമ്മമ്മ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടെങ്കിലും മിക്കവർക്കും ഈ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് എങ്ങനെ പെരുമാറേണ്ടതെന്നൊന്നും വലിയ പിടിയില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരെ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്? ഇവരെ ശരിക്കും കുട്ടികളെ പോലെ കൊണ്ടു നടക്കണം. ഇവരെ നമുക്ക് പ്രത്യേകം ഒരു സീറ്റ് കൊടുക്കണം വീട്ടിൽ. ഇപ്പം ഈ 47 വയസ്സിലും എന്നെ പരിഗണിച്ചില്ല എനിക്ക് സങ്കടം വരും സത്യമായിട്ടും. ഇപ്പം മക്കളൊക്കെ വല്ലതും കൊണ്ടും എനിക്ക് തന്നില്ല, എനിക്ക് ശരിക്കും സങ്കടം വരും. ചിലപ്പോൾ ഞാൻ ഒരു മോളായിട്ട് തോന്നിയ ഒരു സെൽഫിഷ് ആയിരിക്കും എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ ഒരു സാധനങ്ങൾ മേടിച്ചു എന്നെ ഒരു മോളെന്ന രീതിയിൽ ഒരുപാട് പരിഗണനകളും തന്ന്, ഞാൻ പറയണ കാര്യങ്ങൾ മേടിച്ചുകൊണ്ട് തന്നും അങ്ങനെ വളർത്തിയ ഒരു മകളായിട്ടായിരിക്കും ഞാൻ 3 കുട്ടികളുടെ ഇടയ്ക്ക് കുറച്ചും കൂടി മൂത്ത മകൾ എന്നുള്ളൊരു ഇതിൽ വരും. അപ്പോൾ ആ ചിലപ്പോൾ എന്നെ വാർദ്ധക്യം ഒരുപാട് നാളത്തേക്ക് ഒരു 60-70 വയസ്സിലേക്ക് ഞാൻ പോകുമ്പോൾ ചിലപ്പോൾ ഞാൻ ഇതൊക്കെ മേലെയായിരിക്കും. കാരണം അവർക്കുടെ കുട്ടികൾക്ക് കൊടുക്കണ പോലെ എന്നെ പരിഗണിക്കണില്ല, എനിക്കൊരു നല്ല ഡ്രസ്സ് മേടിച്ച് തന്നില്ല, എനിക്ക് നല്ലൊരു വിരി ഇട്ട് തന്നില്ല, എനിക്ക് നല്ലൊരു ടോയ്ലറ്റ് തന്നില്ല, എനിക്ക് നല്ല റൂം തന്നില്ല എന്നൊക്കെ എന്നെ ഒരുപാട് ഡിപ്രസ്ഡ് ആക്കും. അപ്പോൾ എന്തുകൊണ്ട് അവർക്ക് ചെയ്തുകൂടാ? എൻ്റെ അമ്മ രാജകുമാരീനെ പോലെ ജീവിച്ചിട്ട് എൻ്റെ അമ്മേനെ രാജകുമാരിയായിട്ട് ജീവിച്ചോട്ടെ. അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ രാജകുമാരൻ, എൻ്റെ അച്ഛൻ ഒരു ഭയങ്കര ഒരു കാർന്നവരായിട്ട് ജീവിച്ചാൽ അവരങ്ങനെ ജീവിച്ചോട്ടെ, അതിനെന്താ കുഴപ്പം? ചിന്തിച്ചാൽ പോരെ മക്കൾക്ക്. ഇപ്പോൾ ഞാൻ ഒരു വീട്ടിലൊരു പേഷ്യൻറ്റിനെ കാണുമ്പോൾ അമ്മ എവിടെയെന്ന് വെച്ച് ആൻസർ ഞാൻ എന്താ പ്രതീക്ഷിക്കുക, നല്ലൊരു ബംഗ്ലാവ് പോലത്തെ ഒരു വീട്, നല്ല കുഷനൊക്കെ ഇട്ടൊരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുള്ളൂ, നമ്മൾ ചെരുപ്പൊക്കെ അഴിച്ച് വെച്ച് വളരെ ഭവ്യതയോടെ കയറി ചെല്ലുമ്പോൾ നമ്മൾ അമ്മേനെ നോക്കുന്നത് നല്ലൊരു ബെഡ്റൂമിലല്ലേ? അല്ല, അവിടെ ഏതൊരു ചാർത്തിൽ അവരെ പഴയ ടിവിയും പഴയ കസേരകളൊക്കെ ഒടിഞ്ഞ കസേരയുടെ മുമ്പിൽ മരക്കട്ടിൽ ജാമ്പവൻ്റെ കാലത്ത് ഉപയോഗിച്ചൊരു കട്ടിലിൽ കിടക്കുകയാണ്. ഇതൊക്കെ സ്റ്റില്ലായിട്ടുണ്ടായ സംഭവങ്ങളാണ്. ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് നാണമാവില്ലേന്ന്. അവരുണ്ടാക്കിയതല്ലേ ഈ പ്രൗഢി കാര്യങ്ങളെല്ലാം. അതായത് അവർക്കുടെ വേസ്റ്റുകളെല്ലാം തള്ളണ റൂമിൽ കട്ടിലിട്ടണ ആ അമ്മേനെ കൊണ്ടുവന്നാക്കിയേക്കുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് പ്രാർത്ഥിക്കൂ ഈ സ്ത്രീ ഭൂമിയിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. ശരിയല്ലേ? കാരണം അവർ നല്ലൊരു AC റൂമിൽ കിടന്ന എന്താ കുഴപ്പം? അവർ നല്ലൊരു ജഗ്ഗിൽ വെള്ളം കുടിച്ച് അല്ലെങ്കിൽ നല്ലൊരു ഗ്ലാസ്സിൽ വെള്ളം കുടിച്ചാൽ എന്താ കുഴപ്പം? അവർ നല്ലൊരു പാത്രത്തിൽ ചോറുന്ന എന്താ കുഴപ്പം? റോസ്മേരിയുടെ ഒരു നോവലിൽ പറയുന്നുണ്ട്, നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങിക്കും ആർക്ക് വേണ്ടി? വിരുന്നുകാർക്ക് വേണ്ടിയിട്ട്. നമ്മൾ ഉപയോഗിച്ചിട്ടല്ലേ വിരുന്നുകാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ? വിരുന്നുകാർ വന്നില്ലെങ്കിലോ? അപ്പം അച്ഛനമ്മമാർക്ക് കൊടുക്കുക, പ്രയോറിറ്റി ലിസ്റ്റ്. നമ്മൾ ഉണ്ണണ പാത്രത്തിന് അവർ കഴിച്ച പാത്രം നമ്മൾ കഴിച്ചാൽ എന്താ കുഴപ്പം? ഇത് ഒറ്റ വിട്ട് മിക്ക വീടുകളിലും ചെയ്യില്ല. മാതാപിതാക്കൾ കഴിച്ച പാത്രത്തിൽ മക്കൾ കഴിക്കില്ല,
കഴിച്ചാൽ എന്താ കുഴപ്പം? ഞാൻ അതാണ് ചോദിക്കുന്നത്. എന്താ കുഴപ്പം? അവർക്ക് കുഷ്ഠമില്ല, കുഷ്ഠം ഉണ്ടെങ്കിൽ തന്നെ കുഷ്ഠം വരട്ടെ, എന്താണ്, അവർ നമ്മുടെ അമ്മയല്ലേ, നമുക്ക് വരട്ടെ. ഇപ്പോൾ കുഷ്ഠരോഗികൾ ഇഷ്ടം പോലെ ചാലക്കുടിയിലുണ്ട്, നമ്മൾ കാണാൻ പോകുമ്പോൾ നമ്മൾ അറച്ച് മാറിക്കാറില്ലല്ലോ. അവർക്ക് ഒരു ഡ്രസ്സ് ഉപയോഗിച്ചെടുത്ത് കളയണം, പിന്നീട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പോയി കണ്ടു. ഇപ്പോൾ എയ്ഡ്സ് രോഗികളെ നമ്മൾ കാണുന്നു, അവർ എയ്ഡ്സ് ഉണ്ടെന്നും പറഞ്ഞാൽ അവർ കാട്ടിക്കളയാൻ പറ്റുമോ? അതേപോലെ വികലാംഗരായത്, നഖം വളർന്നവർ, മൂക്ക് ദശ വന്നവർ, സർജറി കഴിഞ്ഞവർ, ഇവരെല്ലാവർക്കും പുഴു വരുന്നവരൊക്കെ ഉണ്ട്. ഇതെല്ലാം അവർ വിചാരിച്ചിട്ട് വന്നതല്ലല്ലോ, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം അവർക്ക് വന്നതാണ് ഇതെല്ലാം. ഒരാൾ പോലും വിചാരിക്കണില്ല. ഒരു ഭിക്ഷക്കാരൻ ഒരിക്കലും ചിന്തിക്കണമെങ്കിൽ ഭിക്ഷക്കാരനാവണം ചിന്തിക്കണില്ല, അവൻ്റെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് വന്നതാണ് അല്ലേ. അപ്പം ആ വീട്ടിൽ ഏറ്റവും നല്ല പ്ലേറ്റിൽ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കേണ്ടത്, ഏറ്റവും നല്ല ക്ലാസ്സിൽ ഏറ്റവും നല്ല കൂടിയ വില കൂടിയ നൈറ്റിയാണ് അവർ ധരിക്കേണ്ടത്. സ്വന്തം ഭാര്യയ്ക്ക് കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റില്ല അല്ലേ? അമ്മയ്ക്ക് ഇപ്പം നമ്മളെല്ലാവരും കൂടി ഒന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഡൈനിങ് ടേബിൾ നമ്മുടെ അമ്മയുടെ സീറ്റ് നമ്മൾ ഒഴിച്ചിരുന്നതിനാ, അവിടെ അമ്മ ഇരിക്കട്ടെ, മറവിയായിരുന്നോട്ടെ അല്ലേ? നമ്മുടെ അച്ഛരുന്ന് ഭക്ഷണം കഴിക്കട്ടെ. ആ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് നമ്മൾ കൊടുത്ത് നമുക്കും കിട്ടും ഒരു സീറ്റ്, തീർച്ചയായിട്ടും കൊടുക്കണം. അപ്പം എന്നാലാണ് വാർദ്ധക്യങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കപ്പെടില്ല. എന്ത് അനാഥാലയത്തിലും ഉപേക്ഷിക്കപ്പെടില്ല, അമ്പലങ്ങളിലും ഉപേക്ഷിക്കപ്പെടില്ല, മന്ദിരങ്ങളിൽ, അതായത് തെരുവുകളിൽ, റെയിൽവേ സ്റ്റേഷനുകളിൽ ഇതിരിക്കുന്ന വാർദ്ധക്യങ്ങൾക്ക് ഒരു കഥയുണ്ട് പറയാൻ. അതല്ലേ എനിക്ക് ഏറ്റവും വലിയ എൻ്റെ ഡ്രീമാണിത്. ഏറ്റവും നല്ല വയോജന വൃദ്ധ പരിപാലന കേന്ദ്രം കൊണ്ടുവരണം എന്ന് എൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ്. ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് വർഷം 4ആയി. കാരണം ഒരു വാർദ്ധക്യം പോലും ഒരു സ്ഥലത്ത് ഉപേക്ഷിക്കപ്പെടരുന്ന് ഭയങ്കര നിർബന്ധമുണ്ട് എനിക്ക്. പക്ഷേ എൻ്റെ സാമ്പത്തിക പ്രതിസന്ധികളും പ്രശ്നങ്ങളും കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇവരെല്ലാം സംരക്ഷിച്ച് നമുക്ക് കാശ് വേണ്ടേ. അപ്പോൾ ഓരോ മക്കളിപ്പോൾ ചെറ്റക്കോളിൽ താമസിക്കുന്ന മക്കൾ പോലും വിചാരിച്ചാൽ മതി എൻ്റെ അമ്മേനെ ഉപേക്ഷിക്കപ്പെടാൻ പാടില്ല. ഇറങ്ങിപ്പോണ അമ്മമാരുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്തുകൊണ്ട് വീടിന് ഇതല്ലേ അവർ നിൽക്കുന്ന ഹോം നേഴ്സിനെ ഇല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ സർവീസുകൾ എടുക്കാം. ഞാൻ എത്രയോ വീടുകളിൽ കണ്ടെന്ന്, അമ്മയ്ക്ക് വേറെ പ്ലേറ്റ്, അമ്മയ്ക്ക് വേറെ ഗ്ലൗസ്, അമ്മയ്ക്ക് വേറെ ബെഡ്റൂം, അമ്മയ്ക്ക് വേറെ ഇത്, അമ്മയ്ക്ക് ഇത്രയും കൂടി, അമ്മയ്ക്കൊരു AC, ഈ ഇത്രയും ചൂടുള്ള കാലത്ത് അമ്മയ്ക്ക് ഒരു AC വെച്ച് കൊടുത്താൽ എന്താ കുഴപ്പം അല്ലേ? നമ്മുടെ അമ്മയാണ്, നമ്മളെ 10 മാസം ചുമന്ന്, വേണ്ട 9 മാസം ചുമന്ന് പ്രസവിച്ച് വളർത്തിയ സ്ത്രീയാണ്. ഈ പ്രസവ വേദന എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ലല്ലോ. പ്രസവത്തിന് മുമ്പുള്ള വേദനകൾ ഏറ്റവും വലിയ വേദന, ഛർദി, അതിൻ്റെ ബാക്ക് പെയിനുകൾ, ബ്ലാഡർ, എന്താ പറയുക, യൂട്രസ് താങ്ങാനുള്ള അതൊക്കെ ഭയങ്കര വേദനാജനകമായ കാര്യങ്ങളാണ് അതെല്ലാം. അപ്പോൾ അതൊക്കെ താങ്ങണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ശരിക്കും പോരാളിയാണ്. ഒരു ബീജം നമ്മളിലേക്ക്, നമ്മുടെ യൂട്രസിലേക്ക്, അല്ലെങ്കിൽ സ്ത്രീയുടെ യൂട്രസിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫൈറ്റ് ചെയ്ത് കയറുന്ന ആയിരക്കണക്കിന് ബീജത്തിൽ നിന്നാണ് ഒരു ബീജം ഫൈറ്റ്. നമ്മൾ ശരിക്കും പോരാളിയാണ്, ഓരോ വ്യക്തിത്വങ്ങൾ പോരാളി തന്നെയാണ്. ആ പോരാളിക്ക് എന്തുകൊണ്ട് ജീവിതത്തിലും പോരാളിയായി കൂടാ? ഓരോ സ്ത്രീയും പുരുഷനൊക്കെ പോരാളികളാണ്. അപ്പോൾ അവർ സ്വാർത്ഥം കാണിക്കും. നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടില്ലേ, അമ്മേനെ പുറന്തള്ളിക്കളയാം, അമ്മ അടുക്കള ജോലിയായിട്ട് കാണാം. ഞാൻ ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കില്ല. ഞാൻ മക്കളോട് മുമ്പ് പറയണ കാര്യങ്ങളാണ്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കണ ഒരു വ്യക്തിയായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുക്കളക്കാരിയായിട്ടോ എന്നെ കാണേണ്ട ഒരു കാര്യമില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ പ്രസവിക്കണമെങ്കിൽ നിങ്ങൾ വളർത്തിക്കൊള്ളണം. ഞാൻ എപ്പോഴും ഒരു എൻഗേജ്ഡ് മദറാവാൻ, ജീവിതത്തിൻ്റെ ഡിസീസുകളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഒരു എൻഗേജ്ഡ് മദറായി എന്നെ കാണാനായിട്ട് നിങ്ങൾ അമ്മ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കണം. അതാണ് എനിക്ക് ആവശ്യം. അല്ലാണ്ട് അമ്മയുടെ അടുത്ത് പോയി നിന്നോ അല്ലെങ്കിൽ അച്ഛമ്മയുടെ അടുത്ത് പോയി നിന്നോ എന്ന് ഞാൻ ഒരിക്കലും എൻ്റെ മക്കളോട് തന്നെ, പേരക്കിടാങ്ങളെ നോക്കേണ്ട കട മുത്തശ്ശിമാർക്കല്ല, അത് അവരവർ വളർത്തണം അല്ലേ? ഒരു സമൂഹത്തിൻ്റെ ചിന്താഗതികൾ 40 വയസ്സ് കഴിഞ്ഞാൽ 50 വയസ്സ് കഴിഞ്ഞാൽ പേരക്കിടാങ്ങളെ അമ്മമ്മമാർ നോക്കിക്കൊള്ളണം. അതാണ് ചിന്താഗതി. അതെന്തിനാണത് അല്ലേ? അവർക്ക് സ്വപ്നങ്ങളില്ലേ, അവർക്ക് സഞ്ചരിക്കണ്ടേ, അപ്പോൾ അവർക്ക് പോകണ്ടേ, അവർക്ക് ഭക്ഷണം കഴിക്കണ്ടേ, അവർക്ക് ഭാര്യയ്ക്കും ഭർത്താവും കപ്പിൾസ് ഉള്ള അവർക്ക് സഞ്ചരിക്കണ്ടേ. ഈ 2-3 പേരക്കിടാങ്ങളെ ഇവിടെ ഏൽപ്പിച്ചിട്ട് ഇവർ രക്ഷപ്പെടും. വീണ്ടും റീസൈക്കിളാണ് ജീവിതം. മക്കളെ നോക്കിയ പോലെ അവരുടെ ജീവിതം അവിടെ ബ്രേക്കായി. ഒരിക്കലും ചെയ്യരുത്. ഞാൻ പറഞ്ഞു മക്കളോട് കൊടുക്കണം. ഒന്നാലും അച്ഛനമ്മമാരെ ചേർത്ത് പിടിക്കുക. അവർക്ക് അസുഖങ്ങളും കാര്യങ്ങളും വരുമ്പോൾ ഫസ്റ്റ് കാര്യം അവരെ ഫ്രീ ആയിട്ട് വിടാം. കപ്പിൾസ് ഉള്ളവരെ നിങ്ങൾക്ക് ഇഷ്ടം, അവർ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ താമസിച്ചോടെ എന്തെങ്കിലും വരുമ്പോൾ സപ്പോർട്ട് കൊടുത്താൽ പോരെ, അവർ സഞ്ചരിക്കട്ടെ. ഇപ്പം മക്കളെ കൊണ്ടുവന്നെങ്കിൽ അച്ഛനമ്മയുടെ കടമയാണ് മക്കളെ നോക്കേണ്ടതെന്ന് പറയും. അത് അവർ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ റോള് കഴിഞ്ഞവിടെ. ഞാൻ ഇപ്പോഴും ഇന്നും ഇന്നലെയൊക്കെ നമ്മൾ പറയും, 3 കുട്ടികളുടെ അമ്മയായ ഞാൻ എൻ്റെ മക്കളോട് പറയണ ഫസ്റ്റ് മെസ്സേജാണ്, നിങ്ങൾ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ നോക്കാനുള്ള ബാധ്യത നിങ്ങൾക്ക് മാത്രമാണ്. അത് ഗ്രാൻഡ്മയെ എനിക്കല്ല, അല്ലെങ്കിൽ മുത്തച്ഛമ്മയെ എനിക്കല്ല, നിങ്ങൾക്ക് മാത്രമാണ് അതിൻ്റെ ഇത്. നിങ്ങൾ മാത്രം ചെയ്തോളാം. ഞാൻ ഉത്തരവാദി. കാരണം ചിലപ്പോൾ ഞാൻ നോക്കിയെന്ന് വരും, പക്ഷെ ഞാനത് റോൾ മോഡലായിട്ട് എടുക്കില്ല. വല്ലപ്പോഴും ഒരു ഗസ്റ്റ് പോലെ അമ്മയെ ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോകണമെന്ന് പറയുമ്പോൾ ഞാനൊന്ന് നോക്കും. അത് നമ്മൾ ചെയ്യുന്നത് മോശമല്ലേ? അത് നമ്മൾ റോള് ഇടയ്ക്കിടയ്ക്ക് എടുക്കണ്ട. അല്ലാണ്ട് സ്ഥായിയായിട്ടൊരു ഞാൻ ചെയ്ത് കൊടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം
നമുക്ക് സ്വപ്നങ്ങളുണ്ട്, നമുക്ക് ഡ്രീമുകളുണ്ട്, നമുക്ക് ഓരോരോ കാര്യങ്ങൾ, ഭക്ഷണം കാര്യങ്ങൾ, നമ്മൾ പല കാര്യങ്ങളും ഈ കുട്ടികൾ വന്നേമ്പോൾ നമ്മൾ നമ്മുടെ പല കാര്യങ്ങളും മറന്നു. ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് തന്നെ വളർത്തിയത്. എൻ്റെ അച്ഛനും അമ്മേനെ ഒന്നും ആശ്രയിച്ചില്ല. ഞാൻ തന്നെ 3 പേരെയും കൊണ്ട് നടന്ന് ഇപ്പോഴും 3 പേരും ഓരോ കാര്യങ്ങളും സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത്. പക്ഷേ നാളെ ഇവരെല്ലാവരും 3 ജില്ലകളിലേക്ക് ചേക്കേറും. 3 ജില്ലകളായിരിക്കും, 3 സംസ്ഥാനങ്ങളായിരിക്കും, 3 രാജ്യങ്ങളായിരിക്കും. പക്ഷെ ഞാൻ തന്നെ കൂടെ വേണമെന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ അവരോരോ കാര്യം മാതാപിതാക്കളെ സംരക്ഷിക്കാൻ പഠിച്ച ഏതൊരു മകനും മകൾക്കും ഒരിക്കലും അനാഥാലയത്തിൽ അല്ലെങ്കിൽ ഡിസീസ് വന്നപ്പോൾ ഞങ്ങളെ പോലുള്ള ആൾക്കാർ തന്നെ ആശ്രയിക്കണം കേട്ടോ. അതിന് നമുക്ക് ഒരിക്കലും തെറ്റു പറയാൻ പറ്റില്ല, കാരണം അവർക്ക് സഫർ ചെയ്യാൻ പറ്റില്ല. പിന്നെ കുഞ്ഞുങ്ങളുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ ഇവരൊക്കെ ബെഡ് സോറൊക്കെ വന്നാലും പാടാണ്, ഡെമൻഷ്യ വന്ന പാടാണ്, ട്രക്യോസ്റ്റമി വന്ന പാടാണ്, സ്ട്രോക്ക് വന്ന പാടാണ്. വീട്ടിൽ നോക്കാൻ പറ്റില്ല, അത് ഉറപ്പായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ അവർക്ക് ഒരു അസുഖവും ഇല്ലാത്ത ഒരു അമ്മയ്ക്ക് വേർതിരിച്ച് നിർത്തുമ്പോഴാണ് അവർക്ക് ഡെമൻഷ്യ ഫോം ചെയ്യുന്നത്. നല്ല ഭക്ഷണം കൊടുക്കുക. ഇപ്പം അമ്മയ്ക്ക് ഒരു ഹോർലിക്സ് ഒരു കുപ്പി മേടിച്ച് കൊടുത്തു വല്ല പ്രശ്നമായിട്ടേ ഉണ്ടോ? ഇല്ല. ഇപ്പം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പേഷ്യൻസിനെ കാണാനൊക്കെ പോകുമ്പോഴേ അമ്മക്ക് കട്ടൻ ചായയും മകന് പാൽക്കാപ്പി, മകൾക്കും. എന്തിനാണത്? ഞാൻ ചോദിച്ചവരോട് എന്തിനാണെന്ന്. അമ്മ പാല് കുടിച്ച വയറിളക്കം വരുന്നു. വയറിളക്കട്ടം വരുന്നില്ലേ? ഇന്നിപ്പോൾ അമ്മയ്ക്ക് ലൂസ് മോഷൻ വരുമെന്നാണ് അവർ പറയണേ. അപ്പോൾ അവർ ബീഫും ചിക്കനൊക്കെ കഴിക്കുമ്പോൾ അമ്മയ്ക്ക് ചെറുപയർ കഞ്ഞി പപ്പടവും അച്ചാറും. അപ്പോൾ എന്താ അമ്മ കുഴിമന്തി കഴിച്ച് ഇറങ്ങൂലേ അമ്മയ്ക്ക്? അപ്പോൾ അമ്മയ്ക്ക് ലൂസ് സ്റ്റൂൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ലൂസ് സ്റ്റൂൾ ഉണ്ടായാൽ മരുന്നില്ലേ ഇതിന്? ആഗ്രഹങ്ങൾ അവസാനിക്കണില്ലല്ലോ. ഇപ്പോൾ അപ്പുറത്ത് നമ്മൾ കുഴിമന്തിയൊക്കെ നമ്മുടെ അമ്മ അവിടെ നിന്ന് കഞ്ഞിയും പയറും കഴിച്ച് എങ്ങനെ ഇരിക്കും? അപ്പോൾ ലൂസ് സ്റ്റൂൾ വന്നു കഴിഞ്ഞിട്ട് അമ്മ കഴിച്ചിട്ടാണ് ലൂസ് സ്റ്റൂൾ വന്നത്, കഴിക്കാണ്ടിരുന്നിട്ടല്ലോ. അപ്പം നമ്മൾ മരുന്ന് കൊടുക്കണം. അപ്പോൾ ഷുഗർ വന്ന് ഹൈ ഷുഗറുള്ള ആൾക്കാർക്ക് പാൽപ്പായസം കൊടുക്കൂല. 70-80 വയസ്സായി കഴിഞ്ഞാൽ അവർ ഈ ഡയറ്റ് കൺട്രോൾ ചെയ്തിട്ട് അവരെന്ത് കിട്ടാനാണ്? അപ്പോൾ എന്ത് ചെയ്യും? ഇവരൊക്കെ പാൽപ്പായസം കുടിക്കും അവർക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞത് പാൽപ്പായസം കൊടുക്ക്, അവർ ആഗ്രഹമല്ല. അത് കൊടുത്തു കഴിഞ്ഞിട്ട് പാൽപ്പായസം കുടിക്കാണ്ട് അവർ നാളെ മരിച്ചു പോയി കഴിഞ്ഞാലോ? പാൽപ്പായസം കൊടുത്ത് ഷുഗറിൻ്റെ ഗുളിക കൊടുക്കണം. പ്രഷർ കൂടിയെന്നും പറഞ്ഞ ഒരു ചമ്മന്തി ഒന്നും കൊടുക്കില്ല, മീനൊന്നും കൊടുക്കില്ല. പ്രഷർ കൂടാനുള്ള മരുന്നില്ലേ? മരുന്ന് കൊടുക്കണം. അതാണ് തന്നെ. അവർ കുളിക്കാൻ അവർ പേഴ്സ് അവർ സാധാരണ ലോക്കൽ സോപ്പിട്ട് കുളിക്കുള്ളൂ. പെർഫ്യൂം അടിച്ചവർക്ക് പറ്റില്ലേ? ഞാൻ എൻ്റെ കസ്റ്റമറെ കൊണ്ട് നല്ല സോപ്പും മേടിപ്പിക്കും, നല്ല പെർഫ്യൂം മേടിപ്പിക്കും. അവർ സുഗന്ധമുള്ളവരായിരിക്കട്ടെ എപ്പോഴും. അമ്മയ്ക്ക് എന്താണ് ആവശ്യം? ഒരു മാസം ഒരു മകനോ ഒരു മകളോ എൻ്റെ അറിവിൽ ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല. അമ്മയ്ക്ക് ഒരു മാസം എന്താ? അപ്പം സ്വന്തം ഭാര്യ ബ്യൂട്ടി പാർലറിൽ പോകുന്നുണ്ട്, ഹെയർ സെറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്, ചെരുപ്പ് മേടിക്കാൻ പോകുന്നുണ്ട്, ഡ്രസ്സ് മേടിക്കാൻ. അമ്മയ്ക്ക് ആഗ്രഹം എന്താണ്? അമ്മയ്ക്ക് ഈ മാസത്തെ എന്തൊക്കെ മേടിക്കണമെന്ന് ഒരു മകളോ മകനോ അച്ഛനമ്മോട് ചോദിക്കാൻ തുടങ്ങണം നിമിഷം നമ്മളുടെ ലൈഫ് വാർദ്ധക്യം തെരുവിലേക്ക് പോകില്ല. അമ്മയ്ക്ക് ഈ മാസം വല്ലതും മേടിക്കണോ? 2 നൈറ്റ് മേടിച്ച് 2 കൊല്ലം കഴിയുമ്പോൾ പറയും, അമ്മ നൈറ്റ് കീറിപ്പോയോ എന്ന് ചോദിക്കും. അല്ലേ? എനിക്ക് കിട്ടിയാണ് 80% കസ്റ്റമർ ഇങ്ങനത്തെ ഉണ്ടായത് ആദ്യം. ഇപ്പോൾ എല്ലാം സെറ്റാണ്. ഇപ്പോൾ കുറച്ചും കൂടി എഡ്യൂക്കേഷനും അമ്മയ്ക്ക് എന്താ വേണ്ടത് നമ്മൾ പറയുമ്പോഴേക്കും എത്തിവരും. കാരണം അമ്മ കുറച്ചും കൂടി പ്രാക്ടിക്കൽ ലൈഫിലേക്ക് സമൂഹം വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യമൊക്കെ ഞാൻ തുടങ്ങിയിടയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചു തരില്ല, ഒരു നട്ട്സ് മേടിച്ചതിന് പറഞ്ഞാൽ തരില്ല. എന്തിനാ നട്ട്സ് കൊടുക്കണേന്ന് ചോദിക്കും. ശരിയല്ല. അപ്പോൾ അവരൊക്കെ ചെന്ന് ഞങ്ങൾക്ക് തിന്നാനാണെന്ന്, ഞങ്ങൾ തിന്നും എന്നുള്ളടത്തല്ല. അവൻ ഒരിക്കലും ഇല്ല, കാരണം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇത് ആഗ്രഹങ്ങളല്ല അവരുടെ. ഐസ്ക്രീം മേടിച്ചു കൊടുക്കാൻ പറയും. ഇപ്പോൾ ചിലവർക്ക് എന്താ പറയുക, ഈ ബിരിയാണി കഴിക്കാൻ പാടില്ല, മന്തി അങ്ങനെയൊക്കെ അകലാൻ പറഞ്ഞാൽ ഞാൻ അപ്പം തന്നെ വിളിച്ചു പറയുകയാണെങ്കിൽ ഞാൻ തന്നെ ഓർഡർ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഐസ്ക്രീം കഴിയും. ഈ പോപ്കോൺ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഓരോ കാര്യങ്ങൾ. പിന്നെ കുറച്ചും കൂടി ഇതൊക്കെ വന്ന അമ്മമാരുണ്ടല്ലോ, ഈ സിറ്റി ലൈഫ്, ബോംബെ, കൽക്കട്ട, ചെന്നൈയിൽ നിന്ന് വന്ന അമ്മമാർക്കൊക്കെ കുറച്ചും കൂടി എന്താ പറയുക, സാധനങ്ങളൊക്കെ ലാക്മേയുടെ ക്രീം പറ്റണ അമ്മമാരുണ്ട്. അതൊക്കെ പറയും. നിനക്ക് എൻ്റെ പെൻഷൻ കിട്ടുന്നല്ല, ഞാൻ വാങ്ങിച്ചുകൊണ്ട് തന്നേക്കെന്ന് പറയും. കുറച്ചും കൂടി എൻഗേജ്ഡ് ആയ അമ്മമാരൊക്കെ അങ്ങനെ പറയും. ഈ ഡെമൻഷ്യ ഒന്നും അവർ പറയില്ലല്ലോ. അപ്പം അത് അറിഞ്ഞ് മക്കളും മാതാപിതാക്കളുടെ ആവശ്യം അറിഞ്ഞ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മളുടെ വിജയം, നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം അതാണ്. അല്ലേ? ഓരോ മാതാവിൻ്റെ കണ്ണീര് വീണ്ടും നമുക്ക് ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാവില്ല. അവർ നല്ലോണം സർവീസ്. ഇപ്പം അവിടുത്തെ അമ്മമാരൊക്കെ എന്നോട് പറയും, മോനെ അവർക്ക് നോക്കാൻ പറ്റാഞ്ഞിട്ടല്ലേടാ എന്നോട് പൊന്നു പോലെ രാജകുമാരീനെ പോലെ അവർ ചെയ്തു തന്നിട്ടല്ലേ നിങ്ങൾ നോക്കണമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമാണ്. ഞാൻ പറഞ്ഞു, അമ്മ അവിടുത്തെ രാജകുമാരിയാണ്, ഞങ്ങളുടെ രാജകുമാരിയാണ്. അല്ലേ? അപ്പം അവർക്ക് മക്കളെ ഒരിക്കലും ശപിക്കാൻ തോന്നില്ല.
ആ സമയം പറഞ്ഞ സമയത്ത് ഗുളികയും മേടിച്ച് തരില്ല, മരുന്നും മേടിച്ച് തരില്ല, നാപ്കിനും ഒരു സാധനം മേടിച്ച് തരാണ്ടിരിക്കുന്ന മക്കളുമാർ ആദ്യ കാലത്ത് ഉണ്ടായിരുന്നു. ഇപ്പം ഇല്ല. ഓക്കെ. പക്ഷെ ഇപ്പം വീടുകളിലുണ്ട്. നമ്മൾ കാണാൻ പോണ സ്ഥലത്തൊക്കെ ഞാൻ മരുമക്കളായ സ്ത്രീകളോടും പറയും, മരുമകനായ പുരുഷന്മാരോടും പറയും, നിങ്ങൾ ഒരിക്കൽ പോലും ഇതൊന്നും ചെയ്യരുത്. കാരണം അവരുടെ പാതയിൽ തൊട്ട് ബാക്കിൽ നിൽക്കുന്ന ആളാണ് നമ്മൾ. അവർ കഴിയുമ്പോൾ നമ്മളാണ് അടുത്ത പാതയിൽ നിൽക്കുന്നത് അല്ലേ. നമുക്കിതൊക്കെ കിട്ടണ്ടേ. ഒന്ന് സിഗരറ്റ് വലിക്കാൻ തോന്നുന്ന ചില അച്ഛനമ്മമാരൊക്കെ ഉണ്ട്, അച്ഛനൊക്കെ ഉണ്ടാവേ, അവർക്ക് മേടിച്ചു കൊടുക്കൂല ഇവര്. ഈ വയസ്സാകാലത്ത് സിഗരറ്റ് വലിക്കാൻ പോകണമെന്ന്, സിഗരറ്റിനൊക്കെ എന്താ വില. അപ്പോൾ ഒരു സിഗരറ്റ് വല്ലപ്പോഴും വാങ്ങിച്ചു കൊടുത്ത അച്ഛൻ അത് ആഗ്രഹങ്ങളാണ്. നമുക്കിടെ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ തീർക്കണം. അതെ അല്ലേ. നല്ല ഡ്രസ്സ് ധരിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, നല്ല കോസ്റ്റ്യൂംസ് ഒക്കെ ഉപയോഗിക്കുക, അതൊക്കെ നല്ല ആഗ്രഹത്തിലാണ്ട് പോയി കഴിയുമ്പോണ്ടല്ലോ അവർ വിചാരിക്കും. അമ്മ എന്നോട് ചില അമ്മമാർ, ഞാൻ ജീവിതത്തിൽ പൊട്ട് കുത്തിയിട്ടില്ല, ഞാൻ പറഞ്ഞ ജീവിതം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ, ഇനിയാണ് നമ്മൾ തകർക്കാൻ പോണേ എന്ന് പറയും. അങ്ങനെയൊക്കെ. അപ്പോൾ ഐസ്ക്രീം കഴിയും, മോളെ ഇത് കഴിക്കാമോ, പാൽപ്പായസം കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കും. കാരണം ഭക്ഷണം കഴിക്കാമെന്നുള്ള നമ്മൾ ഭൂമിയിൽ ജീവിച്ചതിൻ്റെ രണ്ട് ആവശ്യങ്ങളുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒന്ന് നല്ലോണം ഭക്ഷണം കഴിക്കുക, നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് നടക്കുക, മോടിയായിട്ട് നടക്കുക. നമ്മളാരെങ്കിലും വീട്ടിലൊന്ന് നോക്കുമോ, നിങ്ങളിന്ന് കീറപ്പായല കിടക്കണമെന്ന് ആരെങ്കിലും ഒന്ന് അന്വേഷിക്കുമോ? നമ്മുടെ ആ ഇത്. അപ്പം ഞാൻ പറഞ്ഞു, എപ്പോഴും വാർദ്ധക്യത്തെ തെരുവിലാക്കരുത്. ഇപ്പം അനാഥാലയങ്ങൾ കൂടിയതിൻ്റെ മെയിൻ കാരണം ഇതന്നെ. ഈ ഇപ്പം നമ്മൾ ഒരുപാട് അനാഥാലയങ്ങളുടെ പരസ്യമൊക്കെ കാണില്ലേ, അവിടെ അച്ഛനമ്മമാരെ കണ്ണീരണിഞ്ഞ് പറയേണ്ട ഒരു കാര്യമില്ല. ഇവർ ഇപ്പം 2 കുട്ടികളുള്ള വീട്ടിൽ 1 കുട്ടിയും കൂടി മതി അച്ഛനമ്മയും, അല്ലേ. അപ്പം അവർക്ക് കൊടുക്കണ പങ്കിൻ്റെ ഈ വാർദ്ധക്യം വന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറയും. വളരെ ഇച്ചിരി കഴിക്കുള്ളൂ അവർ. ഇപ്പം 2 ഇഡ്ഡലി കഴിക്കണമെങ്കിൽ 1 ഇഡ്ഡലിയേ കഴിക്കുള്ളൂ. അതാ ഇവർക്ക് ആ നെയ്ക്കറിനൂടെ മക്കൾക്ക്. ഇപ്പം ഒരു ഗ്ലാസ് പാൽ ചായ എടുത്ത് കൊടുക്കുമ്പോൾ പാലുണ്ടായില്ലേ, ഇപ്പോൾ ഒരു പാക്കറ്റ് പാലും മേടിച്ച് നമുക്ക് 5 ചായ ഉണ്ടാക്കാം. ഈ 5 ചായയിൽ ഇച്ചിരി വെള്ളം കൂടി വെച്ചാൽ 6 ചായ വെക്കാൻ പാടില്ലേ, അത് അമ്മയ്ക്കും കൂടി കൊടുക്കാൻ പാടില്ലേ. ഇപ്പം 6 ചായ ഒരേ രീതിയിൽ വരില്ലേ. മോന് ഇച്ചിരി പാല് കൂട്ടി, ഭർത്താവിന് ഇത്തിരി പാല് കൂട്ടി, അമ്മയ്ക്ക് വെറും കടും ചായ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാവർക്കും ഈക്വലായിട്ട് നമ്മുടെ അമ്മ നല്ല AC റൂം, നമ്മൾ ഫെസിലിറ്റീസുള്ള ഇത്തിരി ക്യാഷ്വലായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ആ രീതിയിൽ വരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വാർദ്ധക്യം വരില്ല. അപ്പം നമ്മൾ നല്ലവണ്ണം നോക്കി നല്ലവണ്ണം അവരുടെ മരണസമയത്ത് നിൽക്കാൻ നമുക്ക് ജീവിതത്തിൽ ഉയർച്ച തന്നെ ഉണ്ടാവുള്ളൂ. എനിക്ക് എൻ്റെ അച്ഛനമ്മേനെ നല്ലവണ്ണം നോക്കാൻ പറ്റിയിട്ടുണ്ട്. അമ്മ എൻ്റെ 17-ാം വയസ്സിൽ അമ്മ മരിച്ചു, 16 വയസ്സായപ്പോൾ എൻ്റെ അമ്മ മരിച്ചു. അപ്പം എനിക്ക് അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല. അപ്പോൾ അത് ചെയ്യണം ഇത് ചെയ്യണം, എൻ്റെ ഡെലിവറി സമയത്തൊന്നും അമ്മയുടെ സപ്പോർട്ടുകളൊന്നുമില്ല, ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അച്ഛനാണ് കൂടെ ഉണ്ടായത്. അച്ഛനാണ് എൻ്റെ ഒരു ബോണായിട്ടുണ്ടായത്. അച്ഛൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അച്ഛൻ പറയും ഇത് തന്നെ ചെയ്താൽ മതി. ഞങ്ങളിത് ഒരു നാട്ടിൻപുറത്തെ സാധു മനുഷ്യൻ, ആ മനുഷ്യന് അമൃത പോലെ ഹോസ്പിറ്റലൊക്കെ വന്ന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ എനിക്ക് സാധിച്ചു. നല്ലൊരു ഡോക്ടറെ കാണിച്ചും അച്ഛന് നല്ല ഒരു ഇത് കൊടുക്കാനും എല്ലാ കാര്യങ്ങളും എനിക്ക് സാധിച്ചു കേട്ടോ. പിന്നെ അച്ഛൻ്റെ ഒരു ടച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം അച്ഛൻ ഈ റോട്ടിലൊക്കെ കിടക്കുന്ന ആൾക്കാർ മരിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അവരെയൊക്കെ എടുത്തുകൊണ്ടൊന്ന് കുളിപ്പിച്ച് കൊണ്ടുപോയി ദയിപ്പിക്കും. എനിക്കത് അതാണ് നിയോഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ അന്ന് ഈ ഗ്രാമപ്രദേശത്തൊക്കെ വരുന്നത് കച്ചേരിപ്പറമ്പെന്ന് പറയും, വില്ലേജ് ഓഫീസൊക്കെ ഉണ്ടായത് അന്നത്തെ കാലത്ത്. ഒരു 10 കാലഘട്ടം 12 കാലഘട്ടത്തിലൊക്കെ. അപ്പോൾ ഈ ഭിക്ഷക്കാരൊക്കെ വന്ന് കൂടുന്നത് ഈ കച്ചേരിപ്പറമ്പിലായിരിക്കും. അപ്പോൾ അവിടെ കിടന്ന് ഓരോരുത്തരും മരിക്കും. ഇതുങ്ങളെ കൊണ്ട് അടക്കണ്ടേ. അന്ന് കാലടി പൂത്താന്ന് പറയണ ഒരു പൂത്തയാണ് പണ്ടത്തെ എന്താ പറയുക ശ്മശാനം, പണ്ടത്തെ വീടാണ് പൂത്ത. അവിടെ കൊണ്ടുവന്ന് ഈ കുഴി വെട്ടി ദയിപ്പിക്കണം. അപ്പം അന്ന് ആംബുലൻസ് ഉള്ളത് അന്ന് ഒരു ദൂരെ നമ്മുടെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ആംബുലൻസ് ഉണ്ട്. അച്ഛൻ അന്തസ്സായിട്ട് അവിടെ നിന്ന് ടെക്സ്റ്റൈൽസിൽ നിന്ന് ഒരു ഷർട്ടും മുണ്ടും മേടിച്ച് പൈപ്പ് ഇട്ട് ഇയാളെ കുളിപ്പിക്കുന്ന വെള്ളമൊക്കെ ഒഴിച്ച് കുളിപ്പിച്ച് ഷർട്ടും മുണ്ടും അടിച്ച് എടുത്ത് കയറ്റി കൊണ്ടുപോയി പഞ്ചായത്ത് മെമ്പറുടെ എഴുത്തും മേടിച്ച് കൊണ്ടുപോയി ദയി. അപ്പം ഞാൻ പറഞ്ഞു അത് ചെയിനായിട്ട് എന്നിലേക്ക് വന്നു. ഇപ്പം ആർക്കും മഞ്ഞപ്പുറക്കാർക്ക് ആർക്കും അതിശയമല്ല ഞാൻ ഈ ജോലി ചെയ്യണേല്. അവർ പറഞ്ഞേ അത് ചേട്ടൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം മകൾ ചെയ്യണം, അച്ഛൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം മകൾ ചെയ്യണം. അച്ഛൻ അങ്ങനെ ഒരു ആളെ ഒരു വെറുപ്പോ എനിക്ക് അറപ്പില്ല. നമ്മുടെ ജോലി അറപ്പ് പാടില്ല. ഇപ്പോൾ ഒരു മോഷനോ അല്ലെങ്കിൽ ഛർദിയിലോ പുഴുവിലോ ഒന്നും അറപ്പില്ല. ഇപ്പം നമ്മൾ 2 കൈ ചേർത്ത് കൊടുക്കും. ഇപ്പം ഛർദിക്കുകയാണെങ്കിൽ ഞാനിങ്ങനെ കൈ ചേർത്ത് കൊടുക്കും. ഛർദിച്ച കൈ കഴുകി കഴിഞ്ഞ് പോയില്ലേ, പിന്നെ അതിനകത്ത് നിറച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം മാതാപിതാക്കളെ നല്ലവണ്ണം നോക്കുകയല്ല, ചേർത്ത് പിടിക്കുക.
അവരെ മികച്ചതാക്കാം. നമ്മുടെ റൂമിൽ ഇപ്പോൾ 2 സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഇപ്പം ഈ ഇൻ്റർവ്യൂ ഒക്കെ എൻ്റെ മക്കളും പറഞ്ഞു അമ്മയുടെ ആവശ്യം ചില വിളിച്ചു പറഞ്ഞതായിരിക്കും എന്നായിരിക്കും ഒരു പക്ഷേ അത് നമ്മൾ ഉണ്ടാക്കൂല. നമുക്ക് പിന്നെ ഡെമൻഷൻ കാര്യങ്ങളും വന്നില്ലെങ്കിൽ നമ്മളത് ആസ്വദിച്ച് തന്നെ ജീവിതം മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ പണിയാ. കുറേ സ്വപ്നങ്ങൾ ഉണ്ടെന്ന് അറിയാം. പിന്നെ തീർച്ചയായിട്ടും ആ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റട്ടെ. കുറേ അമ്മമാരെ അച്ഛന്മാരെയൊക്കെ ഇനിയും സ്നേഹത്തോടെ പരിചരിക്കാൻ പറ്റട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു. അപ്പോൾ എല്ലാത്തിനും ഒരു ഇത് തന്നതിനും എല്ലാത്തിനും വെച്ചാൽ എന്താ പറയുക, ആത്മീകമാണ് എന്നെ ഇവിടെ എത്തിച്ചത് അല്ലേ. അപ്പോൾ ആ ആത്മീയത്തിൻ്റെ എൻ്റെ എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഒപ്പം പാർവതിക്കും. താങ്ക് യു സോ മച്ച്.